നമുക്ക് ഇന്ന് 6ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠമായിട്ടുള്ള വരകളും കോണുകളും എന്ന പാഠം ഒന്ന് പഠിച്ചാലോ? അപ്പോ കോണുകൾ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയോ? ഇങ്ങനെ കോണ് വരയ്ക്കുക. നമുക്ക് ഒരു വര നമ്മൾ ഇങ്ങനെ വരച്ച് അതിന്റെ അറ്റത്തൂടെ ഇങ്ങനെ ഒരു വര വരച്ചാല് ഇതിന്റെ അകത്ത് കിട്ടുന്ന ഈ സംഭവമാണ് കോണ് അല്ലെ. കോണ് നമുക്ക് എങ്ങനെ വേണേ വരയ്ക്കാം. ഇപ്പൊ നമുക്ക് ഒരു വര ഇങ്ങനെ തന്നു, ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു വര വരച്ചു, അപ്പൊ ഇവിടെ കിട്ടിയത് എന്താണ്? ഒരു കോണാണ്. ഇനി ഒരു വര ഇങ്ങനെ വരച്ചു, ഒരു ഇത് ഇങ്ങനെ വരച്ചു, അപ്പൊ ഇവിടെ കിട്ടിയതും എന്താണ്? കോണാണ്. നമുക്ക് കോണ് എങ്ങനെ വേണേ വരയ്ക്കാം. ഇങ്ങനെ വര വരച്ചു, ഇങ്ങനെ വരച്ചു, ഇതും എന്താണ്? കോണാണ്. കോണെന്ന് പറഞ്ഞാൽ വായ തുറന്നിരിക്കുക, അതായത് ഇങ്ങനെ തുറന്നിരിക്കുക, തുറന്നിരിക്കുന്ന പോലല്ലേ. എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അതാണ് ഇതിങ്ങനെ വായ തുറന്നിരിക്കണം, മുതലുടെ ഒക്കെ വായ തുറന്നിരുന്ന പോലല്ലേ. യെസ്. അപ്പൊ ഇനി ഇവിടെ നോക്ക്, ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഇവിടെ ഒരു വര തന്നിട്ടുണ്ട് അല്ലേ. ആ വരയുടെ അറ്റത്ത് ഇവിടെ വേറൊരു വര ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് എന്ത് കിട്ടി? ഒരു കോണ് കിട്ടി. ഓക്കെ. ഇനി കോണുകള് 3 തരത്തിലുള്ള കോണുകളാണ് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്. ഒന്നാമത്തതാണ് മട്ടകോൺ. മട്ടകോൺ, മട്ട എന്ന് പറഞ്ഞാൽ 90 കേട്ടോ. മട്ട 90, മട്ട പറഞ്ഞാൽ എത്രയാണ്? 90 കേട്ടോ. മട്ട അരി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ മട്ട, ഈ മട്ട എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 കേട്ടോ. അത് ആലോചിക്കണേ. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ, അതായത് ഒരു വര വരച്ച് അതിന്റെ മുകളിൽ കുത്തനെ മേലേക്കൊരു വര. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള കോണ് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് അളക്കും. എത്രയായിരിക്കും അറിയോ? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ദാ ഇവിടെ ഇതെന്താണ്? ഇത് മട്ടകോണാണ്. അപ്പൊ മട്ടകോൺ ഇങ്ങനെ മാത്രമാണോ വരയ്ക്കാൻ പറ്റുക? അല്ല. ഒരു വര നമ്മൾ ഇങ്ങനെ വരച്ചു, താഴേക്ക് ഇങ്ങനെ നേരെ വരയ്ക്കണം കേട്ടോ. അങ്ങനെ കുത്തൻ നേരെ വരച്ചാൽ ഇതിന്റെ ഇടയിലെ കോൺ എത്രയാണ്? അതും 90 മട്ടകോണാണ്. ഇനി നമുക്ക് വേറെ ഇങ്ങനെ ഒരു വര വന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ ഇതാ ഇങ്ങനെ ഒരു വര ഇങ്ങനെ വരച്ച ഇത് എത്രയാണ്? 90 ഇപ്പൊ മട്ടകോൺ നമുക്ക് എങ്ങനെ വേണം വരയ്ക്കാം, ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇനി മട്ടകോണിനേക്കാളും ചെറിയ കോൺ, അതായത് ഈ വര കണ്ടോ, ഈ വര പിടിച്ച് നമ്മൾ താഴ്ത്തി ഇങ്ങോട്ടാക്കി, ഇത് ഇവിടെ പിടിച്ചു, നമ്മളിതാ ഇവിടെ നമ്മൾ കൈ കൊണ്ട് പിടിച്ച് ഇവിടെ പിടിച്ചിട്ട് ഇതിനിങ്ങനെ വലിച്ചു താഴേക്കും. അപ്പൊ ഈ കോണിന്റെ അളവ് ഇതുവരെ കോണിന്റെ അളവ് ഇങ്ങനെ 90 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ വര നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ കോണിന്റെ അളവ് ഇത്ര കുറയില്ലേ. ഇത് മൊത്തം 90 ആണെങ്കിൽ അതിനേക്കാൾ ചെറുതല്ലേ ഇതുണ്ടാവുക. അപ്പൊ 90-നേക്കാളും ചെറുതാണ് ഇങ്ങനെയുള്ള കോണ്. ഇനി ഇപ്പൊ മട്ടകോണ് വരച്ചു കേട്ടോ. ഞാൻ ആദ്യം മട്ടകോണ് വരച്ചു, എന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വലിച്ചു. അപ്പൊ ഈ കോണ് ഇതാ ഇങ്ങനെയായി അല്ലേ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ മട്ടകോണിനേക്കാളും എന്തായിരിക്കും? വലുതായിരിക്കും അല്ലേ. ഇത് മട്ടകോണിനേക്കാളും വലുതായിരിക്കും. അപ്പൊ 3 തരത്തിലുള്ള കോണുകളാണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. ഒന്ന് മട്ടകോണാണ്, പിന്നെ ഒന്ന് മട്ടകോണിനേക്കാളും ചെറിയ കോണ്, ഒന്ന് മട്ടകോണിനേക്കാളും വലിയ കോണ്. നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാൻ ഞാനൊരു സൂത്രം പറഞ്ഞു തരട്ടെ. ഒരാൾ കേട്ടോ, ഒരാളിങ്ങനെ ചെടിക്കിരിക്കാം, വളയാതിരിക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് അയാൾ എങ്ങനെ വരയ്ക്കാം? അപ്പൊ അയാൾ വരയ്ക്കുകയാണ്, ഇത് അയാളെ തല, ഇത് അയാളെ ശരീരം, ഇത് അയാളെ കാല്, ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇങ്ങനെ വളയാതിരിക്കുന്ന ആള്, നട്ടല് വളയാതെ ചെടിക്കിരിക്കുന്ന ആളുടെ നമുക്ക് പറയാം അയാൾ മട്ടകോണിലാണ് 90 ഡിഗ്രി ആയിരിക്കുന്നത് പറയാം. ഇനി ഒരാൾ കേട്ടോ, എപ്പോഴും അയാൾക്ക് ഇങ്ങനെ ഇങ്ങനെ കുമ്പിട്ടിരിക്കുക, ചെരിഞ്ഞിരിക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ ഇരിക്കണം. അപ്പൊ അത് എപ്പോഴും എന്താണ്? 90-നേക്കാൾ കുറവാണ്, ചെരിഞ്ഞിരിക്കുക. അപ്പൊ ചെറുത്, അതായത് മട്ടകോണിനേക്കാൾ ചെറുത്. ഒരാളില്ലേ എങ്ങനെയാ വിശാലമായി ഇങ്ങനെ ചാരുകസേരയിലൊക്കെ ഇങ്ങനെ ചാരി കിടക്കാതെ വിചാരിച്ചോ. അപ്പൊ അതെന്താണ്? അത് ചാരി വിശ്രമിക്കുകയാണ്. അപ്പൊ വലുതായിട്ട്, അതായത് 90-നേക്കാളും വലുതാണ്. മനസ്സിലായോ? ഒന്ന് 90, ഒന്ന് 90-നേക്കാൾ ചെറുത്, ഒന്ന് 90-നേക്കാളും വലുത്. 90 ഡിഗ്രിയിലെ കോൺ നമ്മൾ എന്ത് പറയും? മട്ടകോൺ എന്ന് പറയും. ഓക്കെ. ഇനി മറ്റു കോണുകൾക്കും ഇതിനും ഈ കോണിനും ഈ കോണിനൊക്കെ പേരുണ്ട്. ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റിൽ അത് പറഞ്ഞിട്ടില്ല. ന്യൂനകോൺ, ബൃഹത് കോൺ എന്നൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് അത് ആവശ്യമില്ല. അപ്പൊ നോക്ക്, ഇതാ എക്സാമ്പിൾ തന്നിരിക്കണോ. ഇതെത്രയാണ്? ഇതാ സ്റ്റഡിക്കിരിക്കും. നട്ടല് വളയാത്ത ആൾ ആരാണ്? മട്ടകോണാണ്. അപ്പൊ ഇവിടുത്തെ കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഇങ്ങനെ തന്നിട്ട് ഈ 90 ഇങ്ങനെ ഒരു ഇത് തന്നാൽ ഇത് 90 നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ ഇനി ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ തരും, എന്നിട്ട് ഇവിടുത്തെ കോൺ എത്രയും തന്നിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് മനസ്സിലാവണം? ഇത് 90 ഡിഗ്രി ആണെന്ന് മനസ്സിലാവണം. ഇനി നോക്കുക, ചെരിഞ്ഞിരിക്കുന്ന ആൾ ചെരിഞ്ഞ് ചെറുത്, 90-നേക്കാൾ ചെറുത് അല്ലേ. അപ്പൊ എത്രയായി? ശരിക്കും ഇങ്ങനെ കോൺ വരുമ്പോ ഇത്രയുമാണ് 90 വരിക. അപ്പൊ അതിനേക്കാൾ ചെറുതല്ലേ ഇത്. അപ്പൊ ഇത് പറഞ്ഞാൽ 60 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ശരിക്കും മട്ടകോൺ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ ഈ വര വെച്ച് ഇങ്ങനെ വലുതാക്കി പറഞ്ഞല്ലേ. അപ്പൊ ഇത് എത്ര ഇവിടെ തന്നിരിക്കുന്നത്? ഇവിടെ 110 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അതായത് മട്ടകോണിനേക്കാളും വലുതാണ്. മനസ്സിലായോ? ഇനി നമുക്ക് ഓക്കെ, ഇനി നമുക്ക്
എങ്ങനെ അതായത് ഒരു വര വരച്ചിട്ട് അതിന്റെ അറ്റത്ത് തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല. അതായത് ഒരു വര വരച്ചിട്ട് ഇപ്പം നമ്മൾ പഠിച്ചത് ഇവിടെ വരയ്ക്കണം അല്ലേ, കോണ് ഇതാണ് കോണ് വെച്ചത്. നമുക്ക് ഒരു വര വരച്ചിട്ട് ഇവിടെ വരച്ചാൽ നമുക്ക് ഇവിടെ ഒരു കോണ് കിട്ടി. നമ്മളൊരു വര വരച്ചു അതിന്റെ ഇവിടെ ഇങ്ങോട്ടൊരു വരച്ചാലും ഇവിടെ ഒരു കോണ് കിട്ടി. നമ്മളൊരു വര വരച്ചു അതിന് ഇങ്ങോട്ട് വരച്ചാലും ഇവിടെ ഒരു കോണ് കിട്ടി. എങ്ങനെ വരച്ചാലും നമുക്ക് കുഴപ്പമില്ല. അതിന്റെ ഇടയിലുള്ള കോൺ എന്താണെന്ന് മനസ്സിലായല്ലോ. അത് കോൺ ഇങ്ങനെ ആവാം, ഇങ്ങനെ ആവാം, ഇങ്ങനെ ആവാം, ഇങ്ങനെ ആവാം, എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ ഇടയിലുള്ള വര എങ്ങനെയായാലും കുഴപ്പമില്ല. അത് ചിരിച്ചിട്ട് വരച്ചാലും എന്താണ് കുത്തനെ വരച്ചാലും അല്ലെങ്കിൽ നടുകുന്ന് വരച്ചാലും അറ്റത്തുനിന്ന് വരച്ചാലും ഈ അറ്റത്തുനിന്ന് വരച്ചാലും അപ്പുറത്തുനിന്ന് വരച്ചാലും ഇപ്പുറത്തുനിന്ന് വരച്ചാലും ഒക്കെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അവിടെ കോണ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ 3 തരത്തിലുള്ള കോണുണ്ട്. 90 ഡിഗ്രി കോണ്, മട്ടകോൺ, 90 ഡിഗ്രി കുറവുള്ള കോണുണ്ട്, 90 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ള കോണുമുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ ഫസ്റ്റ് ചിത്രത്തില് ഈ കോണും എത്ര, ഇത് 90 ഇതും 90 അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ വരനെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് ഓടുന്നു. ഈ പിക്ചർ എങ്ങനെയായി, ഇതാ ഇങ്ങനെയാ. ആദ്യത്തെ ചിത്രം ഇങ്ങനെയായിരുന്നു. അപ്പൊ 2 ഭാഗത്തിലെ കോണിന്റെ അളവും 90 ഡിഗ്രി ആയിരുന്നു. ഇനി ഞാൻ ഇതിനെ പിടിച്ച് ഈ വരനെ പിടിച്ച് ഇങ്ങോട്ട് കുറച്ച് ചെരിച്ചു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് കോണിന്റെ അളവ് പ്രൊട്രാക്ടർ എടുക്കാൻ അറിയോ? അതായത് ഇപ്പൊ ഒരു വര കേട്ടോ, അതിന്റെ മുകളിൽ രണ്ട് ലൈൻ ഇങ്ങനെ കൂട്ടിമുട്ടിയിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലെ കോണളവ് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? ഇതിന്റെ ഇടയിലെ കോണളവ് 0 ഡിഗ്രി ആണെന്ന് പറയാം. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ രണ്ടാമത്തെ വരണ കുറച്ച് മേലേക്ക് ആക്കി. അപ്പൊ ഇത് കുറച്ചുകൂടി കോണിന്റെ അളവ് നമ്മൾ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുമ്പോൾ കോണിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ 0 തുടങ്ങുക. അപ്പൊ ഇങ്ങനെ പോയി കുറച്ചുകൂടി. പിന്നെ ഞാൻ ഈ ലൈനിനെ ഒന്നും കൂടി വലുതാക്കി. അപ്പൊ കുറച്ചും കൂടി കോണിന്റെ ഈ അളവ് ഒന്നും കൂടി കൂടി. ഇനി ഈ കോണിനെ ഞാൻ നേരെ ഇങ്ങനെ ആക്കുമ്പോൾ ഇതിന്റെ ഇടയിലെ കോൺ എത്രയായി, 90 ഡിഗ്രി ആയി. അപ്പൊ ഈ വരനെ പിടിച്ച് ഇങ്ങോട്ട് നീക്കുമ്പോൾ എന്തായി, കോണിന്റെ അളവ് കുറഞ്ഞു വരും. അത് ചെരിഞ്ഞിങ്ങനെ വരുമ്പോൾ, ചെരിഞ്ഞിരിക്കുന്ന ആളാകുമ്പോൾ അങ്ങനെ കോണിന്റെ അളവ് കുറഞ്ഞു വരും. നമുക്ക് അറിയേണ്ട കാര്യമാണ്, ഒന്നും കൂടി പറഞ്ഞു തരാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ ഈ എന്താണ് 90 ഡിഗ്രിനേക്കാൾ കുറവാണ് ഈ ഒരു കോൺ എന്ന് പറഞ്ഞാല്. ഇനി നമുക്ക് ഇവിടെ 2 കോണില്ലേ, ഈ കോണിനെ നോക്കുകയാണെങ്കിലോ, ഈ കോണിനെ നോക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ലൈനിനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടാക്കിയില്ലേ. അപ്പോ ആദ്യം ഈ കോണിനെ മാത്രം നോക്കാട്ടോ, അതായത് ഈ കോണിനെ മാത്രം നോക്കാം. ആദ്യം ഇത് 90 ആയിരുന്നു. ഇനി ഇത് ഈ ലൈൻ ഇങ്ങനെ വന്ന് ഇവിടെ എത്തിയപ്പോ ഈ 90ഉം അത് കൂടി ഇത്രയും കൂടി കൂടിയില്ലേ. അപ്പൊ ഇത്രയായി. അപ്പൊ ഇത് ഈ കോൺ എന്തായി, ഇത് മൊത്തം ഈ കോൺ എന്ന് പറഞ്ഞാല് അത് 90 ഡിഗ്രിനേക്കാൾ കൂടുതലായി. മനസ്സിലായോ? അപ്പൊ ഈ കോണ് 90 ഡിഗ്രിനേക്കാൾ കൂടുതലായി, ഈ കോണ് 90 ഡിഗ്രിനേക്കാൾ കുറവായി. ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്ക്, ഇവിടെ ഇതാ നമ്മൾ, അല്ലെങ്കിൽ ഞാൻ ആള് ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞില്ലേ എക്സാമ്പിൾ, അത് വെച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചെരിഞ്ഞിരിക്കുന്ന ആളുടെ കോണ് കുറവായിരിക്കും, വിശാലമായിട്ട് വിശ്രമിച്ച് ചാരി കിടക്കുന്ന ആളുടെ കോണ് കൂടുതലായിരിക്കും. ഇവിടെ നമുക്ക് ആളെ വരച്ച് നോക്കാട്ടെ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ആളിതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ആള് എങ്ങനെ ഇരിക്കുന്നത്, ഇവിടുത്തെ ആള് ഇങ്ങനെയാണ് ഇരിക്കണത്. രണ്ടാളെ ഇരിക്കുകയാണ്. ഇപ്പൊ വിശാലമായിട്ടും വിശാലമായിരിക്കണത് അവിടുത്തെ കോൺ എപ്പോഴും എന്തായിരിക്കും, ഇവിടുത്തെ കോണ് 90നേക്കാൾ കൂടുതലായിരിക്കും. നേരെ മറിച്ച് ചെരിഞ്ഞ് അതായത് ഇങ്ങനെ കുഞ്ഞത് 90നേക്കാൾ ചെറുതായിരിക്കും. ഇവിടെ എന്താണ്, ചെറുതാണ് കേട്ടോ, ചെറുതാണ്. 90 ഡിഗ്രിനേക്കാൾ ചെറുതാണ്. മനസ്സിലായല്ലോ? ഇനി ഈ 2 കോണുകളും, അതായത് ഇപ്പൊ ഒന്ന് 90 ഡിഗ്രിനേക്കാൾ കൂടുതൽ കിട്ടി, ഒന്ന് 90 ഡിഗ്രിനേക്കാൾ കുറവും കിട്ടി അല്ലേ, 2 കോണ്. ഇനി ഇതിങ്ങനെ ഒരു വര വരച്ച് ഇതിന്റെ ഇടയിലുള്ള 2 കോണുകൾ കിട്ടുമ്പോൾ ഈ കോണുകൾക്ക് തമ്മിൽ വല്ല ബന്ധം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കണം. ഇനി ഇവരുടെ ബന്ധം തെളിയിക്കാൻ നമ്മൾ പോവാട്ടോ. അതായത് ഈ ഒരു കോണും ഈ 2 കോണും തമ്മിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഈ കോണും തമ്മിൽ ഇവരെന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ നമുക്ക് നോക്കാം. അപ്പോ താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു കോൺ എത്ര തന്നിട്ടുണ്ട്, 50 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇത് 90 ഡിഗ്രിനേക്കാളും എന്താണ്, കുഞ്ഞു കോണാണ് അല്ലേ. 90നേക്കാൾ ചെറിയ കോണല്ലേ 50 ഡിഗ്രി എന്ന് പറഞ്ഞാല്. യെസ്. അപ്പോ ഇത് എത്ര കുറവാണ് ശരിക്കും. ഇങ്ങനെ ഈ പിക്ചർ നോക്കുമ്പോൾ ശരിക്കും ഈ കോണ് മൊത്തത്തിൽ ഇത്രയും പറഞ്ഞാൽ 90 ഇനി നമ്മൾ ഈ വരനെ പിടിച്ചിട്ട് ഇങ്ങോട്ടാക്കി ഇവിടെ വന്നു, ഈ വരയുടെ സ്ഥാനം. അതായത് ആദ്യം ഇത് ഇങ്ങനെ ആയിരുന്നു 90. ഇനി ഈ വരനെ പിടിച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ ഈ വരയുടെ സ്ഥാനം ഇങ്ങോട്ടായി. അപ്പൊ ആദ്യം ഇത് 90 ആയിരുന്നു, പിന്നെ എന്തായത് 90 ഇങ്ങനെ ആകുമ്പോ 90നേക്കാളും ചെറുതായി അല്ലേ. എത്ര ചെറുതായി, അതായത് ചരിഞ്ഞ വരയ്ക്കും ലംബത്തിനും ഇടയിലുള്ള കോൺ എത്രയാണെന്നാ ചോദിച്ചത്. ലംബം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 90 ഡിഗ്രി കേട്ടോ. ഇതാണ് ലംബം. എപ്പോഴും ഒരു വരയ്ക്ക് ലംബം വരയ്ക്കാറ ഇങ്ങനെ, ഇതിന്റെ ലംബം വരയ്ക്കാറ ഇങ്ങനെ അതായത് 90 ഡിഗ്രിക്കാ വരയ്ക്കട്ടോ. ഞാൻ വരയ്ക്കുമ്പോൾ ഇതിന്റെ ഇടയിലെ കോൺ 90 ആവണം. ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ വരച്ചു, ഇതിങ്ങനെ വരച്ചാലും ഇതും എന്താണ്, ലംബമാണ്. അപ്പൊ ഈ വരയുടെ ലംബം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ചുവപ്പ് വരയാണ് ഈ നീല വരന്റെ ലംബം.
അപ്പോ ഈ ചെരിഞ്ഞ വര ഇതിന്റെ ഇടയിലുള്ള ഈ കോൺ എത്രയെന്നാ ചോദിച്ചത്. എങ്ങനെ കാണാൻ വഴി നമ്മുടെ കയ്യിലുണ്ട്, പറഞ്ഞുതരാം. അതായത് ഇത് മൊത്തം 90 അതില് ഇത് മാത്രം 50 മൊത്തം 90. ഈ കോണും ഈ ഒന്നാമത്തെ കോണും ഈ രണ്ടാമത്തെ കോണും കൂടി കൂട്ടിയാൽ എത്ര വരണം? 90 വരണം. കാരണം മൊത്തം 90. അതിൽ ഒരു കോൺ 50. അപ്പൊ 50ന്റെ കൂടെ ഏതോ ഒരു കോണ് കൂട്ടിയപ്പോ 90 ആവണം. 50ന്റെ കൂടെ ഏതോ ഒരു കോൺ, ഈ കോൺ നമുക്ക് അറിയില്ല. അപ്പൊ 50ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 90 ആവാ? നമുക്കറിയാം. 50ന്റെ കൂടെ 10 കൂട്ടി 60, 20 കൂട്ടി 70, 30 കൂട്ടി 80, 40 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് വരിക? 90 വരിക അല്ലെ? അപ്പൊ നമുക്ക് ഇവിടുത്തെ കോണളവ് കിട്ടി. എത്രയാണ്? 40 അതായത് ഈ കോൺ എത്ര കിട്ടി നമുക്ക്? 40 ഇങ്ങനെ മനസ്സിലായോ? എന്നാലാണ് ഈ 50ഉം ഈ 40ഉം കൂടിയിട്ട് മൊത്തത്തിൽ എത്ര ആവുള്ളൂ? 90 ആവുള്ളൂ. ഓക്കെ. അപ്പോ മറുവശത്തെ കോൺ മട്ടത്തേക്കാൾ എത്ര കൂടുതലാണ്? ഏതായി മറുവശത്തെ കോൺ എന്ന് പറഞ്ഞാല്? അതായത് ഇതാ ഈ കോൺ. സെക്കൻഡ്. ഇതാ ഈ കോണാണ് മറുവശത്തെ കോൺ. ഇത് എത്ര കൂടുതലാണെന്നാ ചോദിക്കുക. അതായത് നമ്മുടെ പിക്ചറിലാണ്. നമുക്ക് ഇത് വേണ്ട. ഇനി ഒന്ന് കളർ ഒന്ന് മാറ്റട്ടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ കോൺ എത്രയെന്നാ ചോദിച്ചത്. ഈ കോൺ അതിങ്ങനെ കാണാം. ഇതിന്റെ ഇടയിലുള്ള കോൺ ഇപ്പൊ നമുക്ക് ഇവിടെ 40 കിട്ടിയില്ലേ? ഇത് 90 നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പൊ ഈ 90ഉം 40ഉം കൂട്ടുമ്പോൾ ഇത് മൊത്തത്തിൽ എത്ര വരും? 130 എന്ന് വരും. മനസ്സിലായോ? അപ്പൊ 130, ഇതിന്റെ ഇടയിലുള്ള 50 ആ രണ്ടും നമുക്ക് കിട്ടിയില്ലേ? അപ്പോ 130 ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമുക്ക് ഇവിടെയും നോക്കാം. നമുക്ക് ഈ കോൺ എത്രയെന്ന് കാണണം. നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഈ നമുക്ക് ഒരു കോൺ ഇവിടെ 60 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാറോ? ഞാൻ ആദ്യം ഒരു വര വരച്ചു. എന്നിട്ട് ഞാൻ ആദ്യം ഒരു ലംബമാണ് വരച്ചത്. ഓക്കെ. എന്നിട്ട് ഈ ചെരിഞ്ഞ വരല്ലേ, അത് ഞാനിത് അവിടെ അങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ ചെരിഞ്ഞ വര ഇതിൻ്റെ ഇടയിലുള്ള കോൺ നമുക്ക് തന്നിട്ടുണ്ട് 60 തന്നിട്ടുണ്ട്. അതായത് ഈ കോൺ എന്ന് പറഞ്ഞാല് മൊത്തം ഈ കോൺ എന്ന് പറഞ്ഞാല് 90 ആണ് അല്ലേ മൊത്തം. അപ്പോ ഈ കോൺ എത്രയായിരിക്കും? ഈ കോണ് ഇത് എത്രയായിരിക്കും? അതായത് മൊത്തം ഈ ബ്ലാക്കിൽ കണ്ട മൊത്തം കോൺ എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ ഈ 60ഉം അതിന്റെ കൂടെ ഈ ഏതോ ഒരു കോൺ, ഈ ഒരു കോണും കൂടി കൂട്ടിയാൽ എത്ര വരണം? 90 വരണം അല്ലേ? അപ്പൊ നമുക്കറിയാം 60 ഏതോ ഒരു കോണും കൂടി കൂട്ടിയാൽ 90 വരണം. 60ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 90 വരിക? 60ന്റെ കൂടെ 30 കൂട്ടുമ്പോഴാണ് 6 3 9. അപ്പൊ ഇവിടെ 30 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഇടയിലുള്ള ഒരു കോണ് 30 ആന്ന് കിട്ടിയില്ലേ? മനസ്സിലായോ? ഇനി ഈ ഒരു കോണ്, അതായത് കാണിച്ചു തരാം. ഈ ഒരു കോൺ എന്ന് പറഞ്ഞാൽ അത് 90 ആണ്. കാരണം ഇത് ലംബല്ലേ, ഇത് മട്ടകോണല്ലേ. ഇനി മൊത്തത്തിൽ ഈ ഒരു കോൺ ഇങ്ങനെ ഈ കോൺ എത്രയും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഈ 90ഉം ഈ 30ഉം കൂടി കൂട്ടിയതല്ലേ ഇത്. 90ഉം 30ഉം കൂട്ടുമ്പോൾ എത്ര വരിക? 120 എന്ന് വരും. അപ്പൊ ഈ കോണിന്റെ അളവ് നമുക്ക് കിട്ടി, 120 കിട്ടി. അപ്പോ ഈ ചെരിഞ്ഞ വരന്റെ ഉള്ളിലെ കോൺ, നമുക്ക് അങ്ങനെ കോണ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം അതെങ്ങനെയെന്ന്. ഇനി ഇവിടെയൊക്കെ നമുക്ക് നോക്കാം മറ്റേ കോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ. ഓരോ കോണിന്റെയും മറ്റേ കോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു സൂത്രം ഉണ്ട്. ആ സൂത്രം പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു കോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ കോൺ എത്രയെന്ന് കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യാ? ഞാൻ ആദ്യം ഒരു വര വരച്ചു, ഞാനൊരു ലംബം വരച്ചു. ലംബം എന്ന് പറഞ്ഞാൽ ഇവിടെയും 90 ആണ്, ഇതിന്റെ ഇടയിലുള്ള ഈ കോണും 90 ആണ്. ഇനി എന്താ ചെയ്തിരിക്കുന്നത്? ഇതിന്റെ ഇടയിൽ ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട്. കാരണം 90നേക്കാൾ കൂടുതലാണ് 100 അല്ലേ? അപ്പൊ അങ്ങനെ ഒരു വര വരച്ചപ്പോ ഈ മൊത്തം കോൺ എത്ര തന്നു? 100 തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് ഇതാണ് കാണേണ്ടത്. കാണാട്ടോ എങ്ങനെയാണ്? അപ്പോ നമുക്കറിയാം ഇത്രയും ഇത്രയും എത്രയാണ്? 90 ആണ് അല്ലേ? ഇത് എത്രയാണ്? 100 ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? അതായത് ഇത് മൊത്തം 100 ആണ്. ഇതില് ലംബം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് 90 ആണ്. അപ്പോൾ ഈ 90 കൂടി ഈ ഒരു കോണ് കൂട്ടിയപ്പോൾ 90 കൂടി ഈ ഒരു കോണ് കൂട്ടിയപ്പോൾ 90ഉം ഈ കോണും കൂടി കൂട്ടിയപ്പോൾ 100 ആവണം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. 90 കൂടെ ഏതോ ഒരു കോണ് കൂട്ടിയപ്പോൾ 100 ആയി എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പച്ച നിങ്ങൾക്ക് കണ്ണിൽ കുത്തനുണ്ടോ? പച്ച കളർ വേറെ കളർ എടുക്കാം. ഓക്കെ. അപ്പോ ഈ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? നമുക്ക് 90ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 100 ആവാ? 10 കൂട്ടിയാലല്ലേ 90 കൂടെ 10 കൂട്ടിയാലാ 100 ആവാ? അപ്പൊ ഈ ഇടയിലുള്ള കോൺ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. എന്നാലല്ലേ ഈ 90ഉം ഈ 10ഉം കൂട്ടിയിട്ട് മൊത്തം ഇതൊന്ന്
100 അതായത് ഇവിടുത്തെ 90ഉം ഇതാ ഇങ്ങനെയുള്ള ഒരു കോണ്, ഈ ഒരു കോണിന്റെ ഇത് 90ഉം ഉണ്ട്, പിന്നെ ഇതിന്റെ ഇടയിലുള്ളത് 10ഉം, എന്നാലുള്ള മൊത്തം ഇത് 100 അപ്പോ ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഇടയിലുള്ള ഈ കോണ് 10 എന്ന് കിട്ടിയില്ലേ. ഇനി നമുക്ക് കാണേണ്ടത് ഈ കോണാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ലംബത്തേക്ക് വരികയാണ് കേട്ടോ. മൊത്തം അതായത് ഞാൻ ലംബം ഇവിടെ അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ലംബം ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ കോണ് നമുക്ക് 10 ഡിഗ്രിന്ന് കിട്ടി. അപ്പോൾ ഇത് മൊത്തം ഇത്രയ്ക്കെന്ന് പറഞ്ഞാൽ 90 അല്ലേ. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഈ കോണ് മാത്രം കാണാൻ എന്താ ചെയ്യുക, ഈ 90 നിന്നും അതായത് ഒന്നും കൂടി ഇവിടെ വരച്ച് കാണിച്ചു തരാം കൺഫ്യൂഷൻ ഉള്ളവർക്ക്. ഇത് മൊത്തം എത്രയാണ്, 90 ഡിഗ്രിയാണ്. അതില് ഇവിടെ ഇങ്ങനെ തന്നിട്ട് ഇതിന്റെ ഇടയിലുള്ള ഈ കോണ് 10 നമ്മളോട് ഈ ഒരു കോണ് മാത്രമാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യാ, മൊത്തം 90 നിന്നും ഈ 10 പോയാൽ മതിയില്ലേ. മൊത്തം 90 അതിൽ നിന്നും ഈ 10 ഇവിടെ നിന്നാണ് കുറച്ചാല് ഇതാണ് പോയാല് ബാക്കി ഈ കോണാവും, അതായത് ഇതാവും. അപ്പൊ ഇത് കാണെങ്കിൽ 90 10 കുറച്ചാൽ മതി. 90 10 കുറച്ച് എത്രയാണ്, 80. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഈ ഒരു കോണ് 80 ഡിഗ്രിയാന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് ഇത് കാണാൻ ഇത് 80 മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെ അടുത്ത ചോദ്യക്ക് നമുക്ക് പോവാം. ജസ്റ്റ് വായിക്കട്ടെ. ഓക്കെ, ഇനി ഇത് 45 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഇതിൽ ഈ കോൺ എത്രയെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം, ഇതേപോലത്തെ ഒരു ചിത്രം നമുക്ക് ഇവിടെ വരച്ചു നോക്കാം, വേറെ വരച്ചു നോക്കാം. അതായത് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ ഒരു കോണ് 45 ഡിഗ്രിയാ തന്നിട്ടുണ്ട്. ഞാൻ ഇതിന് ഇങ്ങനെ ലംബം വരച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് നോക്ക്, ഈ ലംബം വരച്ചപ്പോ ഇതിന്റെ ഇടയിൽ ഈ കോണ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 90 ആയിരിക്കും അല്ലേ. അപ്പോ ഈ ഒരു കോണ്, അതായത് ഇത്രയും ഉള്ള ഈ കോണ് മാത്രം കാണാൻ എന്താ ചെയ്യാ, 90 നിന്നും ഈ 45 കുറച്ചത് കിട്ടില്ലേ. കാരണം 45ന്റെ കൂടെ ഏതോ ഒരു കോണ് കൂട്ടിയപ്പോ 90 അതായത് ഈ 45 എന്നുള്ള കോണും ഈ കോണ് 45 എന്നുള്ള ഈ കോണും അതിന്റെ കൂടെ ഈ കോണും കൂടി കൂട്ടിയപ്പോ രണ്ടും കൂടി കൂട്ടിയപ്പോ ഇങ്ങനെ വന്നു. അപ്പൊ അത് 90 ആവേണ്ടതല്ലേ. അപ്പൊ 45ന്റെ കൂടെ ഏതോ ഒരു കോണ് കൂട്ടിയപ്പോ 90 പറഞ്ഞാല് 45ന്റെ കൂടെ 45 കൂട്ടിയാലാണ് 90 ആവുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, 90 45 കുറച്ചാലും മതി കേട്ടോ. അപ്പൊ ഇടയിലുള്ള ഈ കോണ് നമുക്ക് എത്ര കിട്ടി, നമുക്ക് 45 എന്ന് കിട്ടി. നമുക്ക് ഇതാണോ കണ്ടെത്തേണ്ടത്, അല്ല, നമുക്ക് ഇതിന്റെ ഈ കോണാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഞാനിതാ ഇങ്ങനെ എന്ത് വരച്ചിട്ട് ലംബം വരച്ചു, ഈ കോണ് നമുക്ക് 45 എന്ന് കിട്ടി. എന്നാലും 45 മൊത്തം 90 ആവുള്ളൂ. ഇനി ഈ കോണ് നമുക്കറിയാം, ഇത്രയും ഉള്ളത് നമുക്കറിയാം എത്രയാണ്, 90 ആണെന്ന് അറിയാം അല്ലേ. ഇത് 90. ഇനി മൊത്തം ഈ കോണ് കാണാൻ എന്ത് ചെയ്യാ, ഈ 90ഉം ഈ 45 കൂടി കൂട്ടിയാ പോരെ, മതി. അപ്പൊ 90 കൂടി 45 കൂട്ടുമ്പോ എത്രയാ വരിക, 135 എന്ന് വരും. 90 പ്ലസ് 45 എന്ന് പറഞ്ഞാൽ എത്ര വന്നു, 135. അപ്പൊ നമുക്ക് ഈ കോൺ എത്ര കിട്ടി, 135 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായോ. ഇനി അടുത്ത ചോദ്യത്തില് ഇവിടെ ഈ കോണാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. ഈ ഇത്രയും കോണ് കാണണം. അപ്പൊ എന്ത് ചെയ്യാ, ഇങ്ങനെ വരച്ചു. നമുക്ക് തന്നത് ഇങ്ങനെ വരച്ചു. ഇവിടെ 30 തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ ഒരു എന്ത് വരച്ചു, ലംബം വരച്ചു. ഇനി ലംബം എന്ന് പറഞ്ഞാല് മട്ടകോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈ ഒരു കോൺ എത്രയാണ്, 90 അല്ലേ. ഇത് 30 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ കോൺ എത്രയാണ്, 30ലൂടെ ഏതോ ഒരു കോണ് കൂട്ടിയപ്പോ 90 വന്നു. 30ലൂടെ 60 കൂട്ടുമ്പോഴല്ലേ 90 വരിക. അപ്പൊ ഈ കോൺ എത്ര കിട്ടി, 60 ഡിഗ്രിന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ഇതാണോ കാണേണ്ടത്, അല്ല. നമുക്ക് കാണേണ്ടത് ഇത് മൊത്തത്തിൽ ഇത്രയുമാണ് അല്ലേ. അപ്പൊ നമുക്കറിയാം, ഇത് മട്ടാണെങ്കിൽ ഇതിന്റെ ഇടയിൽ ഈ കോൺ എത്രയായിരിക്കും, 90. അപ്പൊ 90 കൂടി ഈ 60 കൂട്ടിയാല് മൊത്തം ഈ കോണ് കിട്ടില്ലേ. യെസ്. അപ്പൊ 90ഉം 60ഉം കൂട്ടുമ്പോ 150 ഡിഗ്രി എന്ന് വരും. അപ്പൊ ഇത് ഈ മൊത്തം നമുക്ക് 150 വന്നു. മനസ്സിലായോ. ഇനി അടുത്തത് ഈ ചോദ്യത്തേക്ക് വരുമ്പോ എങ്ങനെ തന്നിരിക്കണത്, ഇങ്ങനെ ലൈൻ തന്നു. എന്നിട്ട് ഇങ്ങനെ ഇതിന്റെ ഇടയിലുള്ള കോണ് 80 തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ അപ്പം എന്ത് ചെയ്യാ, ഞാൻ അപ്പം നമ്മൾ ലംബം വരയ്ക്കണം. ലംബം വിട്ടിട്ടുള്ള കളി നമുക്ക് ഉണ്ടോ, ഇല്ല. ലംബമാണ് നമ്മുടെ എല്ലാം. അപ്പോ ഈ ലംബം വരയ്ക്കാന്ന് പറഞ്ഞാല് മൊത്തം ഈ കോൺ എത്ര വരും, 90 ഡിഗ്രി വരും അല്ലേ. അപ്പൊ ഇത് 80 വന്നിട്ടുണ്ട്. 80 കൂടി ഏതോ ഒരു കോണ് കൂട്ടിയപ്പോ 90 80 ഡിഗ്രി കൂടി ഏതോ ഒരു കോണ് കൂട്ടിയപ്പോ എത്രയായി, 90 80 കൂടി എത്ര കൂട്ടുമ്പോഴാ 90 വരിക, 10 കൂട്ടുമ്പോഴല്ലേ. അപ്പൊ ഇത് 10 എന്ന് വന്നു. ഇനി ബാക്കി സുഖമായി, ഇത് 90 നമുക്കറിയാം. ഇനി ഈ കോണ് കിട്ടാൻ എന്ത് ചെയ്യാം, ഈ 90ഉം ഈ 10ഉം കൂട്ടിയതല്ലേ മൊത്തം ഈ കോണ്, ഇതല്ലേ നമ്മൾ കാണേണ്ട ഈ കോണ്. അപ്പൊ 90ഉം 10ഉം കൂട്ടുമ്പോ എത്രയാണ്, 100 എന്ന് വന്നു. അപ്പൊ ഈ കോൺ എത്ര കിട്ടി, 100 എന്ന് കിട്ടി. മനസ്സിലായോ. സംഭവം സിമ്പിൾ ആണ്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് നോക്കാണ്ട്. നോക്ക്, രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ രണ്ട് കോണുകൾ ഉണ്ടാകുന്നു. മനസ്സിലായല്ലോ. അതായത് ഇപ്പൊ രണ്ട് വര, ഇതൊരു വര, ഇതൊരു വര, ഇതിൻ്റെ ഇടയിൽ ഒരു കോണ് ഇവിടെ, ഇതൊരു കോണ്, ഒരു കോണ്, ഇതൊരു കോണ്, രണ്ട് കോണ് ഉണ്ടാവും അല്ലേ.
അത് ഓക്കെ. ഇനി വരകൾ പരസ്പരം ലംബമാണെങ്കിൽ രണ്ട് കോണും മട്ടം. എന്ത് മനസ്സിലായി? ഇനി നമ്മൾ ഈ വരച്ച ഈ വര ലംബാണ്, രണ്ടും ലംബാണെങ്കിൽ ഇതും മട്ടകോൺ 90 ഡിഗ്രി ആയിരിക്കും, ഇതും മട്ടകോൺ 90 ഡിഗ്രി, രണ്ടും എത്രയും 90 ഡിഗ്രി 90 ഡിഗ്രി വെച്ചിട്ടായിരിക്കും. ഇനി വരകൾ അല്ലെങ്കിൽ ഒരു കോൺ മട്ടത്തേക്കാൾ കുറവും മറ്റേത് മട്ടത്തേക്കാൾ കൂടുതലും, അതായത് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് മട്ട അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ. മട്ടകോൺ അറിയാം ഇങ്ങനെ കുത്തനായിരിക്കും, അട്ടകോൺ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ ഇതെന്താണ് നമ്മൾ ചെരിഞ്ഞത്? ഇത് ചെറുതാണ് അല്ലേ, ഇത് ചെറുതാണ്, മട്ടത്തേക്കാൾ ചെറുതും ഇത് മട്ടത്തേക്കാൾ വലുതുമായിരിക്കും. ഇവിടെ ആണെങ്കിൽ ഇത് ചെറുതും ഇത് വലുതും ആയിരിക്കും. അപ്പോൾ രണ്ട് കോണ് മട്ടകോൺ ഇങ്ങനെ ലംബമാണെങ്കിൽ, അതായത് കുത്തനെ ഇങ്ങനെയാണ് വെച്ചാൽ രണ്ട് കോണും എത്രയായിരിക്കും? 90 ആയിരിക്കും. ഇനി ഇങ്ങനെ ചെരിഞ്ഞ വരയാണെങ്കിൽ ഒരു കോൺ മട്ടത്തേക്കാൾ ചെറുതും ഒരു കോൺ മട്ടത്തേക്കാൾ വലുതുമായിരിക്കും. ഇത് ചെറുത് ഇത് വലുത്, ഇവിടെ ഇത് ചെറുത് ഇത് വലുത്. നമ്മൾ വിശ്രമിക്കുന്നതും ചെരിഞ്ഞിരിക്കണം നമ്മൾ പറഞ്ഞത്, അത് ആലോചിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇനി അടുത്തത്, ചെറിയ കോൺ മട്ടത്തേക്കാൾ എത്ര കുറവാണോ വലിയ കോൺ മട്ടത്തേക്കാൾ അത്രയും തന്നെ കൂടുതലാണ്. അതെങ്ങനെ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഇവിടെ ഇതുവരെയും പറഞ്ഞത്, നമുക്ക് ഇവിടെ കുറെ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞേ. ആദ്യത്തില് ചെറിയ കോൺ മട്ടത്തേക്കാൾ എത്ര കുറവാണോ, അതായത് 80 എന്ന് പറഞ്ഞാല് മട്ടത്തേക്കാൾ എത്ര കുറവാണ്? മട്ടം എന്ന് പറഞ്ഞാല് അത് എത്രയാണ്? 90 ആണ് അല്ലേ. ആ 90നേക്കാൾ 10 കുറവാണ് എന്ത്? 80. അപ്പൊ ഇവിടെ ഇവിടെ ഈ 10 കുറവാണെങ്കിൽ അത് ഇവിടെ ഈ 10 കൂടുതലായിരിക്കും. 90ഉം 10ഉം 100 അല്ലേ, മനസ്സിലായോ? ഇനി നമ്മൾ ഇവിടത്തെ പറഞ്ഞാല് ഇവിടെ ഈ കോൺ 45, അതായത് ആ ചെറിയ കോണാണല്ലേ, ആ ചെറിയ കോൺ 45 എന്ന് പറഞ്ഞാല് അത് നമുക്ക് എത്ര? 90നേക്കാൾ 45 കുറവാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 90 കൂടെ ഈ 45 കൂടിയതാവും ഈ 135 എന്നുള്ളത്, മനസ്സിലായോ? നോക്കുമ്പോ ഇപ്പൊ എല്ലാ കേസിലും എന്താണ്? ഇവിടെ നോക്ക്, ഇവിടെ ഈ കോണ് 80 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ. ഈ കോണ് 80 ആണ് തന്നിട്ടുണ്ട്. അപ്പോ അത് എത്രയാണ്? 90നേക്കാൾ 10 കുറവാണ് അല്ലേ 80 എന്ന് പറഞ്ഞാല്. അപ്പൊ ഇവിടെ പറഞ്ഞാൽ 90നേക്കാൾ 10 കൂടുതലായിരിക്കും. അപ്പൊ ഈ രണ്ട് കോണും മട്ടത്തേക്കാൾ എത്ര കുറവാണോ ഒരു കോൺ, അടുത്ത കോണ് മട്ടത്തേക്കാൾ അത്രയും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഇവർ തമ്മില് ഇനി ഈ വരകൾ എങ്ങനെയുള്ള വരകളാണ്, ചെറിയ വരയും വലിയ വരയും എന്താണെങ്കിലും ഈ രണ്ട് വരകളും കൂട്ടുമ്പോൾ, അതായത് ഈ രണ്ട് കോണുകളും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടാൻ ജസ്റ്റ് നോക്കിയാലോ. നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് 80 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, 80. അപ്പൊ ഈ രണ്ട് കോഡും കൂടി കൂട്ടുമ്പോ 100ഉം 80ഉം എത്ര കിട്ടി? നമുക്ക് 180 എന്ന് കിട്ടിയില്ലേ. അപ്പൊ 100ഉം 80ഉം നമുക്ക് കിട്ടി 180 ഡിഗ്രിന്ന് കിട്ടി. ഇനി അടുത്ത കേസിൽ നോക്ക്, ഇവിടെ ഈ കോണ് 45, ഈ കോണ് 135, രണ്ടും കൂടി കൂട്ടുമ്പോ വീണ്ടും എത്ര കിട്ടി? 180 ഡിഗ്രിന്ന് കിട്ടും. ഓക്കെ. അപ്പോ അടുത്ത നോക്ക്, ഇവിടെ 30ഉം ഇവിടെ 150ഉം രണ്ടും കൂടി കൂട്ടുമ്പോ എത്ര വരും? 150. ആഹാ, കൊള്ളാല കളിയില്ലേ. അപ്പൊ ഇവിടെ നോക്ക്, ഇത് 80 ഇത് 100, രണ്ടും കൂടി കൂട്ടുമ്പോ എത്ര കിട്ടും? 180. അപ്പോ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഇനി സുഖമായില്ലേ, ഇനി ഈസി ആയില്ലേ എന്താണ് കോണുകൾ കാണാൻ പറഞ്ഞാല്. അതായത് ഒരു കോൺ ഇങ്ങനെ തന്നു, ഇത് തന്നു, ഇത് 10 എന്ന് പറഞ്ഞാൽ അപ്പൊ എഴുതാലോ. ഇത് രണ്ടും കൂടി കൂടെ 180 വരണ്ടേ, ഇത് 170 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കോൺ ഇങ്ങനെ തന്നു, ഒരു കോൺ ഇങ്ങനെ തന്നു, ഇത് നമുക്കൊരു 40 ഡിഗ്രി പറഞ്ഞു, ഈ കോണ് കാണാൻ പറഞ്ഞാൽ അപ്പൊ നമുക്ക് എഴുതാം 40 കൂടി എത്ര കൂട്ടിയാലാണ് 180 വരിക? അപ്പൊ 140. അപ്പൊ ഇനി നമുക്ക് ഇതുവരെയുള്ള നമുക്ക് മട്ടം വരച്ചിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഒറ്റടിക്കണം നമുക്ക് എഴുതാം. കാരണം രണ്ട് ഇങ്ങനെ തന്നാലും, അതായത് ഇങ്ങനെ തന്നു ഒരു വര, ഇങ്ങനെ തന്നു, ഈ കോണും എത്രയായിരിക്കും? 180 ആയിരിക്കും. ഇനി ഇങ്ങനെ തന്നു, ഇങ്ങനെ ഒരു തന്നു വര, ഇങ്ങനെ തന്നു, ഈ കോണും എത്രയായിരിക്കും? രണ്ടും കൂടി കൂട്ടിയാല് 180 ആയിരിക്കും. ഇനിയിപ്പോ ഇങ്ങനെ വരയ്ക്കാണ്ട് അടുത്തത് ഇങ്ങനെ തന്നു, ഇങ്ങനെ തന്നു, ഈ കോണും എത്രയായിരിക്കും? കൂട്ടിയാൽ 180 വരണം. എങ്ങനെ തന്നാലും രണ്ട് കോണുകളുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ചോദ്യം ചെയ്ത് നോക്കിയാലോ. ചുവടെയുള്ള ചിത്രത്തിൽ ഇടതുവശത്തുള്ള കോൺ എത്ര ഡിഗ്രിയാണ് എന്നാ ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കാണേണ്ടത് കോൺ എന്ന് പറഞ്ഞാല് ഈ കോണാണ് നമുക്ക് കാണേണ്ടത്. അപ്പോ ഈ നോക്ക്, ഇത് 50 തന്നിട്ടുണ്ട്, ഇത് 25 തന്നിട്ടുണ്ട് അല്ലേ. ഈ കോണ് കാണണം. അപ്പൊ നമ്മളിപ്പോ നമുക്ക് മനസ്സിലായി മൊത്തം
മൊത്തം ഇത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. മൊത്തം 180 വരണ്ടേ? വരണം. ഇനി ഇത് 50ഉം ഇത് 25 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂട്ടി നോക്കാം. 50 + 25 കൂട്ടാം. 50ഉം 25ഉം കൂട്ടുമ്പോൾ 5ഉം 5ഉം 2ഉം 7. അപ്പൊ ഇത് മൊത്തം എത്രയായി? 75 ഡിഗ്രി ആയി. ഇനി 75ലൂടെ എത്ര കൂട്ടുമ്പോഴാണ് 180 വരാൻ നോക്കിയാൽ മതി. മനസ്സിലായോ? രണ്ട് രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി ആ രീതി നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ മെത്തഡാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 75ലൂടെ എത്ര കൂട്ടിയാലാ 180 ആവാന്ന് അറിയണം. എന്ത് ചെയ്യാം? ഈ 180 നിന്ന് 75 കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ 0ൽ നിന്ന് 5 പോവോ? ഇല്ല. ഒന്ന് കടം വാങ്ങിക്കാൻ പോയി, കടം കൊടുത്തു, ഇവിടെ 8 ഒന്ന് കൊടുക്കുമ്പോൾ ഇവിടെ 7 ആയി, ഒന്ന് കൊടുത്തു, ഇവിടെ 10 ആയി. 10ൽ നിന്ന് 5 പോകുമ്പോൾ 5, 7ൽ നിന്ന് 7 പോകുമ്പോൾ 0, പിന്നെ ഇവിടെ 1 ഉണ്ട് അല്ലേ? അപ്പൊ ഈ കോൺ എത്ര കിട്ടി? 105 ഡിഗ്രി എന്ന് കിട്ടി. ഒരു രീതി ഇതാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ രീതി നിങ്ങൾക്ക് ഏതാണ് നമ്മൾ ഇതുവരെയും ചെയ്ത ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് എന്ത് ചെയ്യാം? കിട്ടും കേട്ടോ. അതായത് ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ കൂടി ഇങ്ങനെ വരയ്ക്കുകയാണേ. ഇതാ ഈ കോൺ, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കോൺ, ഇത് 25 തന്നിട്ടുണ്ട്, ഇത് 50 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇതുവരെയും ചെയ്ത പോലെ ഞാനൊരു മട്ടം ഇതാ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തു. മട്ടാണ് കേട്ടോ, മട്ടാണ്. അപ്പൊ ഈ കോണ് പറഞ്ഞാൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ആണല്ലോ. അപ്പൊ ഇത് 75ആണ് മൊത്തത്തിൽ അല്ലേ? അപ്പൊ ഈ മൊത്തം ഈ കോണും ഈ കോണും ഈ കോണും കൂടി കൂട്ടിയാൽ ഈ കോണും ഈ കോണും ഈ കോണും ഈ 3 കോണും കൂടി കൂട്ടിയാൽ 90 ഡിഗ്രി വരേണ്ടതാണ്. ഇത് രണ്ടും 75. ഇനി 75 കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 90 ആവുക? 75ലൂടെ ഏതോ ഒരു നമ്പർ കൂട്ടുമ്പോൾ 90 ആവും. അപ്പൊ എന്തായാലും 75 കൂടെ 90 കൂട്ടാണെങ്കിൽ ഈ 90ന്ന് 75 കുറച്ച് വെക്കാൻ മതി കേട്ടോ. 90 - 75 ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ഇങ്ങോട്ട് കടം വാങ്ങിച്ചു, ഇവിടെ 10 ആയി, ഇവിടെ 8 ആയി. 10ൽ നിന്ന് 5 പോകുമ്പോൾ 5, 8ൽ നിന്ന് 7 പോകുമ്പോൾ 1. അപ്പൊ എത്ര കിട്ടി? 15 എന്ന് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് കാണേണ്ടത് ഇത് മട്ടാണ് അല്ലേ? അത് 90ആണ്. കാരണം നമുക്കറിയാം ഇത് ലംബാണ്. ഈ 90 കൂടി ഈ 15 കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? എന്താ ഈ കോണ് കിട്ടും. അതായത് നമ്മളോട് പറഞ്ഞ ഇതാ ഈ കോൺ നമുക്ക് കിട്ടും. അപ്പൊ 90ഉം 15 ഒന്ന് കൂട്ടി നോക്കിയാലോ? 90 + 15, 0, 5, 5, 9, 105. അപ്പോൾ നമുക്ക് 105 കിട്ടും. അപ്പോൾ ഏത് മെത്തേഡ് വേണം നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ മട്ടം വരച്ചിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടിന്റെ തുക 180 എന്നുള്ള റൂൾ വെച്ചിട്ട് ചെയ്യാം. എങ്ങനെ വെച്ചാലും എന്ത് ചെയ്യും? നമുക്ക് ഒരേ ആൻസർ ആണ് കിട്ടുക കേട്ടോ. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്ക്. ചിത്രത്തിലെ വരകൾക്കിടയിലുള്ള കോണിന്റെ അളവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏതാണ് വരകൾക്കിടയിലെ കോണ്? ഈ കോൺ എത്രയെന്നാ, ഈ രണ്ട് നീല വരകൾ കണ്ടോ, അതിന്റെ ഇടയിലുള്ള ഈ കോൺ എത്രയെന്നാ അറിയണം. അതറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കിത് ഈ കോണും ഈ കോണും നമുക്ക് അറിയണം അല്ലേ? അപ്പോൾ ഇവരൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഇതൊക്കെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സ്, നമ്മളെ ഇൻസ്ട്രുമെന്റ് ബോക്സ്, കോമ്പസ് ഒക്കെ ഉള്ള ബോക്സ് അല്ലേ? ആ ബോക്സ് നിങ്ങൾ വാങ്ങിച്ചപ്പോൾ നിങ്ങളുടെ ബോക്സിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതായത് സ്കെയിലും പ്രൊട്രാക്ടറും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? നമുക്കൊന്ന് നോക്കാം. അതായത് ഇതാ ഇവരൊക്കെ നിങ്ങൾക്ക് ബോക്സ് വാങ്ങിച്ചപ്പോൾ നിങ്ങളുടെ സാധനങ്ങളായിരിക്കും അല്ലേ? അപ്പോൾ ഇതില് ഇയാളെ നമുക്ക് നല്ല പരിചയമുണ്ട്. ഇത് എന്താണ്? നമ്മുടെ സ്കെയിലാണ് അല്ലേ? നീളമൊക്കെ അളക്കാൻ. ഇനി ഇതെന്താണ്? ഇതാണ് നമ്മുടെ പ്രൊട്രാക്ടർ. നമ്മൾ കോൺ അളക്കാൻ, അതായത് ഇവിടെ 90, ഇതാണ് 0, 20, 30 അങ്ങനെ കോണുകൾ അളക്കാനാണ് നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിക്കുക. ഇനി ഇവരാണ് നമുക്ക് ആവശ്യമുള്ള രണ്ടുപേരും. ഇവരുടെ എന്താണ്? ഇവരുടെ ഇയാളും ഇയാളും ഇതിനെ സെറ്റ് സ്ക്വയേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ കോണുകൾക്ക് ഇതുണ്ട്. അതായത് ഈ കോൺ എത്ര നേരം? ഈ കോണും 90 ഡിഗ്രി വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇനി രണ്ട് രീതിയിൽ, ഒന്ന് നീളം കൂടിയതും ഒന്ന് നീളം കുറഞ്ഞതും ഉണ്ടാവും അല്ലേ? സെറ്റ് സ്ക്വയർ. അപ്പോൾ അതില് ഈ ചെറിയ കുഞ്ഞൻ സാധനം കണ്ടോ, അതിന്റെ ഈ കോണും എത്രയായിരിക്കും എന്നറിയോ? 45ഉം 45ഉം ആയിരിക്കും. മനസ്സിലായോ? ഇനി നമുക്ക് വലുതിക്ക് പോകുമ്പോൾ ഒരു കോൺ എത്രയാണ്? ഒരു കോണ് 90 ആണ്. ഇനി ഈ കോൺ എന്ന് പറഞ്ഞാൽ ഈ കോണ് 60ഉം ആണ്. ഈ കോൺ എന്ന് പറഞ്ഞാൽ 30ഉം ആണ്. ഇത് എന്ത് ചെയ്യണം? ഇത് നിങ്ങൾക്ക് നിങ്ങളെ സെറ്റ് സ്ക്വയർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നേരെ നമുക്ക് നമ്മളെ ബുക്കിലോട്ട് വരാം. അപ്പോൾ ആ രണ്ട് സാധനങ്ങൾ ഇതൊക്കെ, ഇത് വലുതും ഇത് ചെറുതും അല്ലേ? അപ്പോൾ ഇവിടെ ഇത് മട്ടകോണാണ്, ഇതും മട്ടകോണാണ്, 90 ഡിഗ്രി വെച്ചിട്ടാണ്. ഇനി ഈ കുഞ്ഞൻ സാധനത്തിന്റെ ഇവിടെയും 45 ആണ്, ഇവിടെയും 45 ആണ്. ഓക്കെ. ഇനി ഈ സാധനത്തിന്റെ ഒന്ന് 30ഉം ആണ്, ഒന്ന് 45ഉം ആണ് അല്ലേ? അല്ല സോറി, ഒന്ന് 60ഉം ആണ്. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? ആണ്. അപ്പോ ഈ ഒരു കോണ് 60ഉം ആണ്. ഈ കുഞ്ഞ്, അതായത് വലുതാണോ ചെറുതാണോ? ചെറുതാണ് ഇത് 30, വലുതാണ് ഇത് 60. ഇങ്ങനെ ആയിരിക്കും. ഇനി സുഖായില്ലേ? ഇനി നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ വരച്ചെടുക്കാം. ഇങ്ങനെയാണ് നമ്മളെ കോണുകള്. ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, സെക്കൻഡ്. ഇങ്ങനെയാണ് നമ്മളെ കോണുകള്. ഈ കോണ് 45 എന്ന് കിട്ടിയിട്ടുണ്ട്, ഈ കോണ് 60 എന്ന് കിട്ടുന്നുണ്ട്. ഈ കോണ് എത്രയെന്ന് കാണണം.
എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. നമുക്കറിയാം രണ്ട് വരകൾക്കിടയിലുള്ള കോണ് എത്രയായിരിക്കും? 180 ആയിരിക്കും അല്ലേ? അപ്പോൾ രണ്ട് രീതിയിൽ ഇതും തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു എന്ത് വരച്ചു കൊടുക്കാം, ഇതാ ഇങ്ങനെ ഒരു മട്ടം, അതായത് ലംബം വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ മൊത്തം കോൺ എത്രയായിരിക്കും? 90 ആയില്ലേ? അതിൽ ഈ ഒരു കോണ്, ഇത് നമുക്ക് തന്ന കോണ്, ഇത് മൊത്തം, അതായത് നമുക്ക് ഇങ്ങനെ ലംബം വരയ്ക്കുകയാണെങ്കിൽ ഈ മൊത്തം കോണ് 90 ആയി. ഇത് 45 ആയി. അപ്പൊ ഇത് എത്രയായിരിക്കും? 45ലൂടെ ഏതോ ഒരു കോണ് കൂട്ടിയപ്പോൾ 90 ആയില്ലേ? അപ്പോ 45ലൂടെ എത്ര കൂട്ടിയാൽ 90? 45. അപ്പൊ ഈ കോണ് 45 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കിട്ടി കേട്ടോ. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇപ്പുറത്ത് ഞാൻ കളർ മാറ്റി കാണിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇത് മൊത്തം എത്രയാണ്? ലംബമാണ്. ഇതാ ഇത് മൊത്തം എത്രയാണ്? 90 നമുക്കറിയാം. ഓക്കെ, ഇനി ഇതിൽ ഇത്രയും 60 അല്ലേ? അപ്പോൾ ഈ കോണ്, ഇതാ ഈ കോണ് കാണാൻ എന്ത് ചെയ്യുക? 60ന്റെ കൂടെ ഏതോ ഒരു കോണ് കൂട്ടിയപ്പോൾ 90 വന്നു. അത് ഏത് കോണാ? 60ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 90 ആവുക? 30 അല്ലേ? അപ്പൊ നമുക്ക് ഇവിടുത്തെ എന്ത് കിട്ടി? 30 എന്ന് കിട്ടി. അപ്പോൾ ദാ പണി കഴിഞ്ഞു. നമുക്ക് വേണ്ട ആള് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എവിടെയാണ് കണ്ടുപിടിച്ചത്? ഇതാ ഈ കോണ് മൊത്തം എന്ന് പറഞ്ഞാല് ഈ കോണും കൂടി കൂട്ടിയതല്ലേ? അപ്പൊ 45 35 കൂട്ടിയതല്ലേ ഈ കോണ്? അപ്പൊ 45 പ്ലസ് 30 പറഞ്ഞാൽ എത്ര കിട്ടി? 75 എന്ന് കിട്ടി. അപ്പൊ എന്ത് വന്നു? ഇത് മൊത്തം നമുക്ക് എത്ര കിട്ടി? ഇതാ ഇത് മൊത്തം 75 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഡൗട്ട് അടിക്കരുത്, സംഭവം സിമ്പിൾ ആണ്. ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ലംബം വരയ്ക്കുക, ലംബത്തിലേക്ക് ഇവിടെ നിന്ന് എത്ര വേണം നോക്കാം, ഇവിടെ നിന്ന് എത്ര വേണം നോക്കാം, രണ്ടും കൂടി കൂട്ടി. ഓക്കെ, ഇനി അതിൽ അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം. ചുവടെയുള്ള ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന 3 കോണുകളിൽ ഇടതും വലതും കോണുകൾക്ക് ഒരേ അളവാണ്. ഓരോന്നും എത്ര ഡിഗ്രിയാണ് എന്ന് ചോദിക്കുന്നത്. അതായത് ഈ കോണും ഒന്നാണ്. അതായത് ഇത്രയാണോ അതാണ് ഇതും. ഇത് 20 ആണെങ്കിൽ ഇതും 20 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇനി അഥവാ ഇത് ഇത് 40 ആണെങ്കിൽ ഇതും 40 ആയിരിക്കും. അതാണ് പറഞ്ഞത്. അതായത് ഒരു കോണ്, ഈ രണ്ട് കോണും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോണുകളുടെ അളവ് എത്രയെന്നാ ചോദ്യം. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, എപ്പോഴും മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഇതൊരു ലൈന്, ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വന്നോ ഇങ്ങനെ ലൈന് വന്നാലും മൊത്തത്തിൽ നോക്ക്, ഈ ഒരു റാ പോലെ നമ്മളെ പ്രൊട്രാക്ടർ ഷേപ്പില്ലേ, പ്രൊട്രാക്ടർ ഇങ്ങനെയാണ് അല്ലേ? അത് മൊത്തം എത്രയാണ്? 180, 0 തുടങ്ങി 180 വരെ ഉണ്ടായിരിക്കും. അതായത് ഇവിടെ നോക്ക്, മൊത്തം ഇങ്ങനെ, ഇത് റാ പോലെ, നമ്മൾ മലയാളത്തിൽ റാ ഇതില്ലേ, ഇതിന്റെ ഇടയിലുള്ള കോൺ എത്ര വെച്ചാൽ 180 ആണ്. അതായത് ഇങ്ങനെ വര വരച്ച് ഇതിന്റെ ഇടയിൽ എത്ര കൊണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരു വര വരച്ച് ഇങ്ങനെ കോണ് തൊക്കപ്പാട് കൂട്ടി എത്ര വരും? 180 വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ കേസിൽ ഈ രണ്ട് കോണും എന്താണ്? തുല്യാണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുല്യം എന്ന് പറയാൻ നമുക്ക് അറിയില്ല എത്രയും. അറിയാത്ത കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാം. അതായത് ഇവിടെ എക്സ് എന്നാക്കി എടുത്തു. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആവണം. എക്സ് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത വില നമ്മൾ എക്സ് ആക്കി എടുക്കുക. ചിലപ്പോൾ 2 ആവും, ചിലപ്പോൾ 10 ആവും, ചിലപ്പോൾ 20 ആവും, ചിലപ്പോൾ 40 ആവും, ചിലപ്പോൾ 100 ആവും, ഇത്രയും ആവാം. പക്ഷേ എന്താവണം? ഇതും തുല്യമാവണം. അതാണ് റൂള്. ഇനി ഈ 3 കോണുകൾ കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? ചോദ്യം നോക്കാം. ചുവടെയുള്ള ചിത്രങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന 3 കോണുകളിൽ ഇടതും വലതും കോണുകൾക്ക് ഒരേ അളവാണ്. ഓരോന്നും എത്ര ഡിഗ്രിയാണ്? നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ കോണും തുല്യാണ്. അതായത് ഇത് 10 ആണെങ്കിൽ ഇതും 10 ആയിരിക്കും. ഇത് 20 ആണോ എന്നാൽ ഇത് 20 ആയിരിക്കും. ഇത് 100 ആണോ ഇത് 100 ആയിരിക്കും. അങ്ങനെ ഒരേ അളവാണ്. എത്ര നമുക്ക് അറിയില്ല, എത്ര നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നമ്മൾ ഒരു വര ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ എത്ര കുറേ എത്ര വര ഉണ്ടെങ്കിൽ കുഴപ്പമില്ല,
മൊത്തം ഈ കോൺ എന്ന് പറഞ്ഞത് എപ്പോഴും എത്ര ആയിരിക്കും? 180 ആയിരിക്കും. അതായത് നമ്മുടെ പ്രൊട്രാക്ടറിന്റെ ഷേപ്പ് എന്താണ്? ഇങ്ങനെയല്ലേ പ്രൊട്രാക്ടറിന്റെ ഷേപ്പ്? 0 തുടങ്ങി ഇങ്ങനെ പോയി 180 വരണ്ടായിരിക്കും അല്ലേ? അതേ ഇവിടെ നിന്ന് 0 തുടങ്ങി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 180 വരണ്ടായിരിക്കും. അപ്പോൾ ഒരു റാ പോലെ, മലയാളത്തിലെ റാ അക്ഷരല്ലേ, റാ പോലെ വരുമ്പോൾ എപ്പോഴും ഇപ്പൊ ഒരു റാ ഇങ്ങനെ വരച്ചതിൻ്റെ കോൺ എത്ര ചോദിച്ചാൽ എത്ര ആയിരിക്കും? ഇവിടെ കോണ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ മൊത്തം ഇത്രയാണ് കോണ്, ഇതിന്റെ ഇടയിലുള്ള കോൺ എത്രയാണ്? മൊത്തത്തിൽ കൂട്ടുമ്പോൾ 180 വരണം. അപ്പോൾ ഒരു കോൺ നമുക്ക് 30 അറിയാം, ഈ കോൺ നമുക്ക് അറിയില്ല, ഇവർ തുല്യാണെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അറിയാത്ത കാര്യത്തിന് ഞാൻ എന്ത് ചെയ്തെന്നറിയോ? അറിയാത്ത കാര്യം നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അറിയാത്ത കാര്യം ഞാൻ ഇതിനെ എക്സ് എന്നാക്കി എടുത്തു. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആവില്ലേ? കാരണം രണ്ടും തുല്യാൻ തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. ഇനി ഈ 3 കോണും കൂടി കൂട്ടുമ്പോൾ, അതായത് ഈ എക്സും ഈ 30ഉം ഈ എക്സും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. അപ്പോൾ എക്സും കൂട്ടിയ 2x ആയി, പ്ലസ് 30 എന്ന് പറഞ്ഞാൽ 180 ആയി. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം, 30ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 180 വരിക? അതാദ്യം ആലോചിക്കാം. 30ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 180 വരിക? ജസ്റ്റ് ആലോചിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? മുതലേ 180 30 കുറച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ 30 കൂടെ ഇങ്ങനെ ആലോചിക്കാം. 30ലൂടെ ഒന്നുകിൽ നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ ആലോചിക്കാം. 30ലൂടെ 100 കൂട്ടിയാല് 130 വരും. അപ്പൊ 100 പോരാ, പിന്നെ കുറച്ചും കൂടി കൂടാം. അപ്പൊ 110 കൂട്ടി വെക്കാം. അപ്പൊ എത്ര വന്നു? 110 കൂട്ടിയാൽ 140 വന്നു. അങ്ങനെ കൂട്ടിയിട്ട് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 രീതി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ രീതി അത്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? ഈ 180ൽ നിന്നും ഈ 30 അങ്ങ് കുറയ്ക്കാം. അപ്പൊ എത്ര കിട്ടി? 0 0 0, 8 3 പോയ 5, പിന്നെ 1 ഉണ്ട് അല്ലേ? അപ്പൊ 150 കിട്ടി. അപ്പോ 30ലൂടെ 150 കൂട്ടുമ്പോഴാണ് എത്ര വരിക? 180 ഡിഗ്രി വരിക. അപ്പോൾ ഓടിക്കയറി ഇവിടെ 150 എഴുതാൻ പറ്റുമോ? 150 കിട്ടി 150 എഴുതാൻ പറ്റുമോ? ഇല്ല. ഈ എക്സും ഈ രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് 150 വരിക. എന്നാൽ ഇതും കൂട്ടി 180, അത് കൂടി 30ഉം കൂട്ടുമ്പോൾ 180 മൊത്തം വന്നു. അപ്പൊ നമ്മൾ ഇവർ രണ്ടും എന്ത് ചെയ്യുക? 150 കിട്ടിയാൽ അതിന്റെ പകുതി ആയിരിക്കും ഇതും കൂടി. 2 കോണുകളെ, 2 ആൾക്കാര് എന്താണ്, ഇയാളും ഒരേ തുല്യാണ്. അവർ രണ്ടുപേരും കൂട്ടിയാൽ എത്ര കിട്ടി? 180 കിട്ടി. അപ്പോൾ ഒരാളെ കാണാൻ എന്ത് ചെയ്യുക? ആ 150 2 കൊണ്ട് ഹരിക്കുക. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ 2 നമ്പർ ഒരേ നമ്പർ കേട്ടോ. ഇവിടെ ഒരു നമ്പർ, ഈ നമ്പർ, രണ്ടും ഒരേ നമ്പറാണ്. രണ്ടും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 40 എന്ന് കിട്ടി. അപ്പോൾ ഇതൊന്ന് ചെയ്യാൻ നമുക്ക് കാണണം. അതായത് ഇതൊന്ന് ഏതൊക്കെ കൂട്ടിയാലാണ് 40 കിട്ടുക? അതായത് നമുക്ക് മൈൻഡിൽ തന്നെ അറിയാം, 20ഉം ആണ് 40 അല്ലേ? ആണല്ലോ. ആ 20 നമുക്ക് എങ്ങനെ കിട്ടിയത്? ഈ കൂട്ടി കിട്ടുന്ന 40നെ 2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് 20 കിട്ടുക. മനസ്സിലായോ? ഇതേപോലെ നമുക്ക് ഏതുവാണെങ്കിലും, അതായത് 2 നമ്പർ, ഇപ്പൊ നമുക്ക് വേറെ 2 നമ്പർ എടുത്തു കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ 100 എന്ന് എടുത്തു. 2 നമ്പർ, ഒരേ 2 നമ്പർ, 2 സംഖ്യകൾ, ഒരേ 2 സംഖ്യകൾ, തുല്യമായ 2 സംഖ്യകൾ കൂട്ടിയപ്പോൾ 100 എന്ന് കിട്ടി. അപ്പോൾ ഓരോന്ന് എത്രയായിരിക്കും? 100നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 50 കിട്ടും. അപ്പോൾ 50ഉം കൂട്ടിയാലാണ് 100 കിട്ടുക. അതേ റൂൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. 2 ഒരേ നമ്പർ, ആ 2 നമ്പറും കൂടി കൂട്ടുമ്പോൾ 150 വന്നു. അപ്പോൾ ഓരോ നമ്പർ എങ്ങനെ കാണാം? അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഈ 150നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടും. അപ്പോൾ 150നെ 2 കൊണ്ടൊന്ന് ഹരിച്ചു വെക്കണം. ഇവിടെ ചെയ്യാം അല്ലേ? 150 ഹരണം 2. ഒന്നിൽ പോലെ 15ൽ 2 7 തവണ, 2 × 7 14. 15ന്ന് 4 പോകുമ്പോൾ 14 പോകുമ്പോൾ 1 കിട്ടി. ഈ 0 തിരക്കിട്ടു. 10, 10ൽ 2 5 തവണ, 2 × 5 10. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 75 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇത് എത്ര കിട്ടി? 75. അപ്പൊ ഓരോ കോണും ഇവിടെ എത്രയായിരിക്കും? ഈ എക്സ് എന്ന് പറയുന്നത് ഓരോ കോണും എത്രയായിരിക്കും? ഇവിടെയും 75 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെയും 75 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം നോക്ക്. 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിന്റെ 2 മടങ്ങാണ്. കോണുകളുടെ അളവ് എന്താണ്? അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. നമുക്ക് ഇതാണ് നമ്മൾ ഇവിടെ വരയ്ക്കുമ്പോൾ 2 വരകൾ കൂട്ടിമുട്ടാണ്. അപ്പോൾ അതാ ഇങ്ങനെ ഒരു കോൺ ഉണ്ടായി, ഇതങ്ങനെ ഉണ്ടായി. അപ്പൊ നമുക്ക് 2 കോണുകൾ കിട്ടും അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നോക്ക്, എന്താ പറഞ്ഞത് നോക്ക്. ക്വസ്റ്റ്യനില് ഒരു കോൺ മറ്റേ കോണിന്റെ 2 മടങ്ങാണ്. ഒരു കോൺ മറ്റേ കോണിന്റെ 2 മടങ്ങാണെന്ന് പറഞ്ഞാല്, അതായത് ഇതിന്റെ 2 മടങ്ങാണ് ഇത് എന്ന്. അതായത് ഇത് ഇപ്പോൾ ഇത് 20 ആണെങ്കിൽ 2 മടങ്ങാണ്. ഇത് 20 × 2 ആയിരിക്കും. ഇത് 40 ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഇനിയിപ്പോ അങ്ങനെയല്ല, ഇത് 40 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 40 2 മടങ്ങാണ് × 2. ഇത് 40 × 2 ആയിരിക്കും.
മനസ്സിലായോ? അപ്പോ ഇത് എക്സ് ആണെങ്കിൽ ഞാൻ പറയാ, ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് എക്സ് ഇൻറ്റു 2 ആവൂലേ? എന്നാലല്ലേ 2 മടങ്ങ് പറഞ്ഞാല്. അപ്പോ ഇത് എക്സും ഇത് എക്സ് ഇൻറ്റു 2. എക്സ് ഇൻറ്റു 2 നമുക്ക് എങ്ങനെ എഴുതാം? 2x എന്ന് എഴുതാം. എക്സ് ഇൻറ്റു 2 2 ഇൻറ്റു എക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരണം? ഈ രണ്ട് കോണുകളും കൂട്ടുമ്പോൾ നമുക്ക് എത്ര വേണം? അതായത് ഈ എക്സ് എന്നുള്ള കോണും ഈ 2x എന്നുള്ള കോണും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി വരണ്ടേ? മൊത്തം റാന്ന് പോലെ വരണമെങ്കിൽ 180 വരണ്ടേ? അപ്പൊ ഈ രണ്ട് കോണുകളും കൂട്ടുമ്പോൾ നമുക്ക് 180 വരണം. ഇനി ഈ എക്സും ഒരു 2x ഉണ്ട്, ഒരു എക്സും ഉണ്ട്. രണ്ടും കൂടി കൂട്ടുമ്പോൾ 3x ആയി. 3x എന്ന് പറഞ്ഞാൽ എത്രയായി? 180 ആയി. ഈ മൊത്തത്തിൽ കൂട്ടുമ്പോൾ എത്രയും? മൊത്തം ഈ കോണുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി എന്നായി. ഇനി നമുക്ക് അറിയേണ്ടത് ഈ എക്സ് എത്രയെന്ന്, അതായത് ഇത് എത്രയെന്ന് അറിയണം, ഇത് എത്രയെന്ന് അറിയണം. അത് നമ്മൾ എന്താ ചെയ്യാന്നറിയോ? അതിന് ഈ 180നെ 3 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പൊ 180നെ 3 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പൊ എന്ത് വന്നു? 18ല് 3 6 തവണ 3 6 18. 18 എന്ന് 18 0, പിന്നെ ഈ 0 താഴേക്ക് ഇറക്കിട്ടോ. അപ്പൊ 0 എവിടേക്ക് പോയി? 0. അപ്പൊ 60 എന്ന് കിട്ടി. അപ്പൊ ഇത് 60 കിട്ടി, ഇത് 60ന്റെ 2 120 കിട്ടി. പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ മനസ്സിലാവാത്തവർക്ക് വേറൊരു മെത്തേഡിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് മനസ്സിലാവർക്ക് ഈ മെത്തേഡ് ചെയ്യാം. ഇനി ഒട്ടും മനസ്സിലായില്ല എന്നുള്ളവർക്ക് ഒന്നും കൂടി പറഞ്ഞുതരാണ്. അതായത് ഇതാണ് നമ്മളെ വര, ഇതൊരു വര, ഇതൊരു വര. ഈ കോണിന്റെ ഇരട്ടിയാണ് ഈ കോണ്. അത് മനസ്സിലായല്ലോ? അപ്പൊ ഈ മൈൻഡിൽ കണക്ക് ഇങ്ങനെ കൂട്ടി നോക്കാം. ഒന്ന് എന്തായാലും 90നേക്കാൾ ചെറുതായിരിക്കും. കാരണം ഇത് നോക്കുക, ഇത് ചെരിഞ്ഞ കോണും ഇത് വലുത് കോണാണ് അല്ലേ? ഇത് 90നേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ 90 ചെറുത് ഇങ്ങനെ എടുത്താ. അപ്പൊ എടുക്കുമ്പോ ഒന്ന് 20 എടുത്തു. 20ന്റെ ഇരട്ടി ഇവിടെ 40 ആയിരിക്കും. രണ്ടും കൂടി കൂട്ടി വെക്കുക. 180 വരുമോ? നമുക്ക് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 വരണം. അപ്പോൾ 20ഉം 40ഉം എന്താണ്? 180 വരില്ല. ഇനി അടുത്തത്, ഇത് 90നേക്കാൾ കുറവ് എടുക്കണം. ഇത് 30 എടുത്തു. അത് 30ന്റെ ഇരട്ടി ഇവിടെ 60 എടുത്തു. 60 30 180 വരുമോ? ഇല്ല. അപ്പൊ ഇതും പറ്റില്ല എന്ന് മനസ്സിലായി. ഇനി അടുത്തത് നമുക്ക് തോന്നിയത് ഇങ്ങനെ ഏകദേശം തോന്നണം ഇങ്ങനെ എടുക്കാം. ഞാൻ ഒരു 50 എടുത്തു. 50ന്റെ ഇരട്ടി 100ആണ്. 100 50 150 വരുമോ? 180 വരുമില്ല. 150 വരുള്ളൂ. 180 വരില്ല. അപ്പൊ ഇതല്ല. അപ്പൊ ഇതിനൊക്കെ കുറച്ചും കൂടി വലുതെടുത്തു. അപ്പൊ അടുത്ത 60 എടുത്ത് നോക്കി. 60ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 60 + 60 120. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 വന്നു. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ അതായത് ചിന്തിച്ചിട്ടും ചെയ്യാം. ഇതേപോലെ എക്സ് ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നവർക്ക് ചിലവർക്ക് ഇതൊക്കെ ഇപ്പൊ എന്താ എക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചും കൂടി വലുതായാലും എക്സും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ശരിക്കും ചെയ്യാൻ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ? അപ്പൊ ഇങ്ങനെ വിചാരിക്കാം. അതായത് ഇങ്ങനെ ആലോചിക്കുക, ഇരട്ടിയാണ്. അപ്പൊ കുറച്ച് എന്തായാലും 90നേക്കാളും ചെറുതായിരിക്കണം. ഇത്രയെന്ന് പറഞ്ഞാൽ 90ആണ്. അതിനേക്കാൾ ചെറുതാണ് ഇവിടത്തെ കോണുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പോൾ 90നേക്കാൾ ചെറിയ കുറച്ച് കോണുകൾ ഇപ്പൊ നമ്മൾ 40 എന്ന് എടുത്തപ്പോ 40 ഇവിടെ 40 എടുത്താൽ ഇവിടെ അത് 80 ആവും. അപ്പൊ 80ഉം 40ഉം 120 ഉള്ളൂ. നമുക്ക് എവിടേക്ക് എത്തണം? 180 ആണ്. അപ്പൊ 40നേക്കാളും കുറച്ചും കൂടി വലിയ നമ്പർ എടുത്തു. അപ്പൊ 50 ആയപ്പോൾ 150 ആയി. അപ്പോഴും ഒന്നുകൂടി വലുതാക്കണം. അപ്പൊ നമുക്ക് 60 എടുക്കുമ്പോൾ 120ഉം 60ഉം നമുക്ക് എന്ത് മനസ്സിലായി? അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 വരേണ്ടത് മനസ്സിലായി. ഇവിടെ നോക്ക്, ഇവിടെ ഇതാ ഒരു വര, ഇവിടെ ഒരു വര. ഈ രണ്ട് വരയും കൂട്ടുമുട്ടിയിട്ട് അതിന്റെ ഇടയിലുള്ള ഓരോ കോണുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതായത് ഈ കോൺ നമുക്ക് 70 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് കണ്ടൂടെ? ഇത് കാണാൻ നമ്മൾ എന്താ ചെയ്യാ? മൊത്തം ഇങ്ങനെ റാ പോലെ വരുമ്പോ അത് എത്ര വരിക? 180 വരും അല്ലേ? അതിൽ നിന്നും ഈ 70 അങ്ങോട്ട് കുറച്ചാല് എത്ര വരും? 110 വരും. അപ്പൊ ഈ കോൺ എത്ര വന്നു? ഈ കോൺ നമുക്ക് 110 ഡിഗ്രി എന്ന് വന്നു അല്ലെ? എന്നാലല്ലേ 110ഉം 70ഉം 180 ആവുക. അപ്പോ ഇതാ ഇവിടെ 110 തന്നിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ വരനെ നമുക്ക് ഈ താഴേക്ക് നീട്ടി, അതായത് നമ്മൾ ആദ്യം ഇങ്ങനെ വരച്ച ഒരു വര ഇങ്ങനെ വരച്ചു. ഇനി എന്ത് ചെയ്തു? ഈ മുകളിൽ വരല്ലേ അതിനെ താഴേക്ക് പിടിച്ച് ഇങ്ങനെ താഴേക്ക് നീട്ടി. അപ്പോൾ ഇവിടെ ഉള്ള കോണ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 70 ഡിഗ്രി എന്നും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഉള്ള കോൺ എത്ര കിട്ടിയിട്ടുണ്ട്? 110 ഡിഗ്രി നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. അല്ലേ? നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ രണ്ട് കോണുകൾ നമുക്ക് കാണണം. അതായത് ഒന്ന് കളർ മാറ്റിയിട്ട് കാണിച്ചു തരാം. നമുക്ക് ഈ കോണും കാണണം, ഈ കോണും കാണണം. അപ്പൊ എന്താ ചെയ്യാ? അതിന് നമ്മുടെ കയ്യിൽ വഴിയുണ്ട്. എന്താണ്? നമ്മളിങ്ങനെ നോക്കുമ്പോ അല്ലേ നമുക്ക് ഈ ആളുടെ മാത്രം വരയ്ക്കട്ടോ. ഇങ്ങനെ, അതായത് ഈ ആളും ഈ വരയും ഈ വര ഇത്രയ്ക്ക് മാത്രം നോക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ അത് മാത്രം വരച്ചു. ഇതിന് ഇങ്ങോട്ട് ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ. ഈ കോൺ നമുക്ക് 70 ഡിഗ്രി ആണ്. ഇവിടേക്ക് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഇവിടെ കോണും ഉണ്ട്. 70 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോ ഈ കോണ് കാണാൻ എന്താ ചെയ്യാ? മൊത്തം, അതായത് ഒരു കാര്യം ആലോചിച്ച് വെക്കണം. അതായത് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ആണെങ്കിലും അത് റാന്ന് ആലോചിക്കുക കേട്ടോ. അത് അങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് മെത്തേഡ് എന്താണ്? ഒരു റാ. ഇങ്ങനെ റാ എന്ന് പറയുന്നത് പ്രൊട്രാക്ടർ ഇല്ലേ? പ്രൊട്രാക്ടറിന്റെ അതേ ഷേപ്പ്. അതിന്റെ മൊത്തം ആംഗിൾ എത്രയായിരിക്കും?
180 ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ മൊത്തം ഇങ്ങനെ റാ പോലെ വരുന്നില്ലേ. അപ്പൊ മൊത്തം ഇവിടെ കോണളവ് എത്ര ആവണം? 180 ആവണം. ഈ കോൺ എത്ര തന്നിട്ടുണ്ട്? 70 തന്നിട്ടുണ്ട്. അപ്പൊ ഈ കോൺ എത്ര ആയിരിക്കും? 110 ആയിരിക്കും. എന്നാലല്ലേ രണ്ടും കൂടി കൂട്ടിയിട്ട് 180 വരിക. അപ്പൊ നമുക്ക് ഇതാ ഈ കോണ് എത്ര കിട്ടി? 110 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ. നോക്കിയത് എങ്ങനെയല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ കോണ് കാണണം. അതിന് നമ്മുടെ കയ്യിൽ വഴിയുണ്ട്. എന്ത് ചെയ്യാ? നമുക്ക് ഇതാ ഈ വര എങ്ങനെ ഇട്ടു? ഇവിടേക്കല്ല എങ്ങനെ ഇട്ടോ? ഈ കോണ് നമുക്ക് 110 ഡിഗ്രി. ഈ കോൺ ഇട്ടോ, ഇതാ ഇവിടേക്ക് ഉള്ളത്. ഈ കോണ് നമ്മുടെ കയ്യിൽ 110 ഉണ്ട്. ഈ കോണ് കാണണം. അപ്പൊ നോക്ക്, മൊത്തം റാ പോലെ ആക്കുക. ഇതാ റാ പോലെ ആയി. അപ്പൊ 110 ഇവിടെയാണ്, ഇവിടെ 70 ആവില്ലേ. അപ്പൊ ഇവിടെ 70 കിട്ടി. അപ്പൊ നമുക്ക് ഇതാ ഈ കോണില് ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇതാ ഇതും 110 കിട്ടി, ഇത് 70 കിട്ടി. അപ്പൊ നമുക്ക് നോക്ക് 4 കോണുകളും കൂടി കിട്ടി അല്ലേ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള ബന്ധം കാണുമ്പോഴേ മനസ്സിലാവൂലേ. 110 70, 110 70, എന്തോ ഒരു ബന്ധം ഉണ്ട് ഇവർ തമ്മിലല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഇനിതാ ഒന്നും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ തന്നിരിക്കണം കേട്ടോ. അപ്പൊ 110 70, 110 70 കിട്ടി. ഇനി ഇവിടെ ഇതേപോലെ ഈ ചിത്രത്തിലെ മറ്റു 3 കോണുകൾ നമുക്ക് നമ്മളോട് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് ഒന്ന് കണക്കാക്കി നോക്കാം. അപ്പൊ നോക്ക്, ഈ കോണ് 50 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോ ഇവിടെ നമ്മൾ റാ പോലെ എടുക്കണം എന്നുണ്ടെങ്കിൽ നോക്ക്, ഇതിനെ ഞാനിതാ ഇങ്ങനെ റാ പോലെ എടുത്തു. അപ്പൊ നോക്ക്, ഈ 50ന്റെ കൂടെ ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ വരും. ഇത് ഇവിടെ 50 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ 50ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 180 വരിക നോക്കണം. അത് നോക്കാൻ എന്താ ചെയ്യാ? 180ൽ നിന്നും 50 അങ്ങ് കുറയ്ക്കാം. 0 0 0, 8 5 9 3, പിന്നെ 1 ഉണ്ടല്ലേ. അപ്പൊ 130 എന്ന് കിട്ടി. അപ്പൊ ഇവിടത്തെ എത്ര കിട്ടി? 130 കിട്ടി. ഇനി നമുക്ക് ഇവിടെയും എത്രയും നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പൊ ഞാൻ ഇനി അടുത്തത് നോക്കാം കേട്ടോ. അതായത് ഇനി അടുത്ത റാ ഞാനിതാ ഈ ഒരു റാന്ന് എടുത്തു. കളർ മനസ്സിലാവണില്ലേ? ഞാനൊന്ന് നോക്കണം. നോക്ക്, ഈ റാ എടുത്തു. ഈ നീല റാ. അപ്പോൾ ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്നു. ഈ കോണ് 50 ഡിഗ്രി ആണ്. അപ്പൊ ഈ കോൺ എത്ര ആയിരിക്കും? ഈ കോണ് മൊത്തം റാ പോലെ വരുമ്പോൾ 180 വേണം. ഇത് 50 ആണ്. 50 കൂടി 130 കൂട്ടിയാലാണ് എത്ര വരിക? 180 വരിക. അപ്പൊ ഈ കോൺ എത്ര കിട്ടി? 130 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ്? ഈ കോണ് വേണം. അത് നമ്മൾ എന്ത് ചെയ്യാം? അതിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു റാന്ന് എടുക്കാം. നോക്കാം, ഈ പച്ച കളറിൽ. അതായത് ഇങ്ങനെ ഉണ്ട്. ഇവിടെ 130 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ എന്തായിരിക്കും? 130 കൂടെ 50 കൂട്ടിയാലല്ലേ 180 ആവാ. അപ്പൊ ഇവിടെ 50 എന്ന് വന്നു. അപ്പൊ നമുക്ക് നോക്ക് 4 കോണുകളും കിട്ടിയില്ലേ. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താ ഇവർ തമ്മിലുള്ള ബന്ധം എന്നല്ലേ. കാണുമ്പോഴേ നമുക്ക് നമ്മുടെ കണക്ക് പെട്ടെന്ന് മനസ്സിലാവും. 130 130 50 50, എന്തോ ഒരു ബന്ധം ഉണ്ട് അവരില്ലേ. അപ്പോ നമുക്ക് ബന്ധം പറയാം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ 2 വരകൾ മുറിച്ചു കടക്കുന്ന ചില ചിത്രങ്ങളാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുണ്ടാകുന്ന 4 കോണുകളിൽ ഒരെണ്ണത്തിന്റെ അളവ് ചിത്രത്തിലുണ്ട്. മറ്റു 3 കോണുകൾ കണ്ടുപിടിച്ച് അടയാളപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇവിടെ 45 തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ റാന്ന് പോലെ എടുത്തു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ കോണ് ഞാൻ മാത്രം വരയ്ക്കുകയാണ്. ഇത് 45 എന്ന് കിട്ടി. അപ്പൊ ഈ കോണ് കാണണമെങ്കിൽ മൊത്തം 180 ആണ്. 180 ഈ 45 കുറച്ചാൽ ഇവിടെ ഉള്ളത് കിട്ടും അല്ലേ. അപ്പൊ നമുക്കൊന്ന് കുറച്ച് നോക്കാം. 180 മൈനസ് 45. അപ്പൊ ഇവിടെ 0.5 പോവില്ല. ഇവിടെ ഒന്നും ഇങ്ങോട്ട് വാങ്ങിച്ചു. അപ്പൊ ഇവിടെ 7 ആയി, ഇവിടെ 10 ആയി അല്ലേ. 10 പോകുമ്പോ 5, 7 4 പോകുമ്പോ 3, പിന്നെ 1 അല്ലേ. അപ്പൊ 135 എന്ന് കിട്ടി. ഇവിടുത്തെ എത്ര കിട്ടി? 135 എന്ന് കിട്ടി. അപ്പോ ഈ കോണ് 135 ഡിഗ്രി കിട്ടി. ഇനി അടുത്ത കോണ് നമുക്ക് കാണാം. അടുത്ത കോണ് കാണാൻ ഞാനിതാ ഇങ്ങനെ ഈ റാന്ന് എടുക്കാം കേട്ടോ. അപ്പൊ ആ കോണ് മാത്രം വരച്ച് കാണിച്ചിട്ട് ഇങ്ങനെ ഉണ്ട്. സെക്കൻഡ്. ഇങ്ങനെയാണ് ഈ കോണ് നമുക്ക് 45 ഡിഗ്രി വന്നിട്ടുണ്ട്. ഈ കോണാണ് കണ്ടത്. മൊത്തത്തിൽ എത്രയാണ് കൂട്ടിയാ വരേണ്ടത്? മൊത്തം കൂട്ടിയാൽ 180 വരണം. അപ്പൊ ഈ കോണ് കാണാൻ എന്താ ചെയ്യാ? 180 നിന്ന് 45 കുറച്ചു. ഇനി കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ ഓൾറെഡി ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ 135 കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ ആ 135 ഇവിടെ എങ്ങനെ ഇട്ടാ പോരെ. അപ്പൊ ഈ കോണും കിട്ടിയില്ലേ. ഇനി അടുത്ത കോണ് കാണാൻ അടുത്ത കോണ് നമുക്ക് കാണാൻ പറ്റും. എന്താണ്? ഈ കോണാണ് നമുക്ക് ഇനി കാണല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ റാ പോലെ എടുത്തു കേട്ടോ. അപ്പൊ ഈ റാ പോലെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്നു. ഈ കോണ് 135 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ കോണ് കാണാൻ എന്ത് ചെയ്യാ? മൊത്തം കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം അല്ലേ. അപ്പൊ 180ൽ നിന്നും 135 കുറച്ചാൽ മതി. മനസ്സിലായോ? 0.5 പോയില്ല. ഇവിടെ ഒന്ന് കടം വെച്ച് ഇവിടെ 7, ഇവിടെ 10, 10 പോകുമ്പോ 5, 7 പോകുമ്പോ 4, അപ്പൊ 45 എന്ന് കിട്ടി അല്ലേ. അപ്പൊ 45 കിട്ടി. അപ്പൊ നമുക്ക് ഈ 4 കോണുകളും നമുക്ക് കിട്ടി. 135 135 45 45. ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിൽ കത്തിയിട്ടുണ്ടാവും പോലെ. എന്താണ് നമുക്കൊരു ട്രിക്ക് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ആ ട്രിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിൽ നോക്കാം.
അപ്പോൾ അടുത്തതിൽ ആദ്യം ഇവിടെ നമുക്ക് 120 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ റാ കണ്ടുപിടിക്കുകയാണ്. ഇതാ ഇങ്ങനെ റാക്കാം. ഇത് റാ അല്ലേ? അപ്പോൾ ഇവിടെ 120 ആണെങ്കിൽ മൊത്തം ഇത് എത്രയാണ്? 180 ആ 180 120 കുറയ്ക്കുമ്പോഴാണ് ഇവിടെ എല്ലാം കിട്ടുക അല്ലേ? അപ്പോൾ നമുക്കൊന്ന് കുറച്ചേക്കാം. 180 മൈനസ് 120, 0 0 0, 8 2 6, ഒന്ന് നിന്ന് പോവോ? ഇല്ല. അപ്പൊ 60 കിട്ടി. അപ്പൊ ഈ കോൺ എത്ര കിട്ടി? 60 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണാം? ഇനി നമുക്ക് അടുത്ത കോണ് കാണണം. അടുത്ത കോണ് ഏത് കാണാം? നമുക്ക് ഈ കോണ് കാണാം, ഈ കോണ്. അപ്പോൾ അതിന് വേണ്ടിട്ട് അടുത്ത റാ നമുക്ക് നോക്കാം. അടുത്ത റാ നോക്കണമെങ്കിൽ ഈ ഒരു റാ ആക്കാം. ഇങ്ങനെ ഈ പച്ച കളർ ഇങ്ങനെ റാ ആക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇവിടെ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ ഈ കോണ് കാണണം. എന്താ ചെയ്യാ? 180 നിന്നും 60 അങ്ങനെ കുറയ്ക്കുക. അപ്പൊ 0 0 0, 6 8 6 2, പിന്നെ 1, അപ്പൊ 120 കിട്ടി. അപ്പൊ ഈ കോൺ എത്ര കിട്ടി? നമുക്ക് 120 കിട്ടി. ഇനി നമുക്ക് എത്ര കോൺ കണ്ടുപിടിക്കാണ്ട്? ഒരു കോൺ കൂടി കണ്ടുപിടിക്കാണ്ട്. അത് കണ്ടുപിടിക്കാൻ മുമ്പ് തന്നെ നിങ്ങൾക്ക് അത് എത്രയാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ നിങ്ങളിങ്ങനെ വിളിച്ച് പറയണ്ടായിരിക്കും. അത് അത്രയല്ലേ എന്ന് പറയണ്ടാവില്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ആ ട്രിക്ക് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഏതാണ്? നമുക്ക് റാ പോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് ഈ ഒരു കോണാണ് അല്ലേ? ഈ ഇതില് ഈ ഇങ്ങനെ റാ എടുക്കുമ്പോൾ ഈ കോൺ നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ വരച്ചു നോക്കാം? ഇങ്ങനെ വരച്ചു. ഈ കോണ് 120 കിട്ടി. ഇത് എത്ര വരിക? മൊത്തം കൂട്ടിയാലേ 180 വരണം. അപ്പൊ ഇവിടെ എത്ര വരും? 60. നമ്മൾ നേരത്തെ കുറച്ചതാണ്. അപ്പൊ 60 എന്ന് വന്നു. അപ്പൊ 120 60 120 60 നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത പിക്ചറില് നമുക്ക് ഇവിടെ അല്ലേ, ഇവിടെ ഒരു കോണും തന്നിട്ടില്ല. ഒരു കോണും തരാതെ നമ്മൾ എങ്ങനെയാണ് ഇത് കാണുക? പക്ഷേ കോണ് കാണാൻ ചെറിയൊരു ട്രിക്ക് നമുക്ക് തന്നിട്ടുണ്ട്. നോക്ക്, എപ്പോഴും നോക്കുക ഇങ്ങനെ കണ്ടോ? ഈ സംഭവം ഇങ്ങനെ കണ്ടോ? അതായത് ഒരു കോൺ ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെ ഈ ഷേപ്പോ ഇങ്ങനെ തരുകയാണെങ്കിൽ നമുക്ക് അത് എന്ത് മനസ്സിലാക്കാം? അത് 90 ഡിഗ്രി കോണാണ്, മട്ട കോണാണ്. നമുക്ക് കാണുമ്പോഴേ അറിയാലേ. ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാക്കണം കേട്ടോ, ഇത് 90 ഡിഗ്രിയാണ്. സാധാരണ കോൺ നമ്മൾ സാധാരണ കോണിന്റെ അളവ് കാണിക്കും. രണ്ട് ഇങ്ങനെ കോണാണെങ്കിൽ ഇത് മട്ടകോണാണല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. മട്ടകോണാണെങ്കിൽ എങ്ങനെ കാണിക്കും? ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോഴേ എത്രയാണ്? ഇത് 90 ഡിഗ്രിയാണ് നമുക്ക് മനസ്സിലായി. ഈ ബാക്കി കാര്യമൊക്കെ ഈസി ആയി. കാരണം ഇത് മൊത്തം ഈ റാ പോലെ എടുക്കുകയാണെങ്കിൽ ഇത് മൊത്തം കോൺ എത്ര വരണം? 180 വരണം. അപ്പോൾ ഇവ കാണാൻ ഇവിടെ 90 വന്നാൽ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? 180 90 കുറച്ച് നോക്കാം. 0 0 0, 8 9 പോവില്ല. 18 9 പോകുമ്പോൾ 9, അപ്പൊ 90 എന്നിട്ട്. അപ്പൊ ഇവിടെയും എന്താണ്? മട്ടകോണാണ് അല്ലേ? അപ്പോൾ എന്നാലല്ലേ മട്ടകോണും 2 90 കൂട്ടുമ്പോഴാണ് എത്ര വരിക? 180 വരാം. ഇനി അടുത്ത കോണ് കാണാൻ ഞാൻ എന്ത് ചെയ്യണേ? ഇങ്ങനെ റാന്ന് എടുത്തു. ഈ റാന്ന് എടുത്തിട്ട് ഇവിടെ 90 അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടി 180 വരണം. അപ്പൊ ഇവിടെ എന്തായി? 90 ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത കോണ് കാണണം. അപ്പൊ അടുത്ത കോണ് ഈ കോണ് കാണണം അല്ലേ? അപ്പൊ ഞാനിതാ ഇങ്ങനെ റാന്ന് പോലെ എടുത്തു. അപ്പൊ ഇത് 90. അപ്പൊ ഇവിടെ എന്തായി? 90. അപ്പൊ ഇവിടെ 4 കോണുകളും എന്തായി? 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി വന്നു. മനസ്സിലായോ? അപ്പോ ഇപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങളെ മനസ്സിൽ എന്തെല്ലാം ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. അതായത് ഇങ്ങനെ മുറിച്ച് കിടക്കുന്ന വരകള് പരസ്പരം ലംബമായിട്ടാണ് മുറിക്കുന്നത്. ലംബം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് കളിക്കണം? 90 മട്ടകോൺ. രണ്ടും എന്താണ്? മൂന്നും സെയിം ആണ്. അതായത് ലംബം എന്ന് പറഞ്ഞാൽ അതെന്താണ്? മട്ടയാണ്. മട്ട എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90. 90 നമ്മൾ ഇങ്ങനെ കാണിക്കാം. ഇത്ര കാര്യങ്ങൾ മനസ്സിലിരിക്കട്ടെ കേട്ടോ. അപ്പൊ ഇവിടെ 90 ആണെങ്കിൽ ഇതും 90 ഇതും 90 ഇതും 90 ഇതും 90 ആണ്, ഇതും 90 ആണ്, ഇതും 90 ആണ്, ഇതും 90 ആണ്. 4 കോണുകളും എത്രയായി? 90 ഡിഗ്രി കിട്ടിയില്ലേ? ഇനി ചെരിഞ്ഞ വരകളാണ് നമുക്ക് എന്താ കിട്ടിയത്? ചെരിഞ്ഞ വരകളാണ് നമുക്ക് മനസ്സിലായി. അതായത് മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ എത്രയാണോ? ഇവിടെ 45 ആവുമ്പോൾ അതിന്റെ നോക്ക്, ഇതിന്റെ നേരെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ്, അതായത് ഇങ്ങനെ എക്സ് പോലെ ഇട്ടാൽ ഇവിടെ എന്താണോ കോണ് ആ കോൺ തന്നെ ആയിരിക്കും. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെയും 10 ആയിരിക്കും. ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 20 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഇങ്ങനെ ഇവിടെ എത്രയാണോ അതന്നെ. ഇപ്പൊ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 100 ആയിരിക്കും. അപ്പൊ നോക്ക്, എതിരെ കിടക്കുന്ന കോണുകൾ എപ്പോഴും തുല്യാണ്. മനസ്സിലായോ? ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാലോ. ഒന്ന്, 2 വരകൾ മുറിച്ച് കടക്കുക കേട്ടോ. അപ്പൊ ഇത്ര കോണുകൾ ഉണ്ടാവും? 4 കോണുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ് 4 കോണുകൾ? നമ്മളിപ്പോ കണ്ടില്ലേ? അതായത് 2 വരകൾ മുറിച്ചെടുക്കുമ്പോൾ 1 2 3 4 ഇങ്ങനെ 4 കോണുകൾ ഉണ്ടാവും. ഇത് പരസ്പരം ലംബമാണെന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് ലംബമായിട്ടാണ് മുറിക്കണമെന്നുണ്ടെങ്കിൽ ഈ 4 കോണുകളും 90 ഡിഗ്രിയാണ്. ഇത് 90 ആണെങ്കിൽ ഇതും 90 ഇതും 90 ഇതും 90 നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ഇനി ചെരിഞ്ഞ വരയാണ്. 2 ചെരിഞ്ഞ വരകളാണ് മുറിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള കോണുകള് 2 കോണ് വലുതും ആയിരിക്കും, 2 കോണ് ചെറുതും ആയിരിക്കും. നോക്കി, ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കോണ് കുറച്ച് വലിയ കോണാണ് അല്ലേ? ഈ കോൺ അതിനേക്കാളും ചെറുതാണ്.
ഇത് വലുതാണ്, ഇത് ചെറുത്. അപ്പൊ ഇതും ഇതും വലുത്, ഇതും ഇതും ചെറുത്. അപ്പൊ രണ്ട് വലുതും ഉണ്ടായിരിക്കും. ഇനി എങ്ങനെ വരയ്ക്കുകയാണ് നമുക്ക് ഇങ്ങനെ വരച്ചു വിചാരിച്ചോ. അപ്പൊ ഈ കോണും ചെറുത്, ഈ കോണും വലുത്. അപ്പോൾ രണ്ട് വരകൾ മുറിച്ച് കിടക്കുമ്പോൾ ചെരിഞ്ഞ വരകളാണെങ്കിൽ അവിടെ രണ്ട് ചെറിയ കോണും ഉണ്ട്, രണ്ട് വലിയ കോണും ഉണ്ട് അല്ലെ. ആ ചെറിയ രണ്ട് കോണും തുല്യാണ്, വലിയ രണ്ട് കോണും തുല്യാണ്. നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടേക്ക് മേലേക്ക് പോകുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ തന്നെ ഈ ചെറിയ രണ്ട് കോണുകൾ, ഇവിടുത്തെ ചെറിയ കോണ് ഈ 50ഉം ഈ 50ഉം ആ നോക്ക്, രണ്ടും തുല്യാണ്. ഇവിടുത്തെ വലിയ കോണ് 130 130 രണ്ടും തുല്യാണ് ആണല്ലോ. ഇനി അത് ഏത് കേസ് എടുത്താലും, ഇവിടുത്തെ ഏത് കേസ് എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 45, ഇവിടെ 45 ചെറിയ കോണുകൾ തുല്യം. ഇവിടെ 135, ഇവിടെ 30 വലിയ കോണുകൾ തുല്യം. ഇവിടെ 60, ഇവിടെ 60 ചെറിയ കോണുകൾ തുല്യം. ഇവിടെ 120, ഇവിടെ 120 വലിയ കോണുകൾ തുല്യം. 90 ആണെങ്കിൽ എല്ലാം 90 തന്നെയാണ്. അപ്പോ ഇനി പിന്നെ എന്താണ്, ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ എത്ര വരണം? 180 ഡിഗ്രി വരണം. ഒരു ചെറിയ കോണും ഒരു വലിയ കോണും. അതായത് ഇവിടെ നോക്ക്, ഇപ്പൊ നമുക്ക് ഞാൻ വേറെ വര വരച്ചിട്ട് കാണിച്ചു തരാം. ഇതാ ഈ രണ്ട് വരകൾ ഇങ്ങനെ, ഇത് ഒരു വലിയ കോണ്, ഇത് ചെറിയ കോണ്. ഇവർ രണ്ടുപേരും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? റാ പോലെ വരില്ലേ? 180 വരില്ലേ? അത് ഇങ്ങനെയുള്ള വര വരച്ചാലും, ഇനിയിപ്പോ ഒരു വര നമ്മൾ വേറെ ഒരു രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ വരച്ചു. അങ്ങനെയാണെങ്കിലും ഇതാണ് നമ്മൾ ചെറിയ കോണ്, ഇതാണ് വലിയ കോണ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ റാ പോലെ വരില്ലേ? എപ്പോൾ റാ പോലെ വരുന്നുണ്ടോ അപ്പൊ 180 ഡിഗ്രി ആയും അതിന്റെ കോണ്. അത് അപ്പൊ എപ്പോഴും ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂടി കൂട്ടുമ്പോഴാണ് എന്ത് വരിക? 180 ഡിഗ്രി വരിക. കാര്യം മനസ്സിലായോ? അപ്പോ ഇനി ഇതാ ഇവിടെ കുറച്ച് കോണുകൾ തന്നിട്ടുണ്ട്. ഇവരൊക്കെ ജോഡികളാക്കിയിട്ടുണ്ട് അല്ലേ. നോക്ക് എല്ലാം റാ പോലെ അല്ലേ, എല്ലാം പല, അതായത് ചെരിഞ്ഞിട്ടോ. ഇത് നോക്ക്, ഇതൊരു റാ, ഇതിന്റെ ഈ കോണും എന്താണ് കൂട്ടിയാൽ 180 വരണം. ഇവിടെ വരുമ്പോ നോക്ക്, ഇതാണ് ചെറിയ കോണ്, ഈ കോണ് ചെറിയ കോണും ഈ കോൺ എന്താണ് വലിയ കോണും അല്ലേ. ഇനി അതേപോലെ അടുത്ത പിക്ചർക്ക് വരുമ്പോ ഈ റാ ഇങ്ങനെ റാ വരച്ചു, ഇങ്ങനെ റാ വരച്ചു. ഓക്കെ, അപ്പോഴും ഈ കോണും കൂട്ടി എത്രയാണ്? 180 വരണം. ഇത് വലിയ കോണ്, ഇത് ചെറിയ കോണ് അല്ലേ. ഈ ചെറിയ കോണുകൾ എപ്പോഴും ഇത് രണ്ടും തുല്യമായിരിക്കും, വലിയ കോൺ രണ്ടും തുല്യമായിരിക്കും. ഇനി താഴേക്ക് വരുമ്പോൾ ഇവിടെ തന്നെ ഈ റാ എങ്ങനെ തന്നിരിക്കുന്നത്? ഇങ്ങനെ താഴെ എങ്ങനെ റാ തന്നാലും, ഈ റാ പോലെ തന്നാലും ആ കോണ് മൊത്തം എത്രയായിരിക്കും? 180 ആയിരിക്കും. ഇത് ചെറുത്, ഇത് വലുത്, ഈ ചെറുതും തുല്യം, ഈ വലുതും തുല്യം. ഓക്കെ, ഇനി ഇവിടെ തന്നെ റാ ഇങ്ങനെ തന്നു. അപ്പൊ നോക്കി, ഇത് ചെറിയ കോണാണ്, ഇത് വലിയ കോണാണ്. ഈ ചെറിയ കോണം എത്രയാണോ അതായിരിക്കും ഈ ചെറിയ കോണം, ഈ വലിയ കോണം എത്രയായിരിക്കും അതായിരിക്കും ഈ വലിയ കോണം. അപ്പൊ ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി വന്നു. മനസ്സിലായോ? അപ്പോ ഇനി നമുക്ക് ഇവർക്കൊക്കെ ഒരു പേര് കൊടുക്കണം. അതായത് അടുത്തടുത്തുള്ള കോണ്, അടുത്തിരിക്കാന്ന് പറഞ്ഞതാണ്. നമ്മൾ അടുത്തുള്ളതിന് മറ്റൊരു വാക്കാണ് സമീപം. എന്റെ സമീപത്താണ്, എന്റെ സമീപത്ത് ഇരിക്കണത്, അങ്ങനെ പറയല്ലേ. സമീപം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അടുത്തുനിന്ന് അല്ലേ. അപ്പൊ നമ്മള് അടുത്തടുത്ത കോൺ എന്നൊക്കെ പറയാൻ കുറച്ചും കൂടി മോഡേൺ ഒക്കെ സൂപ്പറാക്കി പറയാണ് സമീപകോൺ. സമീപകോൺ എന്ന് പറഞ്ഞ രണ്ട് കോണുകളാണ്, അവർ അടുത്തടുത്തിരിക്കുന്നവരാണ്. അവർ ഒരുമിച്ചിരിക്കുന്ന കോണുകൾക്ക് നമ്മൾ എന്താ പറയാ? സമീപകോൺ അല്ലെങ്കിൽ അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ എന്താ പറയാ? അടുത്തടുത്തിരിക്കുന്ന രണ്ട് കോണുകൾ നമ്മൾ എന്താ പറയാ? സമീപകോൺ എന്ന് പറയും. സമീപ കോണുകളാണ്, രണ്ട് അടുത്തടുത്തിരിക്കുന്ന കോണുകളെ സമീപ കോണുകൾ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നേരെ എതിർവശത്തിരിക്കുന്ന കോണുകൾക്ക് എന്താ പറയാ? അതാണ് എതിർകോണുകൾ. എന്താണ്? എതിർകോണുകൾ. അപ്പൊ നമുക്ക് നോക്ക്, ഈ ഒരു ചിത്രം നോക്കുമ്പോ ഈ ഒരു ചിത്രത്തില് സമീപ കോണുകൾ ഏതൊക്കെ നമുക്ക് നോക്കിയാലോ. അടുത്തടുത്തിരിക്കുന്ന രണ്ട് കോണുകള്, ഈ കോണും ഇതെന്താണ്? ഇത് രണ്ട് സമീപ കോണുകളാണ് അല്ലേ. ഓക്കെ, ഇനി എതിർകോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോണും ഇതിന്റെ നേരെ എതിരാണ്. അതായത് എപ്പോഴും ആലോചിക്കുക, എക്സ് ഇതുപോലെ ഇട്ടാല് ഈ നോക്ക്, ഇതും എതിർകോണുകള്. ഇനി ഇങ്ങനെ വെച്ച് ഇതും എതിർകോണുകള്. ഇങ്ങനെ ഒരു കോണാണെങ്കിൽ ഇതും സമീപകോണ്. ഇങ്ങനെ ഒരു കോണ് വെച്ചാൽ ഇതും സമീപകോണ്. അടുത്തടുത്ത് മുട്ടി ഇരിക്കുന്നത്, തൊട്ടിരിക്കുന്നത്, ടച്ച് ചെയ്തിട്ടിരിക്കുന്നത്, അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത്, ഒരാളെ കഴിഞ്ഞ് അടുത്ത ആള് എന്താണ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ്? ഇപ്പൊ നമ്മൾ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ, നിങ്ങൾ ക്ലാസ് റൂമിൽ ബെഞ്ചിലിരിക്കുമ്പോൾ രണ്ട് കുട്ടികൾ അടുത്തിരിക്കുമ്പോൾ ഈ കുട്ടിയുടെ സമീപത്തിരിക്കുന്ന കുട്ടി ഈ കുട്ടി എന്ന് പറയില്ലേ, അങ്ങനെയല്ലേ പറയാ. അതേപോലെ ഈ കോണിന്റെ സമീപത്തിരിക്കുന്ന കോൺ ഈ കോൺ, സമീപകോൺ. എതിർകോൺ എന്ന് പറഞ്ഞാൽ എതിർ വശത്താണ്. ഇങ്ങനെ രണ്ട് കോൺ വരയ്ക്കുകയാണെങ്കിൽ ഈ കോണിന്റെ നേരെ എതിര് ഇത്. ഓക്കെ, ഇനിയിപ്പോ എങ്ങനെ കോൺ നമുക്ക് എങ്ങനെ ഇഷ്ടമുള്ള പോലെയൊക്കെ വരയ്ക്കാം കേട്ടോ. ഇപ്പൊ നമ്മളൊരു കോണ് ഇങ്ങനെ വരച്ചു, ഈ കോണിന്റെ എതിർകോൺ ഈ കോൺ, അങ്ങനെ അപ്പോ എതിർകോണും സമീപകോണും. മനസ്സിലായല്ലോ? അപ്പോ ഇനി നമുക്ക് ഓരോ ജോഡി സമീപ കോണുകളിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്.
ഓരോ ജോഡി സമീപ കോണുകൾ കേട്ടോ. അപ്പോൾ സമീപ കോണുകള് അപ്പൊ ഇതിങ്ങനെ പറയുമ്പോൾ ഇതാ ഇങ്ങനെ ജോഡി പറഞ്ഞ 1 2. അപ്പൊ ഈ 2 സമീപ കോണുകളും കൂട്ടി എത്ര വരണം? 180 വരും. റാ പോലെ വരില്ലേ? ഇനി ഇങ്ങനെ ഇതാ ഇങ്ങനെ വന്നു. ഇത് ഈ കോണിന്റെ സമീപ കോണം എന്താണ്? ഇതിന്റെ അടുത്ത് ഒന്നില്ലെങ്കിൽ ഇതാവാം, ഇങ്ങനെ ആവാം. എന്നാലും ഇത് രണ്ടും കൂട്ടുമ്പോൾ 180 ആവില്ലേ? അല്ലെങ്കിൽ ഇതാ ഇവരാവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആവാം. ഇങ്ങനെ ആയാലും 180 ആവും അല്ലേ? അപ്പോ അടുത്തടുത്തിരിക്കുന്ന കോണുകൾ നമുക്ക് സമീപ കോണ് പറയാം. ഒരു ജോഡി സമീപ കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. എതിർകോണുകൾ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. എതിർകോണ് ഈ ഇത് എത്രയാണ്? അത് തന്നെ ആയിരിക്കും ഇതും. ഇനി ഇങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കോ അതായിരിക്കും ഇത്. അങ്ങനെ അപ്പൊ എതിർകോണുകൾ തുല്യാണ്. ഇത്ര കാര്യം മനസ്സിലായോ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ്? 2 വരകൾ മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ 2 കോണുകളുടെ തുക 100 ഡിഗ്രിയാണ്. 4 കോണുകളും കണക്കാക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. 2 വരകൾ മുറിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ്, ഇങ്ങനെ 2 വരകൾ മുറിച്ച് കിടക്കുന്നുണ്ടാവായിരിക്കാം. 4 കോണുകൾ ഉണ്ടായില്ലേ? ഇതിൽ 2 കോണുകളുടെ തുക 100 ഡിഗ്രിയാ തന്നിട്ടുണ്ട്. അപ്പോ ഒന്ന് ആലോചിക്കാം. 2 കോണുകൾ നമുക്ക് അറിയില്ല ഏതെല്ലാം കോണുകളാണ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതാ ചിലപ്പോ ഈ കോണും ആയിരിക്കാം. ഇവരുടെ തുക 100 ഡിഗ്രി. ആ 2 കോണുകളുടെ തുക എത്രയാണ്? 100 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ ചിന്തിക്കുക, ഈ 2 കോണുകളുടെ തുക 100 ആവോ? ഒരിക്കലും ആവില്ല. കാരണം എന്താണ്? ഇത് സമീപ കോണുകളാണ്. സമീപ കോണുകൾ അടുത്തടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ റാ പോലെ വരും. അപ്പൊ എന്താണ്? അവരുടെ തുക 180 ആവേണ്ടത്. ഒരിക്കലും അവര് 100 ആവില്ല. അപ്പൊ പിന്നെ ഇയാളാവാൻ പറ്റുമോ? ഇയാളാളിലും ഇതെന്താണ്? ഇതും സമീപ കോണാണ്. 180 അവരുടെ തുക. പിന്നെ ഇപ്പൊ വഴി ഇയാളാവാനാണ്. അത് ചാൻസ് ഉണ്ട്. കാരണം 2 എതിർകോണുകളാണ്. എതിർകോണുകൾ തുല്യാണ്. അവരുടെ തുക ആണെങ്കിൽ 100 ഡിഗ്രി ആയിക്കൂടെ? ആവാലോ. അപ്പോ ഈ കോണും കൂടി കൂട്ടിയാൽ എത്ര വരണം? 100 ഡിഗ്രി വരണം. രണ്ടും തുല്യാണ്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കാം. ഏതോ 2 നമ്പറുകൾ കേട്ടോ, അവര് കൂട്ടിയാൽ 100 വരണം. രണ്ടും ഒരേ സംഖ്യകളാണ്. അപ്പൊ നോക്ക്, അപ്പൊ വെറുതെ ഇപ്പൊ ഇവിടെ 10 ആണ്, ഇവിടെയും 10 വരണം. അപ്പൊ 10ഉം 10ഉം കൂട്ടി 20 അല്ലേ? 100 വരില്ലല്ലോ. അങ്ങനെ ഏതെല്ലാം 2 നമ്പർ കൂട്ടുമ്പോഴാണ് 100 വരിക? 50ഉം 50ഉം കൂട്ടുമ്പോൾ 100 ആണല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പൊ ഇവിടെ 50ഉം ഇവിടെ 50ഉം ആണെങ്കിൽ കാര്യം ഓക്കെ ആവും. അപ്പൊ ഞാൻ എന്ത് എഴുതി? ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും 50 ആയി. ഓക്കെ. അപ്പൊ ഇനി ബാക്കിയുള്ള കോണുകൾ കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. കാരണം എന്താണ്? നമുക്ക് നോക്ക്, ഈ 50ന്റെ ഒരു സമീപ കോൺ ഇങ്ങനെ വരും. അപ്പൊ നോക്ക്, റാ പോലെ വന്നു. എത്ര വേണം? സമീപ കോണാണ്. സമീപ കോണിന്റെ 2 സമീപ കോണുകൾ കൂട്ടിയാൽ എത്ര വരണം? 180 വരണം. അപ്പോ രണ്ടും കൂടി കൂട്ടിയാൽ 180 വരണം. അപ്പൊ ഇത് കാണാൻ എന്ത് ചെയ്യാ? 180ൽ നിന്നും 50 കുറക്കുക. അല്ലെങ്കിൽ 50ലൂടെ എത്ര കൂട്ടിയാലാണ് 180 വരാൻ നോക്കാം. 0 0 0 8 5 3 പിന്നെ 1. അപ്പൊ 130 എന്ന് കിട്ടി. അപ്പൊ 3 കോണുകൾ കിട്ടി. അപ്പൊ ഇനി 4 കോണുകൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ 4 കോണ് നമുക്ക് കണ്ടുപിടിക്കാനേ എങ്ങനെ? ഞാനിതാ ഈ കോണുകൾ ഇങ്ങനെ റാ എടുത്തു. അപ്പൊ ഇത് 50 സമീപ കോൺ ഇവിടെ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ 130ന്റെ നേരെ എതിർവശത്തുള്ള കോണാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 130 ആയിരിക്കും. അപ്പൊ നമുക്ക് 4 കോണുകളും കിട്ടിയില്ലേ? 4 കോണുകളും കൂടി നമുക്ക് കിട്ടി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 2 വരകൾ മുറിച്ചു കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിന്റെ പകുതിയാണ്. 4 കോണുകളും കണക്കാക്കണം. ഓക്കെ. അപ്പോ നമുക്ക് ബോർഡ് ചെയ്യാം. അതായത് 2 വരകൾ ഇങ്ങനെ മുറിച്ചു കടക്കാണ് കേട്ടോ. ആ 2 വരകൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാവണ 4 കോണുകളുണ്ട് അല്ലേ? അതില് ഒരു കോണ് മറ്റേ കോണിന്റെ പകുതിയാണെന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒരു കോൺ മറ്റേ കോണിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കിനി 4 കോണുകൾ നമുക്ക് കണക്കാക്കണം. അപ്പോ എങ്ങനെയായിരിക്കും? ഈ കോണും ആയിരിക്കുമോ? ഒരിക്കലും ആവില്ല. കാരണം എന്താണ്? യെസ്, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഇത് 2 തുല്യല്ലേ? തുല്യാവില്ല. അപ്പൊ ഇതിന്റെ പകുതി ഇതാവോ? ഒരിക്കലും ഇല്ല. അപ്പൊ എതിർകോണുകളല്ല എന്ന് മനസ്സിലായി. ഇനി എന്തായിരിക്കും? സമീപ കോണുകളായിരിക്കും. ഇങ്ങനെ 2 കോണുകളായിരിക്കും. അവരുടെ തുക 180 ആണ്. പിന്നെ ഒന്നിന്റെ ഇരട്ടിയോ ഇങ്ങനെ വേണേ ആയാലും നമുക്ക് ഒരു കുഴപ്പമില്ല അല്ലെ? അപ്പോ ഒന്നിന്റെ പകുതിയാണ് മറ്റേന്നല്ലേ പറഞ്ഞത്? നോക്ക്, മറ്റേ കോണിന്റെ ഒരു കോൺ മറ്റേ കോണിന്റെ പകുതിയാണെന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ വിചാരിക്കാം പകുതിയാണ്. ഇവിടെ 4 വിചാരിച്ചോ. അപ്പൊ ഇവിടെ 2 ആയിരിക്കും. അപ്പൊ 2 കൂടി കൂട്ടി എന്ത് വരണം? ഈ 2 കോണുകൂടി കൂട്ടിയാൽ 180 വരണം അല്ലെ? അപ്പൊ അങ്ങനെയാണ്. അതായത് പകുതി വെച്ചെടുക്കാം. അതായത് ഇവിടെ 20 എന്ന് എടുത്താൽ ഇവിടെ 10 എന്ന് എടുക്കണം. ഇതിന്റെ നേരെ പകുതിയാണ് ഇവിടെ. എന്നാലാണ് അത് 2 കൂടി കൂട്ടിയാൽ എന്ത് വരും വേണം? 180 ഡിഗ്രി വരും വേണം. അപ്പോ
രണ്ട് കോണുകൾ കേട്ടോ. രണ്ട് കോണ് നമുക്ക് അറിയില്ല, അവർ രണ്ടുപേരും കൂട്ടിയാൽ എത്ര വരണം? 180 ഡിഗ്രി വരണം. അപ്പൊ നമുക്ക് നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യട്ടെ, ബ്രെയിൻ വർക്ക് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കാം, ഓരോരോ നമ്പർ എഴുതി നോക്കാം. പകുതിയും അതിന്റെ ഇരട്ടിയും, പകുതിയും അതിന്റെ ഇരട്ടിയും, അങ്ങനെ എഴുതി നോക്കാം. അപ്പൊ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ ഏകദേശം ഇപ്പൊ 80 എന്ന് എഴുതി, അപ്പൊ ഇവിടെ 40 എന്ന് എഴുതി. അപ്പൊ 80 40 ഇതിന്റെ നേരെ പകുതി, 80ന്റെ പകുതി 40. അപ്പൊ 80 40 കൂട്ടുമ്പോൾ 120 വരിക. അപ്പൊ അതിനേക്കാളും കുറച്ച് വലിയ സംഖ്യ വേണം. 80 40 അല്ല എന്ന് മനസ്സിലായില്ലേ? ഇനി ഞാൻ നോക്കാണ് 100 എഴുതി, അപ്പൊ 100ന്റെ പകുതി 50 അല്ലേ? 50 എഴുതി. പകുതി നോക്കാൻ എന്ത് ചെയ്യാ? 2 കൊണ്ട് ഹരിച്ചാൽ മതി കേട്ടോ. അപ്പൊ 100ഉം 50ഉം കൂട്ടുമ്പോൾ 150 ഉള്ളൂ. കുറച്ച് കടുത്തെത്താനായി. അപ്പൊ ഒന്നും കൂടി വലിയ നമ്പർ വേണമെന്ന് മനസ്സിലായില്ലേ? അപ്പോ ഇനി അടുത്ത അങ്ങനെ എഴുതി നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കണത്. അപ്പൊ ഇനി ഞാനിവിടെ 60 അതായത് ഇവിടെ 120 എന്ന് എഴുതി. 120ന്റെ പകുതി എങ്ങനെയാ? 120ന്റെ പകുതി കാണാം, 120 ഹരണം 2 ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 60 എന്ന് കിട്ടും കേട്ടോ. അപ്പോ 60ഉം ചെയ്തു. ഇനി ഇവരൊന്നും രണ്ടുപേരും കൂട്ടി നോക്കാം നമുക്ക്. അപ്പോ 120ഉം പ്ലസ് 60ഉം കൂടി കൂട്ടുമ്പോൾ 0 0 0 6 2 8 180 കിട്ടിയില്ലേ? നമുക്ക് 180 കിട്ടി. അപ്പോ ഈ ഒരു കോണ് 120 ഡിഗ്രിയും ഈ കോണ് എത്ര കിട്ടി? 60 ഡിഗ്രിയും വന്നു. ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി സംഭവം സിമ്പിൾ. എതിർകോണുകൾ തുല്യമായതിനാൽ എതിർകോണുകൾ തുല്യം. ഈ 120 നേരെ എതിർവശത്തെ കോണ് ഇതും 120 ആയിരിക്കും. ഈ 60 നേരെ എതിരില്ല ഇതും 60 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതാ 4 കോണുകൾ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന വരകളുടെ ചില ചിത്രങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഓരോന്നിലും ചില കോണുകളുടെ അളവുകൾ പറഞ്ഞിട്ടുണ്ട്. അടയാളപ്പെടുത്തിയിരിക്കുന്ന മറ്റു കോണുകൾ കണക്കാക്കി എഴുതുക എന്നാണ് ചോദ്യം. അപ്പൊ നോക്കാട്ടോ. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഇതാ ഇങ്ങനെ പിക്ചർ നോക്കുമ്പോഴേ നമുക്ക് ഇത് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഇത് എത്രയാണ്? ഈ കോണ് ഇങ്ങനെ തന്നാൽ നമുക്ക് പറയാം ഇത് 90 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലെ? ജസ്റ്റ് ഞാനിങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ മാത്രം വരച്ചു. അതായത് ഈ ഒരു വരയും ഈ വരയും ഈ വര കേട്ടോ. അതായത് ഇത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ഇങ്ങനെ ഇത് നമുക്ക് 90 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതും എത്രയായിരിക്കും? ഇതും 90 ആയിരിക്കും. ഇത് 4ഉം 90, ഇതും ഒക്കെ മട്ടക്കോണാണെങ്കിൽ എല്ലാ കോണും മട്ടക്കോണാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ ആ കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നോക്ക്, ഇവിടെ നോക്കുമ്പോ ഇത് മട്ടകോണാണെങ്കിൽ ഇത് ഇങ്ങനെ മട്ടയാണെങ്കിൽ ഇതും മട്ടയാവും. കാരണം അത് നോക്കി, ഇതും 4ഉം എന്തായിരിക്കും? ഇതും 90 ആയിരിക്കും, ഇതും 90 ആയിരിക്കും, ഇതും 90, ഇതും 90. അപ്പോ ഈ ഒരു കോണ് മൊത്തം 90 ആവണായിരുന്നു. ഇവിടെ ഈ കോണ് എത്ര തന്നിട്ടുണ്ട്? അതായത് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഈ കോണ് 40 തന്നിട്ടുണ്ട്. മൊത്തം 90 ആവണം. അപ്പൊ ഈ കോണ് കാണാൻ എന്ത് ചെയ്യാ? 40ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 90 ആവാൻ നോക്കണം അല്ലേ? അപ്പൊ 90 40 കുറച്ചാൽ മതി. 0 0 0 9 4 5. അപ്പൊ 50 കിട്ടി. അപ്പൊ ഈ കോൺ നമുക്ക് എന്ത് കിട്ടി? 50 എന്ന് കിട്ടി. എന്നാലല്ലേ 50 40 90 ആവുള്ളൂ. ഓക്കെ, എന്നിട്ട് നോക്കാം, ഈ 90ഉം ഈ 90ഉം കൂടി മൊത്തം എന്താണ്? ഇവിടെ റാ പോലെ വരുമ്പോൾ അത് എത്ര വരുന്നു? അത് 180 ഡിഗ്രി വരികയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണാം? ഇനി നമുക്ക് അടയാളപ്പെടുത്തിയ കോൺ ഈ 2 കോണുകളാണ് അല്ലേ? അത് കാണാൻ സുഖല്ലേ? കാണാൻ സുഖമാണ്. കാരണം എന്താണ്? ഇവിടെ എതിർകോണുകളായിട്ട് നോക്കിയാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇപ്പൊ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ, അതായത് ഈ വര ഞാൻ അതേപോലെ ഇങ്ങോട്ട് വരച്ചു കേട്ടോ. എന്നിട്ട് ഈ ചെരിഞ്ഞ വര ഈ വര, ആ വര ഞാനിത് ഇങ്ങനെ വരച്ചു. ഇതിന്റെ ഇടയിൽ ഈ കോണ് 50 എന്ന് കിട്ടിയാൽ അത് നേരെ എതിർകോണ് എത്രയായിരിക്കും? 50 ആയിരിക്കും. അപ്പൊ ഇതിന്റെ നേരെ എതിരേതാണ്? ഇങ്ങനെ വരുമ്പോ ഇതാണ് ആ 50 വര അല്ലെ? ഓക്കെ, അപ്പൊ ഇനി ഇത് എത്രയാണ്? ഇത് 90 ആണ്, ഇത് 50 ആണ്. ഇനി ഈ കോണും എത്ര വരണം? അതായത് ഈ കോണ് മൊത്തം ഇതാണ് 90, ഇവിടെ 50 ആണ്, ഇവിടെ എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എല്ലാ കോണുകളും കിട്ടി. ഇത് 90, ഇത് 40, ഇത് 50, ഇത് 90, ഇത് 40, ഇത് 50. നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ വേറെ മെത്തേഡും ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ മെത്തേഡ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി ഇത് മൊത്തം 180 ആവണം അങ്ങനെ നോക്കിയാലും ചെയ്യാൻ പറ്റും. ഇങ്ങനെ വേണം ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. കാര്യം മനസ്സിലാക്കുക. ഇനി ഇവിടെ നോക്ക്, ഇവിടെ ഒന്നും കൂടി സിമ്പിൾ ആണ്. ഈ ഒരു കോൺ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 60 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ? ഈ കോൺ 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി നോക്ക്, ഇവിടെ നേരെ നമുക്ക് എതിർകോണുകൾ തുല്യ എന്നുള്ള സംഭവം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണ്ടോ? കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം. അപ്പൊ ഈ 60ന്റെ എതിർ ഏതാണ്? 60 നേരെ എതിര് ഇതാണ് അല്ലേ? അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 60 ഡിഗ്രി എന്ന് വന്നു. ഓക്കെ, ഇനി ഇത് 50 ആണ്. ഈ 50ന് നേരെ എതിര് നോക്കുക. അപ്പൊ ഇതാണ് 50ന്റെ എതിര്. അപ്പൊ ഇത് എത്രയായിരുന്നു? 50 എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഈ കോണും ഈ കോണും കാണണം. കാണാൻ വല്ല പണിയുണ്ടോ? ഇല്ല. നമുക്കറിയാം എന്താണ്?
രണ്ട്, അതായത് ഇതാ ഇങ്ങനെ വെച്ചാൽ മതി. ഈ കോണ് മൊത്തം ഇങ്ങനെ കളറൊന്ന് മാറ്റട്ടെ, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കളർ എടുക്കണം, മഞ്ഞെടുത്താൽ കാണില്ല അല്ലേ. ഈ കോണിങ്ങനെ മൊത്തം എടുക്കുകയാണ്. എത്ര പോലെ വരണമെങ്കിൽ അത് എത്ര വരണം? 180 ഡിഗ്രി വരണം. നമുക്കറിയാം ഇതിൽ എത്രയായി? 50 ആയി, 60 ആയി. 50ഉം 60ഉം കൂട്ടുമ്പോൾ 110 ആയി അല്ലേ. അപ്പോൾ ഇനി അതിലൂടെ എത്ര കൂട്ടുമ്പോഴാണ് എന്ത് വരിക? 180 വരിക അറിയണം. സംശയമുള്ളവർക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതാ ഇങ്ങനെയാണ് നമ്മുടെ കോണുകൾ വരുന്നത്. അപ്പോൾ അതിൽ ഇതാ ഇങ്ങനെ മാത്രം ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വന്നു ഈ കോണ്. സെക്കൻഡേ, ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നു, ഇതാ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ കോണ് 50 ഡിഗ്രി തന്നിട്ടുണ്ട്, ഈ കോണ് 60 ഡിഗ്രി. ഈ കോൺ എത്രയെന്ന് കാണണം. അപ്പോൾ ഇത് മൊത്തം കൂട്ടുമ്പോൾ ഇങ്ങനെ റാ പോലെ വരുമ്പോൾ എത്ര വരണം? 180 വരണം. അപ്പോൾ ഈ 60ഉം 50ഉം കൂട്ടിയപ്പോൾ 110 കിട്ടിയിട്ടുണ്ട്. ഇനി അത് കൂടി എത്ര കൂട്ടുമ്പോഴാണ് 180 വരിക? എന്ത് ചെയ്യുക? 170 110 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 70 എന്ന് വന്നു. അപ്പോൾ ഇവിടെ എന്താണ്? 70 ആയിരിക്കും. അതായത് ഇവിടെ 70 വന്നാലാണ് ഇത് രണ്ടും കൂടി ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ എത്ര വരിക? 180 വരിക. അപ്പോൾ നോക്കുക 50ഉം 60. ഇനി ഇങ്ങനെ നോക്കുകയാണേ, ഒന്ന് കളർ മാറ്റി കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ ഒരു റാ നോക്കുകയാണ്. ഈ ഒരു റാ നോക്കുകയാണെങ്കിൽ 50ഉം 60ഉം 110, 110ഉം 70ഉം 180. അപ്പോൾ ഇനി ഇവിടെ നോക്കുമ്പോൾ നോക്ക്, ഇതാ ഇങ്ങനെ ഒരേ കളർ വേണ്ട, നിങ്ങൾക്ക് ഡൗട്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ്. നോക്ക് ഇതാ ഈ ഒരു ഇതാ ഇങ്ങനെ റാ എടുക്കുകയാണ്. ഇവിടെ 50, ഇവിടെ 60. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? അല്ലെങ്കിൽ 70 നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. അപ്പോൾ എന്താണ്? ഇവിടെ 70 ഡിഗ്രി വന്നു. അപ്പോൾ നമുക്ക് അവിടെയും തന്നെ എല്ലാ കോണുകളും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് കൂട്ടിമുട്ടാത്ത വരകൾ. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് കൂട്ടിമുട്ടുന്ന വരകളെ കുറിച്ചിട്ടായിരുന്നു. എങ്ങനെ നമ്മൾ കൂട്ടിമുട്ടുന്ന വരകൾ പറഞ്ഞത്? ഇങ്ങനെ ഒരു വരയും ഇങ്ങനെ ഒരു വരയും ഇവിടെ കൂട്ടിമുട്ടുകയാണെങ്കിൽ ഈ കോണും തുല്യമായിരിക്കും, എതിർ കോണുകൾ തുല്യമായിരിക്കും. അല്ലെങ്കിൽ ഈ കോണും ഈ കോണും ഇങ്ങനെ വരുന്ന കോണുകൾ, സമീപ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ. ഇനി നമുക്ക് കളി മാറ്റാം. അതായത് ഇനി കൂട്ടിമുട്ടുന്ന വരകളെ കുറിച്ച് നമ്മൾ കുറെ പഠിച്ചില്ലേ. ഇനി നമുക്ക് കൂട്ടിമുട്ടാത്ത വരകളെ കുറിച്ചൊന്ന് പഠിക്കണ്ടേ? അവരെ കുറിച്ചൊന്നും പഠിക്കണല്ലോ. അപ്പൊ നോക്കി, ഇവിടെ 2 വരകൾ തന്നിട്ടുണ്ട്. ഒരാൾ ഇയാള്, ഒരാൾ ഇയാള്. ഇവര് കൂട്ടിമുട്ടുണ്ടോ? ഇല്ല അല്ലേ. ഒരിക്കലും ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടണില്ല. പക്ഷേ ഇവര് എന്തെങ്കിലും കാട്ടിയാൽ ഇവര് കൂട്ടിമുട്ടാനുള്ള വല്ല ചാൻസ് ഉണ്ടോ? അതെന്താ അങ്ങനെ പറഞ്ഞാല്? അതായത് ഈ മുകളിലെ വര ഉണ്ടോ, ഇതിനെങ്ങനെ നീട്ടി, അതായത് ഈ വരണ നീട്ടി ഇതേപോലെ ഇങ്ങനെ നീട്ടി, അതുപോലെ ഈ വരണ ഇങ്ങനെ നീട്ടിയാൽ എവിടെയോ വെച്ചിട്ട് ഇവര് കൂട്ടിമുട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട് അല്ലേ നമ്മള്. കാരണം രണ്ടും എന്താ ചെരിഞ്ഞ വരകളാണ് അല്ലേ. ഒരേപോലെ ഇതിന്റെ മുകളിലെ വരകൾ ഇങ്ങനെ ചെറിയൊരു ചെരിവുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് അവര് കൂട്ടിമുട്ടി. അപ്പൊ ഇത് കൂട്ടിമുട്ടുന്ന വരാണ്, കൂട്ടിമുട്ടാത്ത വര അല്ല. നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? കൂട്ടിമുട്ടാത്ത വരകളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇനി ഇവിടെ 2 വരകൾ. ഇവരിവിടെ കൂട്ടിമുട്ടാനുള്ള ചാൻസ് വല്ല നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് അല്ലേ. കാരണം നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ വരണ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ച് ഇവിടെ അവർ എന്ത് ചെയ്യും? അവരിവിടെ കൂട്ടിമുട്ടി അല്ലേ. അപ്പോ ഇതൊക്കെ എന്താണ്? ഇത്തരം വരകള് കൂട്ടിമുട്ടുന്ന വരകളാണ്. അപ്പൊ നോക്ക്, അവിടെ ഒരു കോമഡി കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചു വെക്കാൻ മനസ്സിലാവും കേട്ടോ. ഇനി ഒരു സ്കെയിൽ എടുത്തു. ഈ സ്കെയിലിന്റെ ഈ സൈഡിലൂടെ, അതായത് നോക്ക്, ഈ സ്കെയിലിന്റെ ഇത് കൂടി ഇങ്ങനെ ഇവിടെ ഒരു വര വരച്ചു, താഴെ കൂടി ഒരു വര വരച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? അപ്പൊ ഇങ്ങനെ 2 വര കിട്ടും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ 2 വരകളെയും, അതായത് ഈ വരയും കൂട്ടിമുട്ടെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ കാണുമ്പോ. എന്താ തോന്നണത്? കണ്ടിട്ട് അതിന് ചാൻസ് കുറവാണ് അല്ലേ. ഇനി കുറെ ഇതിനിങ്ങനെ പിടിച്ചിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി, ഇതിനെ പിടിച്ചിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി നമ്മളിങ്ങനെ നീട്ടുക എന്നല്ലാതെ എവിടെയെന്ന് വെച്ച് ഇവര് കൂട്ടിമുട്ടുവോ? ഒരിക്കലും ഇവര് കൂട്ടിമുട്ടില്ല. അതിന് കാരണം എന്താണ്? അതിന് കാരണം ഇവിടെ എത്രയാണോ അകലം, അതേ അകലം തന്നെയായിരിക്കും ഇവിടെ. അതേ അകലം തന്നെ ഇരിക്കും ഇവിടെ. 2 വരകള് അവരുടെ എവിടെ നോക്കിയാലും എവിടെ എടുത്താലും അതിന്റെ ഇടയിലുള്ള അകലം ഒന്നാണെങ്കിൽ അവര് മുട്ടില്ല നമുക്ക് പറയാം. പക്ഷെ ഇവിടത്തെ കേസ് നോക്ക്, ഇവിടത്തെ കേസില് ഇവിടെയുള്ള ഈ അകലമല്ല, ഇവിടെ അല്ലേ ഈ അകലം. നോക്ക്, ഇത് 2 വ്യത്യാസം ഉണ്ട് അല്ലേ. അപ്പോ ഒരേ അകലമാണെങ്കിൽ 2 വരകൾ തമ്മിലുള്ള അകലം ഇങ്ങനെ 2 വരകൾ വരച്ചിട്ട് അതിന്റെ ഇടയിലുള്ള ഈ അകലം ഒന്നാണെങ്കിൽ അവര് എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കൂട്ടിമുട്ടാത്ത വരയിലേക്ക് എത്തിയില്ലേ. ഇങ്ങനെ കൂട്ടിമുട്ടാത്ത വരകൾക്ക് ഒരു പേരും കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? സമാന്തര വരകൾ. എന്താണ്? സമാന്തര വരകൾ.
ഓക്കെ. അപ്പൊ ഒരു സ്കെയിലിന്റെ അരികിലൂടെ നമുക്ക് രണ്ട് വര വരച്ചാല് എന്ത് കിട്ടി? നമുക്ക് സമാന്തര വരകൾ കിട്ടിയില്ലേ? അതായത് ഈ വരയും ഈ വരയും സമാന്തര വരയാണ്. ഓക്കെ. സമാന്തര വരകൾക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് ആലോചിച്ച ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ച് തന്നെ കിട്ടും. നമ്മൾ റെയിൽ പാളങ്ങൾ അല്ലെ, റെയിൽ പാളങ്ങൾ ഇങ്ങനെ ആയിരിക്കും. ഒരിക്കലും അവിടെ എന്താണ് എന്താണ് ഇവിടുത്തെ എവിടെ നോക്കിയാലും തമ്മിലുള്ള അകലങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അവര് കൂട്ടിമുട്ടാനുള്ള ചാൻസ് കുറവാണ് അല്ലേ? അതുപോലെ ഇപ്പൊ സ്കെയിലിന്റെ അരികിൽ കൂടെ വരയ്ക്കൽ, അങ്ങനെ നമുക്ക് എന്താണ് നോക്കിയാൽ തന്നെ ഒരുപാട് എന്താണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സമാന്തര വരകൾ. ഇപ്പൊ ഒരു ജനൽ ഇങ്ങനെ എടുത്താൽ അതിന്റെ കമ്പികൾ ഇങ്ങനെ, ജനലിന്റെ കമ്പികൾ എന്തായിരിക്കും? ഈ കമ്പി ഇതൊക്കെ എന്താണ്? സമാന്തര വരകളായിരിക്കും അല്ലെ? ഇനിയിപ്പോ നിങ്ങൾ എഴുതുന്ന നോട്ട്ബുക്കിന്റെ വരയിട്ട നോട്ട് ഉണ്ടാവില്ല, ഇങ്ങനെ വരയിട്ട നോട്ട്, ആ വരകളൊക്കെ എന്താണ്? സമാന്തര വരകളാണ്. ഒരിക്കലും അവര് കൂട്ടിമുട്ടാത്ത വരകളാണ്. രണ്ട് വരകൾക്ക് ഇടയിലുള്ള അകലം ഇപ്പോഴും എന്തായിരിക്കും? അവിടെയൊക്കെ തുല്യമായിരിക്കും അല്ലേ? ഓക്കെ. ഇനി ഈ വര നമ്മൾ രണ്ട് വര വരച്ചില്ലേ, സമാന്തര വര, അതിന്റെ ഇടയിലുള്ള അകലം 3 സെന്റിമീറ്റർ വേണം. നമുക്ക് അങ്ങനെ വേണമെന്ന് വിചാരിച്ചു. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ആദ്യം ചെയ്യാൻ എന്ത് ചെയ്യണം? സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് ആദ്യം വര വരച്ചു. എന്നിട്ട് ഒരു അതായത് ഇങ്ങനെ വര, ഇതിന്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പ് 3 സെന്റിമീറ്റർ വേണം എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോ ഇനി നമ്മള് എന്ത് ചെയ്യാ? സമാന്തര വരകള് എങ്ങനെയാണോ വരയ്ക്കുക അത് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോ അതിപ്പോ എത്ര പഠിക്കാനുണ്ടോ? രണ്ട് വരകളൊന്ന് വരച്ചാൽ പോരേന്ന് തോന്നും. അപ്പോ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇങ്ങനെ രണ്ട് വരകൾ വരച്ചാല് അവർ സമാന്തരം ആവില്ല. നമ്മൾക്ക് ഇങ്ങനെ കണ്ണുകൂടി ചെറിയൊരു വ്യത്യാസം മതി. ചിലപ്പോ ഇങ്ങനെ നീട്ടി ഇപ്പൊ ഞാൻ പറയണ ഇത് രണ്ടും സമാന്തര വരകളാണെന്ന് പറഞ്ഞ് വെറുതെ ഒന്നുമില്ലാതെ തന്നെ വരച്ചു. അപ്പോ ഇത് സമാന്തര വരകൾ ആവാതിരിക്കാൻ ചാൻസും ഉണ്ട്. കാരണം നമ്മളിത് ഇങ്ങനെ നീട്ടി ഇവിടെ കുറേ നീട്ടി ഇതേപോലെ ഇങ്ങനെ നീട്ടി ഇവിടെ ഇവിടെ അവരെന്ത് ചെയ്യും? അവരിതാ കൂട്ടിമുട്ടി. അപ്പൊ ഇത് സമാന്തര വരയാണോ? അല്ല. അപ്പൊ വെറുതെ ഇങ്ങോട്ട് നമുക്ക് രണ്ട് വരകളാണ് വരയ്ക്കുമ്പോ അത് സമാന്തര വര ആവില്ല. അതിന് ചെറിയ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ നിയമങ്ങൾ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഒരു വര നമ്മൾ വരച്ചു, ഈ വര വരച്ചു. ഇനി നമ്മുടെ പ്രൊട്രാക്ടറിലെ അതിൽ വെച്ചിട്ട് നമ്മൾ നിറയെ മട്ടകോണുകൾ വരയ്ക്കുകയാണ്. മട്ടകോണിന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ? അപ്പൊ നമ്മൾ ഇതാ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചു. ഇവിടെ 90 ഉണ്ട്. 90 വെച്ചിട്ട് ഇങ്ങനെ ഒരു വര വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ഈ പ്രൊട്രാക്ടറിന് എടുത്തിട്ട് കുറച്ച് ഇതാ ഇവിടെ വെച്ചു. എന്നിട്ട് ഇവിടെയും അങ്ങനെ വെച്ചു. ഇവിടെ 90 ഉണ്ട്. ആ 90 വെച്ച് നമുക്ക് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പ്രൊട്രാക്ടർ എന്താണ് പുറത്തേക്ക് വെച്ചു. അപ്പൊ ഇതിന്റെ ഇടയിലെ കോണുകളൊക്കെ എന്തായി? 90 ആയില്ലേ? ഇനി പ്രൊട്രാക്ടർ വീണ്ടും ഇവിടെ വെച്ചു. 90 ഡിഗ്രി ഇവിടെ ഉണ്ട്. ആ 90 ഡിഗ്രി ഒരു വര വരച്ചു. എന്നിട്ട് ഇങ്ങനെ വര വരച്ചു. അപ്പോൾ ഈ ഇടയിലുള്ള ഈ കോണുകളൊക്കെ എന്തായി? 90 ഡിഗ്രി ആയില്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇങ്ങനെ 90 ഡിഗ്രി വെച്ചിട്ട് എന്താണ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവരെന്ത് ചെയ്യണം? ഇവിടെ ഈ വരകളെല്ലാം കൂടി ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്കിതാ ഇവിടെയും എന്ത് കിട്ടി? സമാന്തര വരകൾ കിട്ടി. ഇനി നമുക്ക് ഇത് എത്ര നീട്ടമാണ് ഇത് വെക്കാൻ പറ്റും? അതായത് ഇതിന്റെ നീളം നമുക്ക് 3 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് സ്കെയിലവിടെ വയ്ക്കുക. 3 സെന്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തുക, സ്കെയിൽ വെച്ചിട്ട്. എന്നിട്ട് ഇവിടെ വെക്കുക. ഇനി അല്ല നമുക്ക് 4 സെന്റിമീറ്ററിലാണ് വരകൾ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ വരകള് ഇവിടെ സ്കെയിൽ നോക്കിയിട്ട് ഇവിടെ 4 ആണെങ്കിൽ ഇതെല്ലാം നീട്ടിയിട്ട് 4 കൂട്ടിമുട്ടാൻ നീട്ടിയിട്ട് നമുക്ക് വരകൾ വരയ്ക്കാം. അപ്പൊ നമുക്ക് വരച്ച് കാണിച്ചു തരാം. അപ്പൊ നോക്കിതാ എന്താണ്? ഇങ്ങനെ നമുക്ക് രണ്ട് വരകൾ കിട്ടി, സമാന്തര വരകള്. ഈ ഒരു വരയും ഈ ഒരു വരയും. ഇതിന്റെ ഇടയിലെ ഗ്യാപ്പ് എത്ര കിട്ടി? 3 സെന്റിമീറ്റർ കിട്ടി. അപ്പോ ഇത് കുറച്ച് റിസ്ക് അല്ലേ? ഓരോ തവണ പ്രൊട്രാക്ടർ വയ്ക്കണം. ആദ്യം ഇവിടെ 90 ഡിഗ്രി കാണും, പിന്നെ ഇവിടെ 90 ഡിഗ്രി കാണും, ഇവിടെ 90 ഡിഗ്രി കാണും, ഇവിടെ 90 ഡിഗ്രി. ഒരു സമാന്തര വര വരയ്ക്കണം, ഇത്രയൊക്കെ പണിയുണ്ടോ? അപ്പൊ എന്തിനാ എത്ര അധികം ലംബങ്ങൾ വരയ്ക്കണത്? ഒരു ലംബം വരച്ചാ പോരെ? അപ്പൊ ഇങ്ങനെ ആദ്യം 2 എണ്ണം വരച്ചു. ഇങ്ങനെ 2 ലംബം വരച്ച് ഇത് കൂട്ടിമുട്ടിച്ചാലും ഇതേപോലെ തന്നെ ഇവിടെയും കിട്ടുക. ആകെ 2 ലംബങ്ങളെ വരച്ചിട്ടുള്ളൂ. അപ്പൊ തോന്നി എന്തിനാ 2 എണ്ണം വരയ്ക്കണത്? ഒരു ലംബം വരച്ചാ പോരെ? അപ്പൊ ഒരു ലംബം വരച്ചു കേട്ടോ. ഒരു ലംബം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ലൈന് വരച്ചു. നമ്മളിതാ ആദ്യം ഇങ്ങനെ ലൈന് വരച്ചു. നമ്മളെ പ്രൊട്രാക്ടറിലെ ഇങ്ങനെ വെച്ചു. ഇവിടെ 90 ഡിഗ്രിയിൽ നമ്മൾ ഇങ്ങനെ വരച്ചു. എന്നിട്ട് നമുക്കിതാ ഇവിടെ ഇതാണ് ഇത് ഈ ഒരു പോയിന്റിലൂടെ, ഈ ഒരു ബിന്ദുവിലൂടെ ഒരു വര വരച്ചാല് ഇങ്ങനെ വരച്ചാല് ഇതും എന്തായെന്ന് മനസ്സിലായി? നമുക്ക് സമാന്തരായെന്ന് മനസ്സിലായി. പക്ഷേ അവിടെ നമ്മളെങ്ങാനും നമ്മളെ സ്കെയിലും കൊണ്ട് ഒന്ന് ചിരിച്ചു വെച്ചാൽ ചിലപ്പോൾ വര ഇങ്ങനെ ഈ ബിന്ദുവിലൂടെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വര ഇങ്ങനെ ആയി. ഇങ്ങനെ ഒരു വര വരച്ചു. ഇങ്ങനെയും വേണമെങ്കിൽ ഇത് ബിന്ദുവിലൂടെ വര വരയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഇങ്ങനെ ഈ ബിന്ദുവിലൂടെ വര വരയ്ക്കാം. അപ്പോൾ എങ്ങനെ
അതായത് ഈ വര നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ചില സമയത്ത് വരയ്ക്കുമ്പോൾ ചെരിഞ്ഞു പോകാറില്ലേ? നമ്മൾ അസൈൻമെന്റ് ഒക്കെ എഴുതുമ്പോൾ A4 പേപ്പറിലൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വര വരയ്ക്കുമ്പോൾ ചെരിഞ്ഞു പോകും അല്ലേ? സംഭവം ഇതിങ്ങനെ സ്റ്റഡിക്കല്ലേ വരാം, പക്ഷെ നമ്മൾ സ്കെയിൽ വെക്കുന്നതനുസരിച്ച് ചെരിഞ്ഞു പോകും അല്ലേ? അപ്പോൾ ഒറ്റ ഒരു ഇതിൽ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇതന്നെ ചെരിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കൂട്ടിമുട്ടി ഇവരിങ്ങനെ പോയി ഇവിടെ ഇവിടെ ഒരു കൂട്ടിമുട്ടും. അപ്പൊ ഇത് സമാന്തര വര നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, ഇത് സമാന്തര വര അല്ല അല്ലെ, ഇത് കൂട്ടിമുട്ടുന്ന വരകളാണ്. അപ്പോൾ വീണ്ടും നമുക്ക് എന്തോ ട്രിക്ക് ചെയ്യണം, എന്നാലാണ് സമാന്തര വര വരയ്ക്കാൻ പറ്റുക. യെസ്, അപ്പോൾ ഇതാ പുതിയൊരു ട്രിക്ക് കിട്ടി. എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഇതാ ഒരു വര വരച്ചിട്ടുണ്ട്. ആദ്യം ഒരു വര വരച്ചു, എന്നിട്ട് നമ്മളെ പ്രൊട്രാക്ടറിനെ വെച്ചു, 90 ഡിഗ്രി വെച്ചു. അപ്പൊ ഇങ്ങനെ ഒരു വര കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ വീണ്ടും പ്രൊട്രാക്ടർ വെച്ചു, 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് അതിലൂടെ ഇവിടെ 90ലൂടെ തന്നെ വരയ്ക്കണം. ഇത് ഇവിടെയും 90 നോക്ക്, ഇവിടെയും 90 ആവണം, ഇവിടെയും 90 ആവണം. എന്നാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് രണ്ട് സമാന്തര വരകൾ കിട്ടും അല്ലേ? ഇനി അതിന് പകരം വേറെ ട്രിക്കും കൂടി ഉണ്ട്. അതായത് നിങ്ങളുടെ സ്കെയിൽ ഇങ്ങനെയല്ലേ സെറ്റ് സ്ക്വയർ മട്ടം, അതെടുത്തിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാം? എങ്ങനെ വരയ്ക്കാം? അതിൽ വര വരച്ചു, സ്കെയിൽ വെച്ചു, എന്നിട്ട് നമ്മൾ അളവിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പൊ അതവിടെ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നോട്ട് ബുക്കിൽ വിലങ്ങനെ ഒരു വര വരച്ച് അതിൽ നിന്ന് 4 സെന്റിമീറ്റർ അകലെ അതിനൊരു സമാന്തര വര വരയ്ക്കുക. അപ്പൊ നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ അത്? അപ്പോൾ ആദ്യം നമ്മളോട് എന്താ പറഞ്ഞത്? നോട്ട് ബുക്കില് വിലങ്ങനെ ഒരു വര വരയ്ക്കാൻ പറഞ്ഞു അല്ലേ? ആ വരയുടെ നീളോ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതാ വെറുതെ സ്കെയിൽ എടുത്തു, ജസ്റ്റ് ഒരു വര ഇങ്ങനെ വരച്ചു, അതിന് ഒരളവും ഇല്ലാത്തൊരു വര വരച്ചു. ഇനി നമ്മളോട് പറഞ്ഞത് ഈ വരയ്ക്ക് സമാന്തരമായിട്ട് 4 സെന്റിമീറ്റർ അകലെ അപ്പുറത്തൊരു വര വരയ്ക്കാനാ പറഞ്ഞത് അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ഇതാ ഇങ്ങനെ സ്കെയിൽ നേരെ വെച്ചു, എന്നിട്ട് നോക്ക്, ഇതാ 4 എന്നല്ല, അവിടെ നേരെ നോക്കണേ, ഇതാ ഇവിടെ 4 എന്നാണ്, അങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മളെ സ്കെയിലുള്ള ഒരാൾ വേണം നമുക്ക്. ഇതാണ്ടോ ഈ ആളിലെ നമ്മുടെ മട്ടം, ആ മട്ടത്തിനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇങ്ങനെ നീക്കി, അതായത് ഈ സ്കെയിലിനോട് യോജിപ്പിച്ചിട്ട് ഇതിനെങ്ങനെ എന്ത് ചെയ്യുക? ഇങ്ങനെ നിരക്കി ഇങ്ങനെ മേലക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ 0ൻ്റെ ഇവിടേക്കാവൂലേ, ഇവിടെ എത്തുമ്പോൾ നമ്മൾ നിർത്തി. എന്നിട്ട് എന്ത് ചെയ്യുക? സ്കെയിലെടുത്തു, ഇവിടെ അങ്ങനെ കൈ വെച്ചു, എന്നിട്ട് ഒരൊറ്റ വര. അപ്പോൾ നോക്ക്, ഇതാ 2 വരകൾ കിട്ടി. ഈ 2 വരകളും എന്താണ്? സമാന്തര വരകളാണ്. ഇതിൻ്റെ ഇടയിൽ ഈ ഗ്യാപ്പ് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. അത് എവിടെ നോക്കിയാലും, ഇവിടെ നോക്കിയാലും ഇതാ, ഇവിടെ നോക്കിയാലും 4 ആയിരിക്കും, ഇവിടെ നോക്കിയാലും 4 ആയിരിക്കും, കുറെ ഇപ്പുറത്ത് നോക്കിയാലും 4 ആയിരിക്കും. എവിടെ നോക്കിയാലും എന്താണ്? ഇതിൻ്റെ ഇടയിലെ ഗ്യാപ്പ് എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ? ഇനി നോക്കിക്കേ, വരയും ചെരിവും. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ദാ ഒരു വര വരച്ചിട്ടുണ്ട്, ഒരു നീല കളറിൽ കണ്ടോ? അതിന് ചെരിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു പച്ച കളറിലൊരു വരയും കൂടി കാണുന്നുണ്ട് അല്ലേ? നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരു ബിന്ദു, ഒരു പോയിന്റ് കണ്ടോ? ഈ ബിന്ദുവിലൂടെ നമുക്ക് എന്ത് വേണം? ഈ പച്ച വരയ്ക്ക് സമാന്തരമായിട്ട് ഒരു വര നമ്മളോട് വരയ്ക്കാനാ പറഞ്ഞത്. എങ്ങനെയെന്നറിയോ? ഇതാ ഇപ്പൊ നമ്മൾ ഇതാ ഈ വര ഉണ്ടോ? ഈ വരയ്ക്ക് സമാന്തരമായിട്ട് ഇങ്ങനെ ഒരു വര, ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് വരച്ചാൽ എന്തായാലും സമാന്തരമാവില്ല, പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആദ്യത നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ ഈ ഒരു കോണ്, ഇതിൻ്റെ അകത്തുള്ള, അതായത് ഈ ഒരു കോൺ എത്രയെന്ന് നമുക്ക് അറിയണം. ഈ കോൺ എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ വരൻ്റെ മേലെ ഇതാ പ്രൊട്രാക്ടർ വെച്ച്, എന്നിട്ട് ഇതാ ഈ പൂജ്യത്തിൽ കൂടെ ഇങ്ങനെ നോക്കി, ഇതാ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 50 ഡിഗ്രിയാണെന്ന് മനസ്സിലായി. ഈ കോൺ അളവ് 50 ഡിഗ്രി. അപ്പോൾ ഇതാ ഇവിടെ 50 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ? ഇതാ 50 ഡിഗ്രി ഇത് അവിടെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇവിടെയുള്ള കോണും എത്ര ആയിരിക്കണം? 50 ഡിഗ്രി ആയിരിക്കണം. എന്നാൽ ഈ വരയും എന്താന്ന് പറയാം? രണ്ടും സമാന്തര വരകളാണ് നമുക്ക് പറയാം. അപ്പോൾ ഇതാ ഇവിടെ ആദ്യം 45, അതായത് ഇത് നമുക്ക് ഓൾറെഡി തന്നത് കേട്ടോ, ഇത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത്. അതിന് ഇവിടെ 45 ഒരു വര നമ്മൾ വരച്ചു നോക്കി. അപ്പോൾ ഇത് സമാന്തരം തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. കാരണം എന്താണ്? ഇതിങ്ങനെ നീട്ടിയാൽ, ഈ വര ഇങ്ങനെ നീട്ടിയാൽ, ഇങ്ങനെ നീട്ടി ഇവിടെ എവിടെയെങ്കിലും എത്തുമ്പോൾ അവർ കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇവിടെ സ്ഥലമല്ല വരയ്ക്കാൻ, അപ്പോൾ കൂട്ടിമുട്ടും. ഇനി നോക്ക്, ഇവിടെ 55 ആയി, ഇവിടെ 50 ആവുമ്പോൾ ഇവിടെ 55 ആക്കി നോക്കി. അപ്പോൾ ഇത് സമാന്തരമാവോ? അപ്പോൾ കാണുമ്പോഴേ അറിയാം സമാന്തരമാവാൻ ചാൻസ് ഇല്ല അല്ലേ? കാരണം ഈ വര നമ്മൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി, ഈ വര ഇതിങ്ങനെ നീട്ടിയാൽ ഇവിടെ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? കുറെ അപ്പുറമായിട്ട് അവർ കൂട്ടിമുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സമാന്തര വരകളാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളിതാ ഇങ്ങനെ വരച്ചു നോക്കി, രണ്ടും ഒരേ കോണുകളാക്കി. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50. അപ്പോൾ നോക്ക്, ഇത് കാണുമ്പോഴേ അറിയാം ഇത് എവിടെയും കൂട്ടിമുട്ടാൻ ചാൻസ് ഇല്ല. ഇവിടെ ഇതിൻ്റെ ഇടയിലുള്ള എവിടെ നോക്കിയാലും ഇതേ അളവ് തന്നെയായിരിക്കും ഇവിടെയും.
ആ അളവ് തന്നെയായിരിക്കും ഇതും, ആ അളവ് തന്നെയായിരിക്കും ഇതും. ഇതിൻ്റെ ഇടയിലുള്ള അകലങ്ങൾ, ഈ രണ്ട് വരകൾ തമ്മിലുള്ള അകലങ്ങൾ എല്ലായിടത്തും എന്തായിരിക്കും? ഒരേ അകലമായിരിക്കും. മനസ്സിലായി? ഇനി ഇതാ ഇവിടെ നോട്ട് ബുക്കിൽ നമ്മൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇതാ ഒരു വര വരയ്ക്കുക. അത് എത്രയും 4 സെൻറ്റിമീറ്റർ ഒരു വര വരച്ചു. എന്നിട്ട് എന്താ 100 ഡിഗ്രിയിൽ നമ്മൾ വേറൊരു വര വരച്ചു. എന്നിട്ട് ഈ പച്ച കളർ വര കണ്ടോ, അതിന് സമാന്തരമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വര വരയ്ക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് വരച്ചു നോക്കാം. ഇനി നമുക്ക് അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? 4 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കണം. അപ്പോൾ സ്കെയിൽ എടുത്തു. എന്നിട്ട് ഇതാ 0-ൻ്റെ അവിടെയും 4-ൻ്റെ അവിടെയും ഒരു കുത്തിട്ടെടുത്തു. അതിങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതാ 4 സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു വര കിട്ടിയിട്ടുണ്ടല്ലേ? ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇവിടേക്ക് 100 ഡിഗ്രിയിൽ ഒരു വര ഇങ്ങനെ ചിരിച്ച് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്രാക്ടർ എടുക്കണം. പ്രൊട്രാക്ടർ എടുത്തു. ഇതാണ് പ്രൊട്രാക്ടർ. എന്നിട്ട് എന്ത് ചെയ്യുക? അത് നേരെ വെച്ചു. എന്നിട്ട് നേരെ ഈ 0-ൻ്റെ അവിടെ നേരെ നോക്കി നേരെ വൃത്തിക്ക് നേരെ വെച്ചിട്ട് എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രിയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നേരെ കാണണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതോ, ഓക്കെ. എന്നിട്ട് ഇതാ ഇങ്ങനെ പോയി ഇവിടെ 90 ഉണ്ട്. 90 കഴിഞ്ഞിട്ട് നോക്കി ഈ 0-ൽ നിന്ന് നോക്കണം കേട്ടോ. അതായത് ഇവിടെ 180 ഇങ്ങനെ വരാം, ഈ 0-ൽ നിന്ന് വരാം. അപ്പോൾ നോക്കി നമ്മൾ എപ്പോഴും നമ്മൾ 0-ൽ നിന്നാണ് തുടങ്ങുക കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ 0-ൽ നിന്ന് ഇവിടെ നോക്കുന്നത് ഈ 0, എന്നിട്ട് 0, 10 ഇങ്ങനെ 90 90 കഴിഞ്ഞാൽ അവിടെ 100 ഉണ്ട് അല്ലേ? അപ്പോൾ 100-ന് മുകളിൽ 80 എന്നുണ്ടാവും. അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇതാണ് 100. അപ്പോൾ ഈ 100-ൻ്റെ അവിടെ ഒരു കുത്തിട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിലൂടെ ഒരു ലൈനാണ് വരച്ചു. എന്താ നേരെ ഈ ഇതിലൂടെ രണ്ടും കൂടി പോണ രീതിയിൽ ഒരു വര ഇങ്ങനെ വരച്ചു. അപ്പോൾ ഈ കോൺ എത്ര കിട്ടി? ഇതിൻ്റെ ഇടയിലുള്ള ഈ കോണ് 100 ഡിഗ്രിന്ന് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതാ ഈ വര കണ്ടോ, ഈ വരയ്ക്ക് സമാന്തരമായിട്ട് ഒരു വര ഇവിടെ നിന്ന് വരയ്ക്കണം. ഇവിടെ അപ്പോൾ നമ്മൾ ഇവിടെ ഒറ്റയടിക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ചെരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ നോക്ക്, ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ വരയ്ക്കണ വരയുടെ ഇവിടുത്തെ കോണും എത്രയായിരിക്കും? 100 ഡിഗ്രി ആവണം. ഓക്കെ. അപ്പോൾ അതിങ്ങനെ വരയ്ക്കുക. അതായത് ഇങ്ങോട്ട് 100 ഡിഗ്രി വരണം. അപ്പോൾ നമുക്കിതാ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് നോക്കണേ, ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 100 ഡിഗ്രി വയ്ക്കുമ്പോൾ ഇവിടേക്ക് നമുക്കിവിടെ വര ഇങ്ങോട്ട് ഇല്ല അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയോ? നമ്മൾ ഇതാ ഇവിടേക്ക് ഒന്ന് ഈ വരനെ ഒന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം നമുക്ക്. അതായത് ഈ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇത്രയും 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഈ 4 സെൻറ്റിമീറ്ററിലെ വരനെ നമ്മൾ ഒന്നും കൂടി എന്തിനാ കുറച്ചിങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതാ പ്രൊട്രാക്ടർ ഇങ്ങനെ നേരെ വെച്ച് റെഡിക്ക് വെച്ചിട്ട് നമ്മൾ 100 ഡിഗ്രി നോക്കുക. അതായത് ഇതിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് 100 ഡിഗ്രി വരച്ചിട്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഇതിനെ അങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം. അതായത് ഈ ബിന്ദുവിനെയും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കിതെങ്ങനെ കിട്ടി? അപ്പോൾ ഈ രണ്ട് നോക്കി പിങ്ക് കളറിലെ 2 വരകളും സമാന്തരമാണ്. ഇതിൻ്റെ ഇടയിലുള്ള ഈ കോൺ എത്രയാണ്? 100 ആണ് അല്ലേ? അപ്പോൾ നോക്കി ഇങ്ങോട്ട് നീട്ട് വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു കുറച്ച് ഒരു ഡിഫിക്കൽട്ട് അല്ലേ, റിസ്ക് അല്ലേ? നമ്മളെപ്പോഴും നമുക്ക് ഈസിയസ്റ്റ് മെത്തേഡല്ലേ നമ്മൾ നോക്കുക. അപ്പോൾ നോക്ക്, ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കണം, എന്നിട്ട് ഇവിടെ 100 എടുക്കണം എന്ന് പറഞ്ഞേക്കാളും ഈസി ആയിട്ടൊരു മെത്തേഡ് ഉണ്ടല്ലോ. എന്താണ്? അതായത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ, അതായത് നമുക്ക് ആദ്യം നമ്മൾ ഇങ്ങനെ വരച്ചു. ഒന്നും കൂടി ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം. നോക്കിക്കോണേ. അതായത് ഞാനിതാ ആദ്യം 4 സെൻറ്റിമീറ്ററിൽ വര വരയ്ക്കട്ടെ. ഒന്നും കൂടി കാണിച്ചു തരാം മറ്റൊരു രീതിയിൽ. അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് 4 സെൻറ്റിമീറ്റർ ഞാനൊരു വര വരച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് ആദ്യം 100 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് പ്രൊട്രാക്ടർ എടുത്തു, നേരെ റെഡിക്ക് വെച്ചു. എന്നിട്ട് ഇങ്ങനെ വെച്ച് 0 തുടങ്ങി 100 ഇവിടെ ഉണ്ട്. 100 ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഞാനിതാ ഈ പോയിൻറ്റും ഇങ്ങനെ ഇവരെങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചു. ഇനി ഈ കോണ് 100 ഡിഗ്രി കിട്ടി. ഓക്കെ. ഇനി ഇവിടെ ഉള്ള ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാതെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഈ നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ, ഇങ്ങനെ 2 വര വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ കോണും എന്താണ്? സമീപ കോണുകളാണ്. നോക്കുക, റാ പോലെ വരുന്നില്ലേ? അപ്പോൾ ഇവരുടെ തുക എത്ര വരണം? 180 വരണം അല്ലേ? അപ്പോൾ നോക്ക്, ഇവിടെ ഈ കോൺ ഇങ്ങോട്ട് 100 ആണെങ്കിൽ ഈ കോൺ ഇവിടെ എത്ര ആയിരിക്കും? ഇങ്ങോട്ട് ഇത് 100 കൂടി എത്ര കൂട്ടിയാലാ 180 ആവുക? 80 ആവണം അല്ലേ? അപ്പോൾ ഈ കോൺ എത്ര വരണം? 180 വരണം. ഓക്കെ, സോറി, ഇവിടെ 80 ഡിഗ്രി വരണം. എന്നാലല്ലേ ഇത് രണ്ടും കൂടി 180 ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കണമെങ്കിൽ പകരം എന്ത് ചെയ്യാം? നമുക്കിതാ സ്കെയിൽ ഇങ്ങനെ വെച്ച് സ്കെയിൽ നേരെ വെച്ചു. ഈ 0 നടക്കാൻ തുടങ്ങി കേട്ടോ. 0 തുടങ്ങിയിട്ട് 80ൻ്റെ അവിടെ ഒരു വര വെട്ടിട്ട് ഈ വരകളെ ഈ ഒരു കുത്തും ഈ ഒരു ബിന്ദുവും ഇങ്ങനെ
ഇവരെ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? സമാന്തര വരകൾ. രണ്ടും ഒരുപോലെ തന്നെയാണ്, രണ്ടും ഒരേപോലെ സമാന്തര വരകളാണ്. പക്ഷേ ഇവിടെ നോക്ക്, ഈ കോണ് എത്രയാണ്? 80 ആണ്. ഓക്കെ, ഇവിടെ നോക്ക്, നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരച്ചു, ഇവിടെ നമ്മൾ നീട്ടാതെ വരച്ചു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. നമുക്ക് ഇവിടെ പറയുന്ന ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ചുവടെയുള്ള ചിത്രത്തിലെ വരകളിൽ സമാന്തരമായ ജോഡികൾ കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, ഇതിൽ കുറേ വരകൾ എന്നിട്ട് ഇതിൽ ഏതെല്ലാമാണ് സമാന്തര ജോഡികൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്ക് 110. ഇനി വേറെ ഏതെങ്കിലും ഇവിടെ 110 ഉണ്ടോ? അപ്പോൾ ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കോണുകളുടെ അളവ് നമുക്ക് ഇവിടെ 100, ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 100 ആയിരിക്കും. ഇവിടെ 90 ആണ്, ഇത് മട്ടകോണാണ്, 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും 90 ആയിരിക്കും. ഇവിടെ 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 80 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 90 ആയിരിക്കും. ഓക്കെ, ഇങ്ങോട്ടില്ല. അപ്പോൾ ഇതും കൂടി എഴുതി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ പി നോക്കുതാ, ഇത് പി എ. അപ്പോൾ ഈ വരയുടെ പേരെന്താണ്? പി എ അല്ലെങ്കിൽ എ പി, അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ പി എ എന്നുള്ള വരയ്ക്ക് ഇവിടെ വേറൊരു വരയും സമാന്തരമായിട്ട് വരുന്നില്ല. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ 110 ആണെങ്കിൽ വേറെ ഏതെങ്കിലും വര ഇതേപോലെ ഇതിൻ്റെ ഇടയിൽ 110 ആയിട്ട് വരേണ്ടിയിരുന്നു. ഇവിടെ ഒന്നും 110 വേറെ ഒന്നും വരാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലായി പി എ എന്നുള്ള വരയ്ക്ക് ഇവിടെ എന്തില്ല? സമാന്തര വരകൾ വേറെ ഇല്ല എന്ന് മനസ്സിലായി. ഇനി അടുത്തത് ക്യൂ ബി അല്ലെങ്കിൽ ബി ക്യൂ നോക്കുമ്പോൾ ഇവിടെ 80 ആണ് അല്ലേ. ഇനി ഇതേപോലെ 80 വരണ ഏതെങ്കിലും ഒരു കോൺ ഉണ്ടോ? അവിടെ ഉണ്ട് അല്ലേ. നോക്ക്, ഇതാ ഇവിടെ 80 അല്ലേ. ഇത് 80 ആണെന്നുണ്ടെങ്കിൽ നോക്ക്, ഇതും 80 ആണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലായി ക്യൂ ബിയും ആൻഡ് എസ് ഡി എന്താണ്? സമാന്തര ജോഡികളാണ് അല്ലേ, സമാന്തരാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് ദാ ആർ സി 90 ആണ്. 90 വേറെ ഒരാൾ ഉണ്ടല്ലോ, അതായത് ദ ടി ഇ. അപ്പോൾ നമുക്ക് എഴുതാം ആർ സി ആൻഡ് ടി ഇ എന്താണ്? സമാന്തരമാണ്, സമാന്തര ജോഡികളാണെന്ന് മനസ്സിലായി അല്ലേ. ഇനി ഇതിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇതും കഴിഞ്ഞു. അപ്പം ഇനി ഇത് ഇങ്ങോട്ട് 70 ഏതെങ്കിലും ഇവിടെ വരുന്നുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് 70 ഇവിടെ 90 ആണ്, ഇവിടെ 100 ആണ്. 100 അല്ല അല്ലേ. അപ്പോൾ ഇതാ ഇങ്ങോട്ട് ഇതാണെങ്കിൽ ഇതാ ഇങ്ങോട്ട് ഈ കോൺ എത്ര ആയിരിക്കും? ഇത് 110 ആണെങ്കിൽ ഇവിടെ 70 ആവില്ലേ. അപ്പോൾ നോക്ക്, ഇതാ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇത് 70 ആണ്. അതിൻ്റെ നേരെ ഇവിടെയും 70 ഇവിടെയും 70 അല്ലേ. അപ്പോൾ അതെന്താണ്? ഇവിടെ നമുക്ക് പി എയും യു എഫും പി എ ആൻഡ് യു എഫ് എന്ത് കിട്ടി? സമാന്തരം എന്ന് കിട്ടി. മനസ്സിലായോ? എങ്ങനെയാണ്? ഒരേ കോണളവുണ്ടെങ്കിൽ നമുക്കതിനെ സമാന്തര ജോഡികളാണെന്ന് പറയാം. ഇനി നമുക്ക് സമാന്തരികങ്ങൾ അതെന്താണ്? സമാന്തരം വെച്ചിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്, മനസ്സിലായില്ലേ? കാരണം പേര് സമാന്തരം, സാമാന്തരികം. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ദാ ഒരു നീലവര, ആ നീലവരയ്ക്ക് ഈ നീലവരയ്ക്ക് സമാന്തരമായിട്ട് ഇതാ അടുത്ത ഈ രണ്ട് നീലവരകളും സമാന്തരം. ഇതൊരു പച്ചവര, അതിന് സമാന്തരമായിട്ട് പച്ചവര എങ്ങനെയായിട്ട് വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് കിട്ടിയതാ? ഇങ്ങനെ ഒരു ചതുർഭുജം കിട്ടി. എന്താ ചതുർഭുജം എന്ന് പറഞ്ഞാൽ? ചതുർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 4 എന്നാണ് അല്ലേ. അപ്പോൾ 4 വശങ്ങളുള്ള ഒരു ഇവിടെ 4 വശങ്ങളുള്ള ഒരു ഇത് കിട്ടി. കണ്ടോ? 1 2 3 4 വശമല്ലേ? യെസ്. അപ്പോൾ ചതുർഭുജം പല രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇവിടെ പല രീതിയിലുള്ള ചതുർഭുജം ഇവിടെ തന്നിട്ടുണ്ട്. നോക്ക്, ഇതിനൊക്കെ 4 വശങ്ങളായിരിക്കും. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 നോക്ക്, എല്ലാത്തിനും 4 വശങ്ങളല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ചതുർഭുജങ്ങളാണ്. ഇനി എന്താണ് സാമാന്തരികം എന്ന് പറഞ്ഞാൽ എന്നറിയോ? സാമാന്തരികം പറയണമെന്നുണ്ടെങ്കിൽ എതിർവശങ്ങളിൽ സമാന്തരമായിരിക്കണം. എന്താണ്? എതിർവശങ്ങൾ സമാന്തരം. അതായത് ഇങ്ങനെ ഒരു വശം ഒരു വശമാണെങ്കിൽ അതിന് സമാന്തരമായിരിക്കും ഇത്. ഈ ഒരു വശമാണെങ്കിൽ അതിന് സമാന്തരമായിരിക്കും ഇത്. ഇതും സമാന്തരം, ഇതും സമാന്തരം. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? അതൊരു സാമാന്തരികമാണ് എന്ന് പറയാം. ഇവിടെ നോക്ക്, ഒരു ചതുരം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചതുരം എന്തോ ആയിക്കോട്ടെ, നോക്ക് ഈ വശം ഒരു 5 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇവിടെയും അത് 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഇത് തുല്യമാണ്. അതുപോലെ ഈ വര എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതിനോട് എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടാത്ത വരകളാണല്ലേ. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇത് എന്താണ്? കൂട്ടിമുട്ടാത്ത വരകളാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു സാമാന്തരികമാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ സാമാന്തരികം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് സാമാന്തരികം വരയ്ക്കാൻ. ഈ ഒരു സാമാന്തരികം വരയ്ക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഈ സാമാന്തരികം വരച്ചു നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കണം. അപ്പോൾ സ്കെയിലെടുത്തു. അപ്പോൾ ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. സ്കെയിലെടുത്തു. എന്നിട്ട് ഇവിടെ 1 ഇവിടെ 5 രണ്ടും അങ്ങോട്ട് ജോയിൻ ചെയ്യിച്ചു. അപ്പോൾ ഇത് എത്രയുണ്ട്? 5 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇത് ഓക്കെ, ഇത് 5 സെൻറ്റിമീറ്റർ ഒരു വര കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയുണ്ട്? 50 ഡിഗ്രി വേണം അല്ലേ. അപ്പോൾ 50 ഡിഗ്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ
ഇതാ സ്കെയിൽ പ്രൊട്രാക്ടർ എടുത്തു. പ്രൊട്രാക്ടറിന് കോൺ മാപിനി എന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്, മട്ടം ഉപയോഗിക്കാതെ കോൺ മാപിനി വെച്ചിട്ട് ഇത് ഇങ്ങനെ നോക്കി ഇതാ 0 ഇങ്ങനെ ഇതാ ഇവിടെയാണ് 50. ഓക്കെ, ഇനി ഇവിടെ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്ര തന്നിരിക്കണേ? 3 സെൻറ്റിമീറ്ററാണ് തന്നിരിക്കണേ അല്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെ നേരെ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് ഇതാ 3 എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ ഇത്രയേ വേണ്ടുള്ളൂ. ഇതാ ഇവിടെ 3ൻ്റെ ഇവിടെ എത്ര? നേരെ നോക്കിക്കേ, 3. ഇതാ 3 ഇവിടെയാണ്. ആ 3ൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്നൊരു വര വരച്ചു. ഇതിൻ്റെ ഇടയിലുള്ള കോൺ എത്ര കിട്ടി? 50 ഡിഗ്രി കിട്ടി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ അടുത്ത വര വരയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മുടെ മൈൻഡിൽ വരട്ടെ എന്താണ്, ഇങ്ങനെ റഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത് 5 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ ഇടയിലെ കോണ് 50 ഡിഗ്രി. ഇനി ഇവിടെ ഇങ്ങനെ വര വരയ്ക്കുമ്പോൾ ഈ കോൺ എത്രയായിരിക്കും? അതായത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ കോൺ 50 ഡിഗ്രി വരേണ്ടതാണ്. ഇത് രണ്ടും കൂട്ടിയാൽ 180 വരേണ്ടതാണ്. ഇത് 50 ആണ്. അപ്പോൾ 180 മൈനസ് 50 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 130 എന്ന് കിട്ടി. അപ്പോൾ ഈ കോൺ എത്ര വേണം? 130 ഡിഗ്രി വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊട്രാക്ടർ എടുത്തു. എന്നിട്ട് നേരെ റെഡിക്ക് നേരെ വെച്ചിട്ട് ഇതാ ഇവിടുന്ന് 0ൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഇതാ 90, 100, 110 ഇങ്ങനെ പോയി 130. ഇവിടെയാണ് 130. ഓക്കെ, എന്നിട്ട് നമുക്ക് അവിടെ എന്താണ് നീട്ടി വരയ്ക്കാൻ പറ്റില്ല. നമുക്ക് എത്ര സെൻറ്റിമീറ്ററാണ് വേണ്ടത്? 3 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 3 ആണെങ്കിൽ, അതായത് ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വശവും എതിർവശവും എന്തായിരിക്കും? 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ നേരെ വരച്ച് കാണിച്ചിടാം. ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ നേരെ വെച്ചിട്ട് 3 എന്നുള്ളത് ഇതാ ഇവിടെയാണ് 3. അപ്പോൾ ഈ 3ൻ്റെ അവിടേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ കോണ് എത്രയാണ്? 130 ആട്ടോ. അതായത് ഇങ്ങോട്ട് 50 ആയിരിക്കും. ഇനി എന്ത് ചെയ്യാം? ഇനി മുകളിലെ ഈ 2 എണ്ണം കൂടി ഇങ്ങനെ കൂട്ടിയിട്ട് യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്തൊരു ടെക്സ്റ്റ് കിട്ടിയാൽ ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 5 ആണെങ്കിൽ ഇതും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്ത് കിട്ടി? ഒരു സാമാന്തരികം കിട്ടി. ഉള്ള സാമാന്തരികങ്ങൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് നോട്ട് പുസ്തകത്തിലേക്ക് ഇതും കൂടി വരച്ചു നോക്കാം. നമുക്ക് ആദ്യം വരയ്ക്കേണ്ട റഫായിട്ട് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. അപ്പോൾ ആദ്യം 4 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യണം? നമുക്ക് താഴെ ഒരു വര വരയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മൾ സ്കെയിലെടുത്തിട്ട് നേരെ വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു വര വരയ്ക്കുക. അപ്പോൾ അതങ്ങനെ നോക്കി ഇത് 0, ഇത് 4 തമ്മിൽ എന്ത് ചെയ്തു? ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ഒരു വര നമ്മൾ ആദ്യം താഴത്തെ ഇത് കിട്ടി. അപ്പോൾ 4 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഇനി ഇവിടേക്ക് 70 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എടുത്തു, കോൺ മാപിനി. എന്നിട്ട് എടുത്തിട്ട് നേരെ റെഡിക്ക് ഇങ്ങനെ വെച്ചിട്ട് എത്രയാണ്? 70 ഡിഗ്രി. അപ്പോൾ നോക്കുക, 0ൻ്റെ അവിടെ ഇങ്ങനെ തുടങ്ങി, കണ്ടുണ്ടോ? 0ൻ്റെ അവിടെ നിന്ന് തുടങ്ങി, ഇപ്പോൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. ഇതാണ് 70 കേട്ടോ. ഞാൻ 4 എഴുതിയത് എവിടെയാണ് 70 വരിക. അപ്പോൾ ഇവിടെ ഞാനൊരിങ്ങനെ ഒരു കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയാണ് വരേണ്ടത്? 3 സെൻറ്റിമീറ്റർ ആണല്ലേ ഇവിടെയുള്ള ഗ്യാപ്പ്. അപ്പോൾ അതാ ഇങ്ങനെ സ്കെയിൽ നേരെ വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ കൃത്യം അളന്നെടുക്കണം. അങ്ങനെ ഇപ്പുറത്ത് കാണിച്ചു തരാം. അപ്പം നിൽക്കണ്ട, ഒരു സംശയം വരും, ഞാൻ തന്നെ കാണിച്ചു തരാം. ഈ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതാണ് നമ്മുടെ പോയിന്റ് കേട്ടോ. ഇതാണ് ഈ പോയിന്റ് കണ്ടുണ്ടോ? അതിൻ്റെ ഇടയിൽ നേരെ ആ പോയിന്റിക്ക് ഇങ്ങനെ വെച്ചിട്ട് 3 എന്നുള്ളത് ഇവിടെയാണ് 3 സെൻറ്റിമീറ്റർ. ഈ 3 സെൻറ്റിമീറ്റർ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വര വരച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ കോൺ എത്ര കിട്ടി? 70 ഡിഗ്രിന്ന് കിട്ടി. ഇത് 3 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി ഇവിടെ നമുക്ക് വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ 70 ആണെങ്കിൽ ഇവിടേക്കുള്ള ഇങ്ങനെ നീട്ടി വരച്ചാൽ ഇവിടെ കോണും 70 ആയിരിക്കും. ഇത് 70 ആണെങ്കിൽ ഈ കോൺ എത്രയെന്ന് അറിയണം. അതെന്ത് ചെയ്യുക? മൊത്തം ഇത് 180 ആണ്. അപ്പോൾ ഇത് കാണാൻ എന്ത് ചെയ്യുക? 180 എന്നും 70 അങ്ങ് കുറയ്ക്കാം. അപ്പോൾ എന്ത് കിട്ടി? 0, 8 നോക്കുമ്പോൾ 1, അപ്പോൾ 110 എന്ന് കിട്ടി. അപ്പോൾ ഈ കോൺ എത്രയുണ്ട്? 110 ഡിഗ്രിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ പ്രൊട്രാക്ടർ എടുത്തു, എന്നിട്ട് നേരെ വെച്ചിട്ട് 110 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെച്ച് 0ൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി എത്ര നമുക്ക് 110 ഡിഗ്രി വരണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയി ഇവിടെ 90, 100 ഇവിടെയാണ് നമ്മൾ 110 വരിക. എന്നിട്ട് അത് എന്ത് വേണം? അതിന്ന് നമുക്ക് 3 സെൻറ്റിമീറ്റർ അളന്നെടുക്കണം അല്ലേ. 3 സെൻറ്റിമീറ്റർ തന്നെ വേണം. അപ്പോൾ സ്കെയിൽ നേരെ വെക്കുക കേട്ടോ. നമുക്ക് ഈ ബിന്ദുവിലൂടെയും നമ്മൾ ഇതിലൂടെയും പോണ രീതിയിൽ വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്കെയിൽ നേരെ റെഡിക്ക് വെച്ചിട്ട് 3 എന്നുള്ളത് ഇവിടെയാണ് 3. ആ 3ൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊരു വര വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക? മുകളിൽ 2 പേരെയും കൂട്ടി ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞ ആ സാമാന്തരികം കിട്ടി. ഇവിടെ 3 ആയി.
ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി അതിൽ രണ്ടാമത്തെ ചെയ്താം. അപ്പോൾ അതാ രണ്ടാമത്തത് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് 5 സെൻറ്റിമീറ്ററിൽ വര വരയ്ക്കാം. അപ്പോൾ ഇതാ ഇവിടെ സ്കെയിൽ വെച്ച് എന്നിട്ട് ഇവിടെ 0 ഇവിടെ 5 തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ദൂരം എത്രയാണ്, 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി എന്ത് വേണം, നമുക്ക് ഇവിടെ ഉള്ള കോണാണ് തന്നിരിക്കണത് അല്ലേ, 120 ഡിഗ്രി എന്നുള്ളത്. അപ്പോൾ ഇതാ ഇവിടുത്തെ 120 നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെ സ്കെയിലല്ല പ്രൊട്രാക്ടർ നേരെ വെച്ചു. 0 തുടങ്ങി 0 ഇങ്ങനെ തുടങ്ങി ഇവിടെ 90 110 ഇവിടെയാണ് 120 എന്ന് വരിക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നമുക്ക് ഇവിടെ 3 സെൻറ്റിമീറ്റർ തന്നുകൊണ്ട് ഇവിടെയും 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നീട്ടി വരച്ചിട്ട് ഇപ്പോൾ ഒന്നിച്ചും നീട്ടി വരച്ചിട്ട് അതിന് 3 മാർക്ക് ചെയ്തെടുത്താലും മതി. ബാക്കി നിങ്ങൾ പെൻസിൽ കൊണ്ടല്ലേ വരയ്ക്കുക, ബാക്കി മായ്ച്ച് കളഞ്ഞാലും മതി കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്കെയിൽ നേരെ ഈ 2 ബിന്ദുവിലൂടെയും പോണ രീതിയിൽ വേണമെങ്കിൽ നീട്ടിന് വരയ്ക്കാം കേട്ടോ. എന്നിട്ട് അതിന് 3 നോക്കിയിട്ട് മാർക്ക് ചെയ്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെൻസിൽ കൊണ്ടാണ് നമുക്ക് മായ്ച്ച് കളയാം. ഞാൻ സ്കെച്ച് കൊണ്ടാണ് മായ്ച്ച് കളയാൻ പറ്റുന്നതുകൊണ്ടാണ് കൃത്യ അളവെടുത്തിട്ട് 3 എന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 3നെ ഇതിനെയും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ ഇടയിലുള്ള ഈ കോൺ എത്ര കിട്ടി, 120 ഡിഗ്രി എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇവിടെ നമുക്കിങ്ങനെ വര വരയ്ക്കണം, അതായത് ഈ വര വരയ്ക്കണം. അപ്പോൾ ഈ ഇടയിലുള്ള ഈ കോൺ എത്രയെന്ന് അറിയണം അല്ലേ, അതിന് വേണ്ടി നമ്മൾ ഈ വര നീട്ടി യോജിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇതും എത്രയായിരിക്കും, 120 ആയിരിക്കും. ഇത് 120 ഇവിടെ എത്രയായിരിക്കും, ഇത് രണ്ടും കൂടി 180 ആവേണ്ടതാണ്. അപ്പോൾ 180 120 കുറയ്ക്കുമ്പോൾ 8 2 6, അപ്പോൾ 60 ഇവിടെ എത്രയാണ്, 60 ഡിഗ്രി വരണം അല്ലേ. അപ്പോൾ ഇങ്ങനെ പ്രൊട്രാക്ടർ നേരെ വെച്ച് 0 തുടങ്ങി, എന്നിട്ട് 0 തുടങ്ങിയിട്ട് ഇതാ 60 ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ 120 നമ്മൾ പ്രൊട്രാക്ടർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. നോക്ക്, ഇത് 60ൻ്റെ നേരെ ഇപ്പുറത്ത് നമ്മൾ ഇവിടുത്തെ കോണിവിടെ 120 കൊടുത്തില്ലേ, ആ ഇത് 60ഉം 120 തൊട്ട് മുകളിലും ഇതാ ഒരേപോലെയാണ്. നമുക്ക് ഇതാ 60ആണ് വേണ്ടത്, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെ 3 ആണെങ്കിൽ ഇപ്പുറത്തെ 3 ആയിരിക്കും. അപ്പോൾ ഇതാ നേരെ ഈ 2 ബിന്ദുവിലൂടെയും പോണ രീതിയിൽ നമ്മൾ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. 3 എന്നുള്ളത് ഇതാ ഇവിടെയാണ് അല്ലേ, ഇവിടെയാണ്. അപ്പോൾ ഇതിനെങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇനി പണിയൊന്നുമില്ല, മുകളിൽ തമ്മിൽ കൂട്ടിമുട്ടിപ്പിക്കാം, കളയാതെ 2 ബിന്ദുവിലും പോണ രീതിയിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഇത് 3 ആയി, ഇത് 5 ആയി, 120 ആയി, ഇവിടെ 60 ആയി. നമുക്ക് അടുത്ത സാമാന്യതയും കിട്ടി. അപ്പം ഇനി അടുത്ത ചിത്രം വരയ്ക്കാൻ ആദ്യം ഇവിടെ 4 സെൻറ്റിമീറ്ററാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ സ്കെയിലെടുത്തു, നേരെ റെഡിക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ 4 ഇവിടെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതെന്താ കിട്ടി, 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനിയാണ് നോക്ക്, ഇവിടെ ഉള്ള കോണാണ് 50 ഡിഗ്രി തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കുക, നമുക്ക് ഇങ്ങോട്ട് കിട്ടിയാലല്ലേ വരയ്ക്കാൻ പറ്റുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 50 ആണെങ്കിൽ നമുക്ക് ആദ്യം അതാണ് വരയ്ക്കാം. അതായത് സ്കെയിൽ ഇങ്ങനെ വെച്ചു, സ്കെയിലല്ല പ്രൊട്രാക്ടർ നേരെ തിരിച്ച് വെച്ചു. ഓക്കെ, തിരിച്ച് വെച്ചിട്ട് ഇതാ 0 തുടങ്ങട്ടെ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. 0 ഇവിടെയാണ് 0 ഇങ്ങനെ തുടങ്ങി 50 എന്നുള്ളത് എവിടെയാണ്, ഇതാ ഇവിടെ വരും 50. നമുക്ക് ഇതാ 0 10 20 30 40 ഇതാ ഇവിടെയാണ് 50. ഇതാ ഈ 50ൻ്റെ അവിടെ നമ്മൾ ചെറിയൊരു കുത്തിട്ട് കൊടുത്തു. എന്നിട്ട് താഴേക്ക് എത്ര സെൻറ്റിമീറ്ററാണ് വേണ്ടത്, നോക്ക് ഈ ഒരു സൈഡ് നോക്ക്, ഇത് 2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് താഴേക്കാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 ബിന്ദു കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതാ നേരെ ഇടുക്കി വെച്ചിട്ട് 2 ഇതാ ഇവിടെയാണ് 2 കുഞ്ഞതായിരിക്കും. ഇതാ ഇങ്ങനെ 2 എന്ന് കിട്ടി. ഇതെത്ര 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ കോണ് 50 ആണെങ്കിൽ ഇതിങ്ങനെ നീട്ടി വരച്ചാൽ ഈ കോണ് എത്രയായിരിക്കും, 50 ആയിരിക്കും. അപ്പോൾ ഈ കോൺ എത്രയാണ്, മൊത്തം റാ പോലെ ഉണ്ട്. ഇത് 50 ആണെങ്കിൽ 180 നിന്നും 50 കുറച്ചാൽ മതി. അപ്പോൾ എന്ത് കിട്ടും, 130 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ അകത്തുള്ള കോൺ എത്രയായിരിക്കും, 130 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ പ്രൊട്രാക്ടർ എടുത്തു, എന്നിട്ട് നേരെ റെഡിക്ക് ഇങ്ങനെ വെച്ചിട്ട് 0 ഇങ്ങനെ തുടങ്ങി 130 ഇതാ ഇവിടെ കിടക്കേണ്ടത്. 0 നിന്ന് ഇങ്ങനെ തുടങ്ങി 130 ഇതാ ഇവിടെയാണ്, അവിടെ ഒരു കുത്തിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് എത്ര വേണം, ആ 2 ബിന്ദു കൂടി ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് 2 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അപ്പോൾ നോക്ക് ഇതാ ഇങ്ങനെ ഈ ബിന്ദുവിലൂടെയും ഇതിലും കൂടി വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ സ്കെയിൽ വേണമെങ്കിൽ നീട്ടി വരച്ചിട്ട് അതിന് മാർക്ക് ചെയ്താലും മതി കേട്ടോ. ഇങ്ങനെ വരയ്ക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 2ൻ്റെ അവിടെ അതാ ഇങ്ങനെ കിട്ടി.
എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ഇതൊരു ഇങ്ങനെ കൂട്ടി മുട്ടിച്ചാൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞൻ സാമാന്തരികം നമുക്ക് കിട്ടിയില്ലേ. ഇനി നോക്കിക്കേ, അടുത്തത് ഇതാ ഇങ്ങനെ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 3 സെൻറ്റിമീറ്ററിലുള്ളൊരു വര വരയ്ക്കാം. അപ്പോൾ ഇത് സ്കെയിൽ നേരെ വെച്ചു. ഇതൊക്കെ ഉണ്ടോ, ഇതാണ് നമ്മളെ 3, ഇത് തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ 3 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി നമുക്ക് ഇങ്ങോട്ട് ഇതാ ഈ വരയാണ് ആദ്യം, നമ്മൾ ഈ വരയാണ് ആദ്യം വരയ്ക്കുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇടയിലെ കോൺ എത്രയാണ്, 140 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ പ്രൊട്രാക്ടർ വെക്കണം, ഇങ്ങനെ വെക്കാൻ പറ്റുമോ, ഇല്ല. നേരെ തിരിച്ചിട്ട് ഇങ്ങനെ വെച്ചു നമ്മൾ, ഇങ്ങനെ വെച്ചേ. എന്നിട്ട് 0 തുടങ്ങി ഇങ്ങനെ തുടങ്ങി എത്രയാണ്, 140 ഡിഗ്രിയാണ്. ഇവിടെ നിന്നാണ് തുടങ്ങണത്. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാൻ നമുക്ക് ഇവിടെ നിന്ന് വരല്ല. ഇവിടെ നിന്ന് ഈ വര ഇവിടെ നിന്ന് നോക്കിയതാ 0 ഇങ്ങനെ തുടങ്ങി 140 ഇവിടെയാണ്. അവിടെ ഒരു കുത്തിട്ട് കൊടുത്തു. 2 നമ്മൾ എത്ര സെൻറ്റിമീറ്ററാണ് അകലം, 3 സെൻറ്റിമീറ്ററാണ് അകലം തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നേരെ വെച്ചിട്ട് ഇതാണ് 3, ഈ 3 ഇങ്ങനെയാണ് ജോയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇതിൻ്റെ ഇടയിലുള്ള കോൺ എത്ര കിട്ടി, 140 കിട്ടി. ഇനി അടുത്ത ഈ കോൺ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനെങ്ങനെ നീട്ടിയാൽ ഈ കോണും എത്ര ആയിരിക്കും, 140 ആയിരിക്കും. അപ്പോൾ 140 കൂടെ എത്ര കൂട്ടിയാലാ 180 ആവുക, 40 ആണല്ലേ. അപ്പോൾ ഇവിടെയുള്ള കോൺ എത്ര വേണം, 40 ഡിഗ്രി വരണം. അപ്പോൾ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ വീണ്ടും വെച്ചു, നേരെ വെച്ചിട്ട് എപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി, 0 നിന്ന് ഇങ്ങനെ തുടങ്ങി, 40 ഇവിടെ വരും. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ സ്കെയില് നേരെ ഇങ്ങനെ വെച്ചു. ഈ ബിന്ദുവിലൂടെയും കൂടി പോണ രീതിയിൽ നേരെ അഡ്ജസ്റ്റ് ചെയ്ത് നേരെ വെച്ചിട്ട് 3 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അവിടെ കുത്തിട്ട് കൊടുത്തു, നീട്ടി വരച്ചു. ഇനി എന്ത് ചെയ്യുക, ഈ 2 ബിന്ദുക്കളും തമ്മിൽ ഇവ രണ്ടിനെയും കൂട്ടി മുട്ടിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടി, എല്ലാ വശങ്ങളും 3 സെൻറ്റിമീറ്ററായിട്ടുള്ള ഒരു ഇത്തിരി കുഞ്ഞൻ സമാന്തരികം ഇതാ നമ്മുടെ കയ്യിലായില്ലേ. ഇതോടെ നമ്മളെ ചാപ്റ്റർ ഇതോടെ ഫിനിഷായി. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ. അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഇങ്ങനെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, ബൈ.